Okay, so let's start. First of all, sorry for the inconvenience. നമ്മൾ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിരുന്നതാണ്. പക്ഷേ ബിക്കോസ് ഓഫ് സം ടെക്നിക്കൽ ഇഷ്യൂസ് നമുക്ക് 2 മണിക്കൂർ ഡിലേ ആകേണ്ടി വന്നിട്ടുണ്ട്. എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. നമ്മൾ അതൊന്ന് മേക്ക് ഓവർ ചെയ്യും ഈ സെഷനോട് കൂടി. ഓക്കെ, എനിവേ ഇന്ന് നമ്മൾ ആദ്യത്തെ മാരത്തോൺ സെഷൻ എന്നുള്ള നിലയിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഈസ് മാത്തമാറ്റിക്കൽ റീസണിങ്. ഇവിടെ ഒരു സെക്കൻഡ് പാർട്ട് ഇല്ല, അതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്സും there are 10+ topics in mathematical reasoning. ഈ 10 ടോപ്പിക് നമ്മൾ ഈ ഒരു ലെക്ചറിൽ തന്നെ ഡിസ്കസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഓരോ ഏരിയയും let me tell you, ഇതുവരെയുള്ള 2020 വരെയുള്ള ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ, നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് 2020 വരെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നമ്മൾ നടത്തുകയാണെങ്കിൽ അതിൽ ഏതാണ്ട് 2017 വരെ മാത്തമാറ്റിക്കൽ റീസണിങ് ഏരിയ വളരെ ഈസി ആയിരുന്നു. പക്ഷേ ആഫ്റ്റർ 2017, 2018, 2019, 2020 ഈ ടൈം എത്തുമ്പോൾ മാത്തമാറ്റിക്കൽ റീസണിങ്ങിന്റെ ആ കോമ്പിറ്റൻസി ലെവൽ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് യു മസ്റ്റ്, അതായത് മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ കുറച്ച് എക്സ്ട്രാ ടൈം നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്താൽ മാത്രമേ മാത്തമാറ്റിക്കൽ റീസണിങ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കൂ. സോ ബിഫോർ ഡിസ്കസിങ് ഫർദർ, ലെറ്റ്സ് ചെക്ക് ദി സിലബസ് ഫസ്റ്റ്. സോ മാത്തമാറ്റിക്കൽ റീസണിങ് സിലബസ് നോക്കുകയാണെങ്കിൽ, as I already told you, there are 10 areas to be discussed. അതിൽ ഏറ്റവും ആദ്യത്തെ ഏരിയ ടൈപ്സ് ഓഫ് റീസണിങ് ആണ്. ടൈപ്സ് ഓഫ് റീസണിങ് നമ്മൾ ആർഗ്യുമെന്റ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ, ആർഗ്യുമെന്റ്സ് അതിന്റെ അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടത്തും. ദാറ്റ് വിൽ ബി ഡൺ ഇൻ ദി നെക്സ്റ്റ് സെഷൻ. അത് ലോജിക്കൽ റീസണിങ് ഡിസ്കസ് ചെയ്യുമ്പോൾ ലോജിക്കൽ റീസണിങ്ങിനകത്താണ് കൂടുതൽ ചേരുന്നത്, കൂടുതൽ ആപ്റ്റ് ആയിട്ട് നമുക്ക് അവിടെയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ടൈപ്സ് ഓഫ് റീസണിങ് എന്ന് പറയുന്ന ഏരിയ നമ്മൾ ലോജിക്കൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള 10 ടോപ്പിക്സ് ആണ്. സോ അവർ ഡിസ്കഷൻ ഇറ്റ് വിൽ ബിഗിൻ ഫ്രം നമ്പർ സീരീസ്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ലെറ്റർ സീരീസിലേക്ക് പോകുന്നു, പിന്നീട് കോഡ്സിലേക്ക് പോകുന്നു, റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു 2017 വരെ മാത്തമാറ്റിക്കൽ റീസണിങ് വളരെ ഈസി ആയിരുന്നു, ബിക്കോസ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരുന്നത് ഈ 4 ഏരിയയിൽ നിന്നാണ്. പക്ഷേ ആഫ്റ്റർ 2017 ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ഒരു ടോട്ടൽ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നത് ബാക്കിയുള്ള 6 ഏരിയാസിൽ നിന്നാണ്. അതായത് ഫ്രാക്ഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, റേഷ്യോ, പ്രപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ദെൻ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിങ്, ആൻഡ് ഫൈനലി ആവറേജസ് കൂടാതെ അറേഞ്ച്മെന്റ്സും ചോദിക്കാറുണ്ട്. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും അതുപോലുള്ള ക്വസ്റ്റ്യൻസും ഇതോടൊപ്പം തന്നെ വരാറുണ്ട്. സോ അവിടെ ഒരു എക്സ്ട്രാ ആസ് പെർ യുവർ സിലബസ് ഒരു എക്സെട്ര എന്ന് പറയുന്ന ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പാർട്ടായിട്ട് നമുക്ക് അവർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. സോ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, എല്ലാ ടോപ്പിക്കിൽ നിന്നും റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ എങ്ങനെയാണ് ഓരോ ടോപ്പിക്സും നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓരോ ടോപ്പിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. സോ ദിസ് വിൽ ബി എ കോംപ്രിഹെൻസീവ് സെഷൻ. എങ്ങനെയാണ് UGC നെറ്റ് എക്സാം നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് അത് ക്ലിയർ ആക്കി മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ അജണ്ട. അതിനുവേണ്ടി നിങ്ങളുടെ കോപ്പറേഷൻ ത്രൂ ഔട്ട് ദി സെഷൻ വേണം. ഇതൊരു മാത്തമാറ്റിക്കൽ റീസണിങ് പേപ്പർ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു മിയർ ലിസണർ ആയിട്ട് ഇരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഞാൻ പറയുന്നതോടൊപ്പം തന്നെ ചെയ്ത് പോവുക. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്തും. ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ 23 or 24 പേഴ്സൺസ് ഉണ്ട്. ആർക്ക് ഡൗട്ട് വന്നാലും ഐ എം റെഡി ടു സോൾവ് ഇറ്റ് ഔട്ട്. സോ നോ ഇഷ്യൂസ്. ഡൗട്ട്സ് ചോദിക്കാൻ ഒരു മടിയും വിചാരിക്കരുത്. എല്ലാ ഡൗട്ട്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു ഏരിയയും ഒരു വേയിലും ഡൗട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത്. ഓക്കെ, പ്ലസ് ഈ ഒരു സെഷൻ നമ്മൾ 4 hours ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു 4 hoursന്റെ ഇടയിൽ ഐ വിൽ ട്രൈ ടു ഗിവ് യു 1 or 2 ബ്രേക്സ്. അത്രയും മാത്രമേ നമുക്ക് ഈ ഒരു ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങാം വിത്തൗട്ട് വേസ്റ്റിംഗ് അവർ ടൈം. ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദി ഫസ്റ്റ് ടോപ്പിക്, നമ്പർ സീരീസ്. ഓക്കെ, നമ്പർ സീരീസ് പറയുമ്പോൾ യു മസ്റ്റ് നോ നമ്മുടെ സ്കോപ്പ് എത്രമാത്രമാണെന്ന് നമ്മളതൊന്ന് ലിമിറ്റ് ചെയ്യണം. ഇതൊരു ബാങ്ക് PO എക്സാം അല്ല, അല്ലെങ്കിൽ ഇതൊരു സിവിൽ സർവീസിന്റെ സെക്കൻഡ് പേപ്പർ ആയുള്ള CSAT എക്സാം ഒന്നുമല്ല. ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ഏരിയ ലിമിറ്റഡ് ആണ്. അതായത് 6 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീരീസ് നമ്മളിവിടെ മനസ്സിലാക്കുക.
ആ 6 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീരീസിൽ ഒരെണ്ണം മാത്രമായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി ടോട്ടൽ സീരീസിനെ ഏതൊക്കെ രീതിയിൽ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യാം, ആ ടോട്ടൽ അറേഞ്ച്മെന്റ് ഞാൻ 6 ഡിഫറെന്റ് കാറ്റഗറിയിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി. ഫസ്റ്റ് മോഡൽ, നമ്പർ സീരീസിന്റെ ഫസ്റ്റ് മോഡൽ, ഇറ്റ് മേ ബി അഡിഷൻ ഓർ സബ്സ്ട്രാക്ഷൻ. സിമ്പിൾ അഡിഷൻ ഓർ സിമ്പിൾ സബ്സ്ട്രാക്ഷൻ, ലൈക്ക് ഇങ്ങനെ ഒരു സീരീസ് തരുവാണെങ്കിൽ, ഞാൻ എല്ലാത്തിൻ്റെ എക്സാമ്പിൾ പറയുകയാണ്, ജസ്റ്റ് ഒന്ന് നോക്കുക. അഡിഷൻ ഓർ സബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ലൈക്ക് 6, 10, 14, 18 ഡാഷ്, ജസ്റ്റ് ഒരു സിമ്പിൾ അഡിഷൻ പ്രോബ്ലം ആണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് UGC ചോദിക്കാറുണ്ട്, നെറ്റ് എക്സാമിന് ചോദിച്ചു കാണുന്നുണ്ട്. സോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എത്രയാ? 6, 10, 14, 18 and dash. Next thing is 22. That's it. Okay, 22. Likewise, നിങ്ങൾ കമന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ബാക്കിയുള്ളവർ ഡിസ്റ്റർബ് ചെയ്യും. ഓക്കെ, കേൾക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, സോ സെക്കൻഡ് ഏരിയ, ഇതേപോലെ തന്നെ സബ്സ്ട്രാക്ഷൻ രീതിയിലും പ്രോബ്ലംസ് ഉണ്ടാകാം. സെക്കൻഡ് ഏരിയ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി ലൈക്ക്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2, 1, 1/2, 1/4 ഡാഷ്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഇതിന്റെ നെക്സ്റ്റ് ലെറ്റർ ഏതാണ്, നെക്സ്റ്റ് ഐറ്റം ഏതാണ്? ഇവിടെ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, യു ഗോട്ട് 1. 1നെ അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, യു ഗോട്ട് 1/2. then 1/2നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 1/4 ആകുന്നു. 1/4നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ that will be 1/8. exactly right. so this is not a എന്താ പറയുക, ഒരു tedious ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല, സിമ്പിൾ ആണ്. സോ നമ്മൾ രണ്ട് രീതിയിലുള്ള മോഡൽ പറഞ്ഞു. ഒന്നെങ്കിൽ അത് അഡീഷൻ ഓർ സബ്സ്ട്രാക്ഷൻ ആകാം, അല്ലെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ആകാം. ഇനി മൂന്നാമത്തെ മോഡൽ, തേർഡ് മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, തേർഡ് പ്രൈം നമ്പേഴ്സ് ആകാം. Prime numbers means numbers which can be divided by the same number or 1. Same number കൊണ്ട് മാത്രം ഡിവിസിബിൾ ആയിട്ടുള്ള ഐറ്റത്തെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ലൈക്ക് ഇപ്പോൾ 1 പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2, 3 പറയുകയാണെങ്കിൽ, അങ്ങനെയുള്ള 3 പറയുന്നു, 5 പറയുന്നു, 7 പറയുന്നു, ഇങ്ങനെയുള്ള ഐറ്റത്തെയാണ് പ്രൈം നമ്പേഴ്സ് വരുന്നത്. പ്രൈം നമ്പേഴ്സിന്റെ സീരീസും നമ്മളോട് ചോദിക്കാം. ഓക്കെ, ദെൻ പിന്നീട് അത് കഴിഞ്ഞാൽ ഫോർത്ത് കാറ്റഗറിയിൽ നമുക്ക് പറയാവുന്നത് അഡിഷൻ ഓർ സബ്സ്ട്രാക്ഷൻ, പ്ലസ് ഓർ മൈനസ് അഡിഷൻ ഓർ സബ്സ്ട്രാക്ഷൻ ഓർ ഡിവിഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഈ തന്നിരിക്കുന്ന അതേ ഐറ്റം നമ്മളിപ്പോൾ സബ്സ്ട്രാക്ഷൻ ചെയ്തതിന് ശേഷം അതിനുശേഷം എന്തെങ്കിലും ഒന്നിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ അഡിഷൻ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഫിഗർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയുള്ള പ്രോബ്ലംസും നമുക്ക് പ്രതീക്ഷിക്കാം. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2, 3, then 2 into 6 plus 1, അതായിരിക്കും അടുത്ത ഫിഗർ ആയിട്ട് വരുന്നത്. 3 into 6 plus 1, 3 into 6 plus 1 എന്ന് പറയുമ്പോൾ 18 plus 1 19, then 19 into 7 plus 1, then 20 into something like that. അങ്ങനെ ഒരു സീരീസ് വരുവാണെങ്കിൽ, എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, എക്സാക്ട് സീരീസ് ഒന്നും അല്ലാതെ, അങ്ങനെ ഒരു സീരീസ് വരുവാണെങ്കിൽ അത് അഡിഷൻ ഓർ സബ്സ്ട്രാക്ഷൻ ആഫ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലായിരിക്കും. ഇതെല്ലാം കൂടിയുള്ള ഇതിന്റെ 4 എണ്ണത്തിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ, ആ രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. പിന്നീടുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, സ്ക്വയർ ഓർ ക്യൂബ്. സ്ക്വയർ ക്യൂബ് സീരീസുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സ്ക്വയർ ക്യൂബ് സീരീസ് എന്ന് പറയുമ്പോൾ ലെറ്റ് മി ഗിവ് യു വൺ എക്സാമ്പിൾ. വൺ സീരീസ്, സോ സിമ്പിൾ ഒരു സ്ക്വയർ സീരീസ് കാണാൻ പറ്റുന്നില്ല അല്ലെ? let me rewrite it here. 1, 4, 9, 16 dash. നമ്മുടെ സാധാരണ സ്ക്വയർ സീരീസ് ആണ്. നെക്സ്റ്റ് വിൽ ബി 25. 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3യുടെ സ്ക്വയർ, അങ്ങനെ 25ന്റെ സ്ക്വയർ. ഇത് സിമ്പിൾ സ്ക്വയർ സീരീസ് ആണ്. ഇതേ സീരീസ് തന്നെ മറ്റൊരു രീതിയിൽ കൂടി തരാം. അതായത് see this one, 2, 5, 10, 17 dash. 2, 5, 10, 17 dash. What will be next? ഈ തന്നിരിക്കുന്ന അതേ സീരീസ് ആണ്, യാതൊരു വ്യത്യാസവുമില്ല. ചെയ്തിരിക്കുന്നത് 1ന്റെ സ്ക്വയർ പ്ലസ് 1,
2 square plus 2 square plus 1, 3 square plus 1, അങ്ങനെ 4 square plus 1 വരെ തന്നിട്ടുണ്ട്. 5 square is 25, 20 plus 1, 25 plus 1 is 26. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. ഇത് തന്നെ വേറെ രീതിയിൽ ഇനിയും അറേഞ്ച് ചെയ്യാം. 2 square plus 2, 3 square plus 3, അങ്ങനെയുള്ള വേരിയേഷൻസും ഈ ഒരു രീതി പാറ്റേണിൽ നിന്നും കാണാറുണ്ട്. The same thing is applicable in case of cube as well. ക്യൂബ് പ്രോബ്ലംസിലും ഇതേ രീതിയിൽ നമ്മൾക്ക് ചോദ്യങ്ങൾ കാണാറുണ്ട്. ആൻഡ് 2018 2019 ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് നമ്മളത് കണ്ടത് കൂടുതലായിട്ടും. എനിവേ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ, ഇപ്പോ ക്യൂബിന്റെ സീരീസ് എന്താണ്? ക്യൂബിന്റെ സീരീസ് 1, then next 2ന്റെ ക്യൂബ് is 8, 3 cube is 27, 4 cube is 64, 5 cube 125, 6 cube is 212, 216, right? Yeah, 216. So ഇത്രയും 6 വരെ അറിഞ്ഞാൽ മതി. 7 മുകളിലേക്ക് അറിയേണ്ട കാര്യമില്ല. ക്യൂബിന്റെ സീരീസ് ഇത്രയും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതേ സീരീസ് തന്നെ നമുക്ക് അഡിഷൻ വഴിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ലൈക്ക് 1 cube plus 1 is 2, 2 cube plus 2 is 10, 3 cube plus 3 is 30, 4 cube plus 4 is 68. What will be next? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണും. നമ്മളിപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻ ആവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ക്യൂബ്, ആ ക്യൂബിൽ നിന്നും പ്ലസ് ഒരു അഡീഷൻ അല്ലെങ്കിൽ പ്ലസ് ഒരു സബ്സ്ട്രാക്ഷൻ വെച്ചിട്ടുള്ള സീരീസുകളും ഇന്ന് ചോദിച്ചു കാണുന്നുണ്ട്. ഇത്രയുമാണ് നമ്മളുടെ സ്കോപ്പ്. ഇതിന് മുകളിലേക്കുള്ള ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കഷൻ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇത്രയും ഏരിയയാണ് നമ്മളുടെ സ്കോപ്പ് എന്ന് ചിന്തിക്കുക. ഇത്രയും ഏരിയക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമ്പർ സീരീസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ ദി ബേസിക് ഈസ് ക്ലിയർ, റൈറ്റ്? നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവുകയാണ്. എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അഡീഷണലി നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ലെറ്റ് മി സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2019 ഡിസംബർ, ദാറ്റ് ഈസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്പർ സീരീസുമായി ബന്ധപ്പെട്ട് സീരീസ് നോക്കാം. 2, 4, 6, 12, 10, 36, 14, 18 and 324. ഇത്രയും ഒരു ലെങ്തി ആയിട്ടുള്ള സീരീസ്. ലെറ്റ് മി ഗിവ് യു വൺ ക്ലൂ. ഇത്രയും ലെങ്തി ആയിട്ടുള്ള സീരീസ് ആണെങ്കിൽ ആ സീരീസിൽ ഒരു സീരീസ് ആയിരിക്കില്ല, 2 സീരീസ് ഉണ്ടായിരിക്കും. ഓക്കെ, മിനിമം 2 സീരീസുകൾ ഇത്രയും ലെങ്തി ഉള്ള സീരീസ് തരുമ്പോൾ തന്നെ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കാം. നോർമലി അങ്ങനെ 2 സീരീസ് വരുവാണെങ്കിൽ ഒന്നിടവിട്ടുള്ള സംഖ്യകൾ തമ്മിലായിരിക്കും റിലേഷൻ വരുന്നത്. ഓക്കെ, ലൈക്ക് ദിസ് 2, 6, 10, 14, then 18. റിലേഷൻ നമുക്ക് കിട്ടിയില്ലേ? ഫസ്റ്റ് റിലേഷൻ 2 became 6, that means plus 4. 6 10 ആകുന്നു, plus 4 again, 10 14 ആകുന്നു, again plus 4, 14 18 ആകുന്നു, plus 4. സോ രണ്ടാമത്തെ സീരീസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആ ഫസ്റ്റ് സീരീസും സെക്കൻഡ് സീരീസും അതേപോലെ റിലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. യാ, ഐ ഗോട്ട് സം ആൻസേഴ്സ്, വെരി ഗുഡ്. സെക്കൻഡ് സീരീസ് തമ്മിലുള്ള റിലേഷൻ 4 12 ആകുന്നു. 4 12 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? 4 12 ആകണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുക. അതിനുശേഷം ഈ 12 36 ആകുന്നു. ഓക്കെ, സോ ദി റിലേഷൻ, ഒരു പാറ്റേൺ നമ്മൾ അവിടെ ഐഡന്റിഫൈ ചെയ്യണം. ആ പാറ്റേൺ എന്ന് പറയുന്നത് ഇറ്റ് മേ ബി അഡീഷൻ, ഇറ്റ് മേ ബി മൾട്ടിപ്ലിക്കേഷൻ. ഇതിനകത്തൊന്നും അഡീഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് അറിയാൻ വേണ്ടി ഉള്ള ഒരു ചെറിയ ടിപ്പ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഫിഗേഴ്സിന്റെ സീരീസ്, രണ്ടാമത്തെ സീരീസ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ സീരീസ് മാത്രം ഞാൻ എഴുതുവാണ്. ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് മനസ്സിലായി. എന്നാലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. രണ്ടാമത്തെ സീരീസ് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് സീരീസിൽ വരുന്നത് 4 12 36 then 324. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ സീരീസ്. ഈ രണ്ടാമത്തെ സീരീസ് നോക്കുമ്പോൾ ഇത് അഡിഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് ആദ്യത്തെ പോയിന്റിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ചെക്കിൽ, ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു അസസ്മെന്റിൽ തന്നെ നമുക്ക് അഡീഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് മനസ്സിലാവണം. അതിനുവേണ്ടി ചെക്ക് ചെയ്യേണ്ടത് ടുവേർഡ്സ് ദി എൻഡ് ആണ്. ടുവേർഡ്സ് ദി എൻഡ്, അതായത് ഒരു റാപ്പിഡ് ഇൻക്രീസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ, എൻഡിലേക്കുള്ള ഫിഗേഴ്സിൽ ഒരു വലിയ ഇൻക്രീസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതൊരു മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം ആണെന്നാണ്.
അഡീഷൻ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻക്രീസ് സംഭവിക്കില്ല. ഓക്കെ, സോ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാം. ഇതൊന്നെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ സ്ക്വയർ ഓർ ക്യൂബ് ആണ്. അത് തമ്മിലുള്ള ഡിഫറൻസസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. എനിവേ, ഇത്തരത്തിലുള്ള ഒരു സീരീസ് കാണുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അഡീഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും, അഡീഷൻ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും. ഈ ഡിഫറൻസ് വരുന്നത് ഒരു വലിയ ഡിഫറൻസസ് വരില്ല, നോർമലി ഒരു ചെറിയ രീതിയിലുള്ള ഒരേ പാറ്റേണിലുള്ള ഡിഫറൻസസ് ആയിരിക്കും വരുന്നത്. പക്ഷേ ഇത് മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം ആണെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് ഫിഗർ 8 ആണ് ഇൻക്രീസ് ചെയ്തതെങ്കിൽ സെക്കൻഡ് ഫിഗർ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് 24 ആണ്. ഓക്കെ, സോ ദർ ഇസ് സംതിങ് ഈസ് മൾട്ടിപ്ലൈഡ്. ഐ മീൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ പിന്നീട് കാര്യങ്ങളെല്ലാം ഈസിയാണ്. 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് 12 ആയി മാറും എന്ന് നോക്കുക. 4 into 3 is 12. സെയിം ഫിഗർ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we are getting 36. ആ 36നെ വീണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ 108. ഒരു ക്രോസ് ചെക്കിങ്ങിന് വേണ്ടി മാത്രം ഈ 108നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. You will get 324. So that's the way. ഇതാണ് ഈ ഒരു വേയിലാണ് നമ്മൾ നമ്പർ സീരീസ് പ്രോബ്ലംസ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. So first one is clear, right? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതാണ്. സോ ഇത്തരത്തിലുള്ള പാറ്റേൺസ് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 2, 8, 26, 62, 122, 212. Then what is next? X figure കണ്ടുപിടിക്കണം. ഓക്കെ, ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം ആണോ അതോ ഒരു അഡീഷൻ പ്രോബ്ലം ആണോ? ഫസ്റ്റ് തിങ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. അതോ ഇതൊരു സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഇസ് ഇറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓർ അഡീഷൻ? നമ്മൾ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒരുപാട് ടൈം ചിന്തിക്കരുത്. മൾട്ടിപ്ലിക്കേഷൻ ആണോ അഡീഷൻ ആണോ? മൾട്ടിപ്ലിക്കേഷൻ, നോട്ട് അഡീഷൻ. ഓക്കെ, ലെറ്റ് മീ ടെൽ യു വൺ തിങ്. ഇവിടെ റിലേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഇവിടെ 2, 8 ആകണമെങ്കിൽ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2, 8 ആകണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 4 കൊണ്ടാണ്, റൈറ്റ്? അതേപോലെ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 122നെ 212 ആക്കി കുറയ്ക്കാൻ പറ്റും? ഇല്ല. അല്ലെങ്കിൽ ഈവൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇവിടെ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ദാൻ 212. ദാറ്റ് മീൻസ് ഇതൊരു അഡിഷൻ അല്ല, ഇതൊരു ട്രൂ അഡിഷൻ പ്രോബ്ലം അല്ല. അതായത് ഇവിടെ റിലേഷൻ കണ്ടുപിടിക്കേണ്ടത്, സോറി, ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം അല്ല. ഇവിടെ നമ്മൾ റിലേഷൻ കണ്ടുപിടിക്കേണ്ടത് അഡീഷനിലൂടെ തന്നെയാണ്. ഓക്കെ, അഡീഷനിലൂടെ റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ദിസ് ഈസ് സംവാട്ട് കോംപ്ലിക്കേറ്റഡ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ അഡീഷനിലൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി ഡിഫറൻസസ് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ഡിഫറൻസസ് ഓരോ ഫിഗറും ഞാൻ ഒന്നുകൂടി ഇത് റീറൈറ്റ് ചെയ്യുന്നു. 2, 8, 26, 62, 122, 212, and this one is missing. Okay, so differences ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. Difference between 2 and 8 is 6. Then here 8 and 26, that is 18. Here the difference 26 and 62, that will be 36, right? 36. 62 and 122, 60 is the difference. Then 122 and 212, that will be 90. Yeah, okay, 90. Okay, so first difference round, first round നമ്മൾ ഇപ്പോൾ വേരിയേഷൻ എത്രയാന്ന് നോക്കി. വേരിയേഷനിൽ നിന്ന് നമുക്ക് വല്ല
കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും കൺക്ലൂഷൻസിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ? 6 ആണ്, 6 18 ആയി മാറുന്നു, ദാറ്റ് മീൻസ് ഇൻറ്റു 3. 18 36 ആയി മാറുന്നു ഇൻറ്റു 2. പക്ഷേ 36 പിന്നീട് മാറുന്നത് 60 ആയിട്ടാണ്. 36 ഇൻറ്റു 2ഓ 36 ഇൻറ്റു 1ഓ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60 കിട്ടുന്നില്ല. ഓക്കെ, സോ ദർ ഈസ് സംതിങ്, നമ്മൾ എന്തോ ഒന്ന് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യവും കൂടി ഡിഫറൻസ് എടുത്തു നോക്കുക. അതായത് ഡിഫറൻസസ് തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യാം. ഡിഫറൻസസ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ 6 18 ആകുന്നു. 6 18 ആകുന്നു എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഈസ് 12. Then 18 36 ആകുന്നു, ഡിഫറൻസ് ഈസ് 18. 36 60 ആകുന്നു, ഡിഫറൻസ് ഈസ് 24. Then 60 90 ആകുന്നു, ഡിഫറൻസ് ഈസ് 30. ഇവിടെ നമുക്കൊരു പാറ്റേൺ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. Now we are able to find a pattern, right? 12 18 means plus 6. 18 24 again plus 6. 24 30 again plus 6. So അടുത്തത് plus 6 ആയിരിക്കും, that will be 36. So 90യെ 36 കൊണ്ട് ആഡ് ചെയ്യാം. 90യെ 36 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ you will get 126. ഈ 126 ആണ് 212ന്റെ ഒപ്പം നമ്മൾ പ്ലസ് ചെയ്യേണ്ടത്. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ you will get 338. So your answer is 338. ഓക്കെ, ഞാനിവിടെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ല ഡിസ്കസ് ചെയ്യുന്നത്, ചോദിച്ചിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇത്തരത്തിലുള്ള പാറ്റേൺസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു സോൾവ് സിമ്പിൾ പ്രോബ്ലംസ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ നമുക്കത് റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ മനസ്സിലാവാതെ ഇരിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലെവലിലുള്ള ക്രോസ് ചെക്കിംഗ് മാത്രമാണ്. ക്രോസ് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞത്. ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം, ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം ആണോ അതോ അഡിഷൻ പ്രോബ്ലം ആണോ ഓർ സ്ക്വയർ ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അതിൽ നിന്നാണ് നമ്മളുടെ നമ്പർ സീരീസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആണെങ്കിൽ പിന്നീട് നമുക്ക് അത് തമ്മിലുള്ള അഡീഷൻ റിലേഷൻ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ നമ്മൾ 2 ലെയറിലേക്ക് പോയിട്ടുണ്ട്. ഫസ്റ്റ് ലെവലിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല. സെക്കൻഡ് ലെവലിൽ ചെന്നപ്പോഴാണ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിച്ചത്. So let's move on to the third problem. Previous question, 2018 June. What is the missing term in the series given below? Missing term in the series given below. Series is -1, 5, 15, 29 and dash. ചോദിച്ചതിലെ ഏറ്റവും സിമ്പിൾ പ്രോബ്ലം, നമ്പർ സീരീസുമായിട്ട് UGC നെറ്റ് ചോദിക്കുന്ന ഏറ്റവും സിമ്പിൾ പ്രോബ്ലത്തിന്റെ ഒരു എക്സാമ്പിൾ. Got the answer right? Yeah, very good. Yeah, that's it. 47 is the right answer. എങ്ങനെയാണ് റിലേഷൻ വരുന്നത്? ഇവിടെ ജസ്റ്റ് ഒരു അഡിഷൻ പ്രോബ്ലം ആണ് അല്ലേ? ആഡ് ചെയ്താണ് പോയിരിക്കുന്നത്. സോ -1 +5 ആകണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് +6 ആണ്. Then +5 became 15. 5 15 ആകുന്നു, that means +10. 15 29 ആകുന്നു, +14. So that increase വന്നിരിക്കുന്നത് 4-നാണ്. Increase വന്നിട്ട് 4 ആണെങ്കിൽ next one will be 18. 18 ആഡ് ചെയ്യുമ്പോൾ you will get 47. Previous question ആണ്, 2008 ജൂണിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. Let's move on 2018, right? Then next problem, previous question തന്നെയാണ്, 2017 ഡിസംബർ. And ഇനി പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്പർ സീരീസ് വളരെ സിമ്പിൾ ആയി പോകും. ഞാൻ അതുകൊണ്ട് അതിനുശേഷമാണ് 2017 ഒരു ലൈൻ ആണ്, ആ ലൈൻ ഇപ്പുറത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യേണ്ടത്, എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് വാട്ട് ഈസ് ദി മിസ്സിംഗ് ടേം ഇൻ ദി ഗിവൺ സീരീസ്. സീരീസ് ഈസ് 1, 6, 15, 28 and 45. ഈ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ കഴിഞ്ഞ പ്രോബ്ലമായിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഇതിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. And give me the answer.
പെട്ടെന്ന് ആൻസർ പറയും. $66. Okay, very good, very good. Yeah, right. Good. So we got the answer, right? 67. ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യൂ. സോ റിലേഷൻ, അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ റിലേഷൻ ആണ്, മറ്റൊന്നും തന്നെയില്ല. 1 6 ആയി മാറുന്നു. ദാറ്റ് മീൻസ് 5 ഈസ് ആഡഡ്. 6 15 ആകണമെങ്കിൽ 9 ആഡ് ചെയ്യുന്നു. 15 28 ആകുന്നു. ദാറ്റ് മീൻസ് 13 ഈസ് ആഡഡ്. 28 45 ആകുന്നു. 17 ഈസ് ആഡഡ്. സോ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇവിടെ നിന്നും അതെ നേരത്തെ പറഞ്ഞ പാറ്റേൺ തന്നെ 4 ഈസ് ആഡഡ് ടു എവരിതിങ്. അതായത് 5ന്റെ ഒപ്പം 4 ആഡ് ചെയ്തപ്പോൾ 19 ആയി. 19ന്റെ ഒപ്പം 9 ആയി. 9ന്റെ ഒപ്പം അഗെയിൻ 4 ആഡ് ചെയ്യുന്നു, 13 ആകുന്നു. ദെൻ 13 കൂടി വീണ്ടും 4 ആഡ് ചെയ്തു. ഇനി 17 കൂടി 4 ആഡ് ചെയ്യുക. സോ ദാറ്റ് 21 ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഫൈനലി 21 ആഡ് ചെയ്യുമ്പോൾ 45 പ്ലസ് 21 വിൽ ഗീവ് യു 66. സോ നമ്മളുടെ ആൻസർ 66 ആണ്. അഗെയിൻ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ നമ്പർ സീരീസിൽ നിന്നും കഴിഞ്ഞ 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലെറ്റ്സ് ചെക്ക്. 1 മിനിറ്റ് ടൈം, അതിനുശേഷം നമ്മൾ അത് ചെക്ക് ചെയ്യും. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മിസ്സിംഗ് ടേം ഇൻ ദി ഗീവൺ സീരീസ്? മിസ്സിംഗ് ടേം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. സീരീസ് ഈസ് 0 2 6 8 16 30 and 54. What is next? ഈ ക്വസ്റ്റ്യനിൽ മൾട്ടിപ്ലിക്കേഷൻ ആകാനുള്ള ചാൻസ് 20%, അറ്റ് ദി സെയിം ടൈം അഡീഷൻ ആകാനുള്ള ചാൻസ് 80% ആണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ ആകണമെങ്കിൽ ആ ഒരു ഇൻക്രീസ് എത്രമാത്രം ഉണ്ടെന്ന് നോക്കുക. ഇത് അഡീഷൻ പ്രോബ്ലം ആകാനാണ് ചാൻസ് കൂടുതൽ. ആ ഒരു വ്യൂവിൽ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ലെറ്റ്സ് ചെക്ക്. ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇഫ് യു കമ്പയർ 0 വിത്ത് 2, 0 plus 2 is 2, then 2 plus 4 is 6, then again 2, then 8. സോ ആ ഒരു പാറ്റേൺ അവിടെ ട്രൂ ആകാൻ യാതൊരു ചാൻസും ഇല്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ സെക്കൻഡ് ഓപ്ഷൻസിലേക്ക് പോവുക. അതായത് ഇവിടെ നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, see this one, 2 plus 6. 2 plus 6 will give you 8, right? And 2 plus 6 plus 0 will give you 8 itself. 0 add ചെയ്താലും 8 തന്നെയാണ് കിട്ടുന്നത്. So let me check. 0 plus 2 plus 6 is 8. Okay? ഈ ഒരു പാറ്റേൺ വച്ചിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയാണ്. അതേ രീതിയിൽ നെക്സ്റ്റ് 3 ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 2 6 and 8. 2 6 and 8. Okay, 100 ആൻസർ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. 2 6 plus 8 എത്ര കിട്ടുന്നു? That will give you 16. So we got 16 as well. ഇനി നെക്സ്റ്റ് 3 ലെറ്റേഴ്സ്, അതായത് ഈ 2 ഒഴിവാക്കുക, ബാക്കിയുള്ള ലെറ്റേഴ്സ് 6 plus 8 plus 16 will give you 30.
30. Same pattern il last 3 letters add ചെയ്തു കഴിഞ്ഞാൽ you will get this question mark. Last 3 letters എന്ന് പറഞ്ഞാൽ 16 plus 54 is 70, 70 plus 30 is 100. So your answer is 100. Okay, so these are the options that you can use. ഇത് ഒരു ഓപ്ഷൻ ആണ്, ഇത് ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. ആൻഡ് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലവും നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. 2019 എൻഡോടുകൂടി കോംപ്ലിക്കേഷൻ കൂടി വരുന്നത് കൊണ്ട് we can expect this one as well. So let's move on to the next one. What is the missing term in the series given below? 8, 27, 64 and dash. Very good, very good. 125. എല്ലാവർക്കും തന്നെ. Yeah, great. So നമ്മൾ പറഞ്ഞ പാറ്റേൺസിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞ ആ 6 പാറ്റേൺസിനകത്ത് ബേസിക് തിങ്സ് എല്ലാം അറിയണമെന്ന് ഞാൻ പറഞ്ഞു. ആ 6 പാറ്റേണിനകത്ത് ക്യൂബുകളെ പറ്റി പറഞ്ഞായിരുന്നു. ഓക്കെ, ക്യൂബുകളുടെ സീരീസ്. ആ ക്യൂബുകളുടെ സീരീസിൽ 2ന്റെ ക്യൂബാണ് 8, 3യുടെ ക്യൂബാണ് 27, 4ന്റെ ക്യൂബാണ് 64. Then next thing is 5 cube, that will be 125. ക്യൂബുകളെ പറ്റിയുള്ള ബേസിക് ഐഡിയ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ആദ്യത്തെ 6 ക്യൂബുകൾ മാത്രം, 7ാമത്തെ ക്യൂബിലേക്ക് പോകേണ്ട 6 ക്യൂബുകൾ മാത്രം നമ്മൾ അറിഞ്ഞിരിക്കുക. സോ ദാറ്റ് അത് ഉപയോഗിച്ച് തന്നെ ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. സോറി, ആൻസർ ഈസ് നോട്ട് ദിസ് വൺ, 125. ഓക്കെ, എനി ഡൗട്ട്സ്? നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ പറയാം. ഓക്കെ, പറയാതിരിക്കരുത്, നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി മിസ്സിംഗ് ടേം ഇൻ ദി സീരീസ് ഗിവൺ ബിലോ? 3, 128, 6, 9, dash, 12, 16, 15, 8. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം മറക്കരുത്. സീരീസ് ലെങ്തി ആണെങ്കിൽ there will be 2 series. ഓക്കെ, ലെങ്തി ആയുള്ള സിറ്റുവേഷനിൽ 2 സീരീസിന്റെ കോമ്പിനേഷൻ ആയിരിക്കും അതിനകത്ത് വരുന്നത്. ഓക്കെ, റൈറ്റ് ആൻസർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ബാക്കിയുള്ളവരും കൂടി പെട്ടെന്ന്. യെസ്, ഇവിടെ 2 സീരീസുകളുണ്ട്. ഒന്നാമത്തെ സീരീസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. 3, 6, 6, 9, 9, 12, 12, 15. 3 ഇൻക്രീസ് ചെയ്യുന്ന ഒരു സീരീസ് നമ്മൾ അവിടെ തന്നെ ഐഡന്റിഫൈ ചെയ്തു. രണ്ടാമത്തെ സീരീസ് ആയിട്ട് 125, 64 ആയിട്ട് മാറുന്നു. then 64 സംതിങ് ആൻഡ് അത് വീണ്ടും 16ലേക്ക് മാറും. സോ 128നെ 64 ആക്കി മാറ്റണമെങ്കിൽ ദാറ്റ് മീൻസ് ഡിവൈഡഡ് ബൈ 2, ഹാഫ് ആണ്. സോ 128ന്റെ പകുതിയാണ് 64 ഡിവൈഡഡ് ബൈ 2. സോ അതേ ഡിവിഷൻ തന്നെയാണ് അടുത്തതിലും കൊടുക്കേണ്ടത്. 64 ഡിവൈഡ് ബൈ 2, that will be 32. 32 ആണ് ഇവിടെ ആൻസർ. ദെൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി 32 ഡിവൈഡ് ബൈ 2 16 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. 16 തന്നെയാണ്. ദെൻ 16 ഡിവൈഡ് ബൈ 2 is 8. So our answer is 32. That was option A. Okay. Let's move on. Question number 4. What is the missing term in the series given below? Series is 5, 16, 51, 158 dash. Use your logic. ഈ ഒരു ക്വസ്റ്റ്യനിൽ കുറച്ച് ലോജിക് ഉപയോഗിക്കുക. നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ കുറച്ച് ലോജിക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. വേഗം ആയിക്കോട്ടെ. $987. ഒന്നുകൂടി ചെക്ക് ചെയ്യൂ പ്ലീസ്.
Okay, let me do. See this one. 5 is became 16. Then 16, 51. 51, 158. ഇവിടെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കോമൺ എന്ന് പറയുന്നത് ഒരു 3 ഫാക്ടർ ആണ്. അതായത് 5 into 3 will give you 15, right? 15 plus 1 is 16. 5 into 3 plus 1 is 16. Then 16 same way ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 16 into 3. 16 into 3 is 48, right? 48 plus 3. So 16 into 3 plus 3 is 51. Okay. അതേ വേയിൽ അടുത്തായിട്ട് നോക്കുക. 51 into 3 plus what? 51 into 3 is 153. 51 into 3 is 153. Remainder is 5, right? So plus 5 is 158. So ഈ pattern ഇവിടെ കിട്ടിയോ? Pattern വന്നിരിക്കുന്നത് 1, 3, 5. Next thing will be 7. 1, 3, 5, 7. So same way 158 into 3 plus 7 will give you the right answer. Right answer is 481. 481. Okay, this one is 481. Any doubts? Any doubts? Okay, let's move on. Next question. What is the missing term in the series given below? This question 2, 10, 30, 68 and 130. I think this question we already introduction പറഞ്ഞപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്ത question ആണ്. ആൻസറിലേക്ക് വരട്ടെ. 2, 10, 30, 68 and 130. ഇതിന്റെ ഇതേ ഒരു വേയിൽ മൂവ് ചെയ്യുന്ന പാറ്റേൺ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഇതേ ഒരു വേയിൽ മൂവ് ചെയ്യുന്ന സീരീസ് നമുക്കറിയാം. ആ സീരീസ് ഐഡന്റിഫൈ ചെയ്യുക. Yeah, very good. Series 1, 8, 27, 64 and 125. ഈ സീരീസ് ഏതാ? ക്യൂബിന്റെ സീരീസ് ആണ്. സോ ആ ക്യൂബിന്റെ സീരീസുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് അല്ലേ ഈ പാറ്റേൺ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. We will be able to reach to the conclusion. So ഇവിടെയുള്ള relation 2 means 1 cube plus 1. 10 means 2 cube plus 2. 2 cube is 8. 8 plus 2 is 10. Likewise 27 എന്ന് പറയുന്നത് 3 cube ആണ്. 3 cube plus 3 is 30. Likewise 4 cube is 64. 64 plus 4 is 68. Then 5 cube will give you 125 plus 5 is 130. Next is 6 cube. 6 cube is 216 plus 6 will give you 222. So the right answer is 222. Okay, I think that will be enough from number series. Number series നിന്നും നമ്മൾ ഡിസ്കസ് ചെയ്തത് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറെ ക്വസ്റ്റ്യൻസ്, അതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത 9 ക്വസ്റ്റ്യനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്പർ സീരീസുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പറയണം. Otherwise, we are moving on to the second topic for the day. There are 10 topics. First topic is done. Second topic is, let's move on. Second topic is letter series. Okay, letter series. Number series പറഞ്ഞതുപോലെ തന്നെ letter സീരീസും ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് നോർമലി വരാറ്. So let's do one thing. Let's do the first question. SCD TEF UGH dash WKL. So while doing number series problem, sorry, letter series problem,
ഒരു ആൽഫബറ്റ്സ് A to Z നിങ്ങൾ എഴുതി വെക്കുവാണെങ്കിൽ അതായിരിക്കും എപ്പോഴും ഈസി ആക്കും, നമ്മളുടെ വർക്കിംഗ് ഈസി ആക്കാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിരിക്കും. BIJ. ആൻസർ കിട്ടുന്നുണ്ട്. സോ റിലേഷൻ നോക്കാൻ വേണ്ടി ജസ്റ്റ് നോക്കുക റിലേഷൻ എവിടെയൊക്കെയാണ് വരുന്നതെന്ന്. CD is here, right? CDEF GH, next is IJ, right? IJ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ IJ വരുന്ന ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ, സെക്കൻഡ് ആൻഡ് തേർഡ് ലെറ്റേഴ്സ്. ആ ആൻസറിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓക്കെ, സോ STUVW. So answer is VIJ. Answer is VIJ. ക്ലിയർ ആണോ? തന്നിരിക്കുന്ന ഫിഗേഴ്സ് അത്രയും ഈസി ആയിരുന്നു, അത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. SDEF GH കണ്ടിന്യൂസ് പാറ്റേൺ ആണ്. ആ കണ്ടിന്യൂസ് പാറ്റേൺ വെച്ച് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ലെറ്റ്സ് മൂവ് ഓൺ ടു another one. Next one, letters along with the numbers. B2CD dash, again BCD4, B5CD, then BC6D. B, okay. Yeah. Okay, very good. So let's check. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് ആൽഫബറ്റ്സ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന ആൽഫബറ്റ്സിലെ പൊസിഷനിലോ അല്ലെങ്കിൽ ആൽഫബറ്റ്സിലോ യാതൊരു വേരിയേഷനും വരുന്നില്ല. എല്ലായിടത്തും BCD the same thing is repeated. സോ ചേഞ്ച് വന്നിരിക്കുന്നത് നമ്പേഴ്സിലും ആ നമ്പറിന്റെ പൊസിഷനിലുമാണ്. സോ നമ്പർ ഫസ്റ്റ് നിന്നിരുന്നത് സെക്കൻഡ് പൊസിഷനിലാണ്. ദെൻ സെക്കൻഡ് ഫിഗർ ആണ് കണ്ടുപിടിക്കേണ്ടത്. തേർഡ് എത്തിയപ്പോൾ അത് ഫോർത്ത് പൊസിഷനിലേക്ക് മാറി, അതായത് BCD. ഇവിടെ തേർഡ് പൊസിഷനിലായിരിക്കും നമ്പർ വരേണ്ടത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഏതാണെന്നാണ്. നമ്പർ ഏതാണെന്ന് നോക്കാൻ വേണ്ടി ഫസ്റ്റ് വൺ വാസ് 2, third one is 4, 5, 6. So missing thing is 3. So BC3D. That's your answer. ഇതൊക്കെ സിമ്പിൾ ലോജിക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡിഫിക്കൽട്ടി ലെവൽ 0 ആണ്. നെക്സ്റ്റ് വൺ, FAG GAF HAI IAH dash. Okay, JAI. Okay, fine. Okay, now I got the right answer. Yeah, answer is A. Very good, very good. A is the answer. എന്തുകൊണ്ടാ? FG, ആ FG തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. FG is became GF. ഓക്കെ, FG കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വന്ന് HI. HIയുടെയും പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു. IH ആയി മാറുന്നു. HI കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇസ് JK. സോ JK ആണ് വരേണ്ടത്. സെന്റർ ലെറ്ററിൽ യാതൊരു മാറ്റവുമില്ല, A തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. സോ FGHIJK. You got the answer. JAK. JAK ആണ് ആൻസർ. Fourth one, ELFA
ELFA, GLHA, ILJA dash MLNA. So what is the missing chain? എന്താണ് മിസ്സിംഗ്? എന്താണ് മിസ്സിംഗ് എന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എല്ലാ ഫിഗറിലും എല്ലാ ഫിഗറിലും ഒരേ രണ്ട് ഐറ്റം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലും എയും അതേ പൊസിഷനിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. സോ ഇവിടെയും അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. ഇൻ ബിറ്റ്വീൻ മിസ് ആയിട്ടുള്ള ഏതാണെന്ന് നോക്കിയാൽ മതി. EF, GH, IJ. So next one is KL. KLLA. That's your answer. ഇതെല്ലാം സിമ്പിൾ നമ്പർ സീരീസ്, സിമ്പിൾ ലെറ്റർ സീരീസ് ആണ്. കോംപ്ലിക്കേഷൻ ഒക്കെ വളരെ കുറവാണ്, നമ്മളോട് ചോദിക്കാറുണ്ട്. വരുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ഫിഫ്ത് വൺ, QAR, RAS, ST, SAT, TAU. What is next? UAV. Okay. So fast. പെട്ടെന്ന് ആയിക്കോട്ടെ, അതേ സ്പീഡ് വന്നോട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഇവിടുത്തെ റിലേഷൻ നോക്കുക. QR, R റിപ്പീറ്റ് ചെയ്യുന്നു, RS, then S റിപ്പീറ്റ് ചെയ്യുന്നു, ST, then U റിപ്പീറ്റ് ചെയ്യണം, U കഴിഞ്ഞു കഴിഞ്ഞാൽ V. So UAV is the answer. So we got that one too. Okay. Now let's check some previous questions. 2017 ചോദിച്ചിട്ടുള്ള previous question ആണ്. ABD. ഈ ക്വസ്റ്റ്യൻ ഒരു തവണയല്ല, UGC ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ ആണിത്. ഈ ക്വസ്റ്റ്യൻ തന്നെ 3 തവണ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ABD, DGK, HMS, MTB. What's next? Okay. Yeah, fine. ഇവിടെ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഡയറക്ട്ലി നമുക്കൊരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഇവിടെ നമുക്ക് ഡയറക്ട്ലി റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. സച്ച് സിറ്റുവേഷൻസ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ പാറ്റേൺ എന്ന് പറയുന്നത് ലൈക്ക് ദിസ്, ABD അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ ഓരോന്നും വെർട്ടിക്കലി അറേഞ്ച് ചെയ്യുക. നോർമലി റിലേഷൻ വരുന്നത് വെർട്ടിക്കൽ മാനറിൽ തന്നെയായിരിക്കും. സോ ABD, then DGK, HMS, then MTB. നമ്മളുടെ നമ്പേഴ്സും കൂടി ആൽഫബറ്റ്സും കൂടി ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവും. ഓക്കെ, ദെൻ കമ്പയർ ചെയ്യുക. ഇത്തരത്തിലുള്ള വേറെയും ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് ഇത്തരത്തിലൊന്ന് എഴുതി വെച്ചതിന് ശേഷം കമ്പയർ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും കാര്യങ്ങൾ. സോ A എന്ന് പറയുന്നത് D ആയിട്ട് മാറുന്നു. A D ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് A പ്ലസ് 3. സോ ഹിയർ പ്ലസ് 3. ദെൻ DH ആയി മാറുന്നു. DH ആയി മാറണമെങ്കിൽ പ്ലസ് 4, റൈറ്റ്? പ്ലസ് 4. HM ആയി മാറുന്നു. 1, 2, 3, 4, 5. Plus 5. Okay, so the next letter will be plus 6. M il ninnum plus 6. 1, 2, 3, 4, 5, 6. That is S. Okay, ഈ S ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞു. ബിക്കോസ് S സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, സോ നമ്മുടെ ആൻസർ 2 തന്നെയായിരിക്കും. അടുത്ത സെക്കൻഡ് ഫിഗേഴ്സ് തമ്മിലുള്ള, സെക്കൻഡ് ലെറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻ ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക. BG ആകുന്നു. ദാറ്റ് മീൻസ് BG ആകുന്നു. 1, 2, 3, 4, 5. 5 ആണ് ഇവിടെ ആഡ് ചെയ്തത്. GM ആകുന്നു.
1 2 3 4 5 6. സോ പാറ്റേൺ നമുക്ക് ഇവിടെ ക്ലിയർ ആണ്. 6 ഇവിടെ ആഡ് ചെയ്യുന്നു, ഇവിടെ 7 ആഡ് ചെയ്യുന്നു, നെക്സ്റ്റ് വിൽ ബി 8. ടിയുടെ ഒപ്പം 8 ആഡ് ചെയ്യുവാണെങ്കിൽ 1 2 3 4 5 6 7 8 that will be B. സോ രണ്ട് ഐറ്റംസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് കാൽക്കുലേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വി ഗോട്ട് ദി ആൻസർ. ഓക്കെ, ഈ പാറ്റേൺ ഒന്ന് ഓർത്തേക്കണം. ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. 2019 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. JAK KBL LCM MDN. what is next? ഈ പാറ്റേൺ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത എല്ലാ മോഡലും. മിസ്സിംഗ് ആയിട്ടുള്ള ഫിഗർ പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. So the answer is NEO, right? Okay. Central letters തമ്മിലുള്ള റിലേഷൻ നോക്കുക. A, B, C, D. Next is E. Then first and third J, K. Then K repeat ചെയ്യുന്നു. L, M, N. So next is N again, right? N കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരേണ്ടത് O ആണ്. So NEO is the NEO is the answer. One more. This is the last one. Letter series il ninnulla last question ആണ്. ഇതും ശരിയാക്കണം. I mean series is QPO NML KJI. Next. Yeah, very good. Okay. ഈ പാറ്റേൺ നോക്കുക. ഇതൊരു റിവേഴ്സ് ഓർഡർ മാത്രമാണ്. നമ്പർ സീരീസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, സോറി ആൽഫബറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഓർഡർ മനസ്സിലാവും പെട്ടെന്ന്. I J K L M N O P Q. സോ ഇതിന് മുമ്പുള്ള 3 ലെറ്റർ, ഐക്ക് മുമ്പുള്ള 3 ലെറ്റേഴ്സ് എന്ന് പറയുന്നത് റിവേഴ്സ് ഓർഡറിൽ എഴുതുക. That will be HGF. So the answer is HGF. Okay. So that's all from that's our discussion. That's it. Alphabetical series നമ്മൾ ഡിസ്കസ് ചെയ്തു, ലെറ്റർ സീരീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ദെൻ നമ്പർ സീരീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആണോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ? നോർമലി ഈ രണ്ട് ഏരിയാസും നമ്മളുടെ സ്വന്തമാണ്. എപ്പോഴും നമുക്ക് ആൻസറുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. റൈറ്റ് ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ 100% ചെയ്യുന്നത്. ഇനി അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് കുറച്ചും കൂടി കോംപ്ലക്സിറ്റി കൂടുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ. തേർഡ് ടോപ്പിക് 3 ഈസ് കോഡ്സ്. കോഡുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ചെയ്ത് പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കൂടുതലും ആ ഒരു അപ്രോച്ചാണ് നമുക്ക് നമ്പർ സീരീസ് മാത്തമാറ്റിക്കൽ റീസണിങ്ങിനകത്ത് എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഒരുപാട് തിയറി പഠിച്ചു വെക്കുന്നതിനേക്കാൾ നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അത് ചെയ്യുന്ന മോഡൽ മനസ്സിലാക്കുക. ആ മോഡൽ നമ്മളുടെ ഇന്റലക്ച്വൽ കേപ്പബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ അത്തരത്തിൽ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു 5 to 6 കോഡ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ക്വസ്റ്റ്യന് വേണ്ടി തന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഫസ്റ്റ് വൺ ഈസ് ഇഫ് നോട്ട് ഈസ് കോഡഡ് ആസ് OQWI, BOA is coded as CQD, then which of the following is coded as? So the code is given. കോഡാണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ കോഡ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ റിലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ട്രൈ ദിസ് വൺ. നമ്മൾ നേരത്തെ തന്നെ ആൽഫബറ്റ്സ് എല്ലാം എഴുതി വെക്കുകയാണെങ്കിൽ ഇവിടെയും അത് ഹെൽപ്ഫുൾ ആയിരിക്കും.
ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഒരു കോഡ് നോക്ക്. നോട്ട് ഈസ് കോഡഡ് ആസ് O Q W I. ഓക്കെ, ആൻസറുകൾ കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ, സോ ഈ കോഡിൽ നിന്നും നമുക്ക് റിലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. n എന്ന് പറയുന്നത് O ആയി മാറുന്നു, n എന്ന് പറയുന്നത് O ആയി മാറുന്നു. സോ ദാറ്റ് മീൻസ് +1. n is became O +1. ഓക്കെ, O എന്ന് പറയുന്നത് Q ആയി മാറുന്നു. O Q ആകണമെങ്കിൽ ഇവിടെ ചെയ്തിരിക്കുന്നത് +2 ആണ്. സോ O Q ആയപ്പോൾ +2. T W ആവുന്നു. T +3 is W. So +3. E I ആകുന്നു. E ഇവിടെയാണ്. 1 2 3 4. E +4 is I. ഓക്കെ, അതേ പാറ്റേൺ തന്നെയാണോ ഇവിടെയും വരുന്നതെന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അതായത് BOA P +1 that will be C, O +2 is Q, A +3 is D. So that is right. Okay, ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് NCWGM ഇത് നമുക്ക് തന്നിരിക്കുന്ന ആൻസർ ആണ്. സോ റിവേഴ്സ് ഓർഡറിൽ ഇതിൽ നിന്നും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒറിജിനൽ ഫിഗറിലേക്ക് എത്തും. ദാറ്റ് മീൻസ് -1, -2, -3, -4 and -5. ഓക്കെ, ചെയ്തിട്ട് ആൻസർ കിട്ടിയില്ലേ? ആൻസർ ഈസ് n-1 is m, n-1 is m, C-2 that is A, then W-3 is T, right? Yeah, this one is T. Okay, T. So G-4 is C. So that is match. Okay, answer is match. ഇത്തരത്തിലാണ് കോഡിംഗ് നമ്മൾ ചെയ്യേണ്ടത്. കോഡിംഗ് ചെയ്യുമ്പോൾ ആൽഫബറ്റ്സ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതനുസരിച്ച് അത്രയും നമുക്ക് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് വളരെ കുറയും. ഓക്കെ, കോഡിംഗിലായാലും ലെറ്റർ സീരീസിലായാലും alphabet play a vital role. Then let's move on. Second question. In a certain code language, office is written as NGGHDD. How denote written in that code language? Office is written as NGGHDD. A. ഓക്കെ, എല്ലാവർക്കും A തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഈസ് ബിറ്റ് കൺഫ്യൂസിങ്, റൈറ്റ്? നിങ്ങൾ ചെയ്ത അത്രയും സിമ്പിൾ അല്ല ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് അറ്റംപ്റ്റ് ചെയ്യാം. ഓഫീസ് കോഡ് ചെയ്തിരിക്കുന്നത് NGGHDD എന്നാണ്. ഓക്കെ, സോ ഈ കോഡിംഗ് വന്നിരിക്കുന്ന റിലേഷൻ നോക്കുകയാണെങ്കിൽ O-1 is N, F+1 is G, F+1 is G, I-1 is H, C+1 is D, E-1 is D. സോ ഇവിടെ പ്ലസ് ഓർ മൈനസ് വന്നിരിക്കുന്നതിനകത്ത് ഒരു പാറ്റേൺ ഉണ്ടോ? പ്ലസ് ആൻഡ് മൈനസ്, ആദ്യം മൈനസ് വരുന്നു, ദെൻ 2 പ്ലസ്, പിന്നീട് മൈനസ് വരുന്നു, പിന്നെ 1 പ്ലസ്, പിന്നീട് മൈനസ് വരുന്നു. ഓക്കെ, അതേ വേയിൽ ഇതും ചെയ്യുവാണെങ്കിൽ വാട്ട് ഈസ് സൈഡ് ഈസ് റൈറ്റ്, ഇത് കിട്ടും. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഇതേ പാറ്റേണിൽ, അതായത് -1 +1 +1 -1 +1 +1, ഈ ഒരു പാറ്റേണിൽ തന്നെ ചെയ്യുവാണെങ്കിൽ you'll get A.
പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ കുറച്ചും കൂടി ട്രിക്കി ആയിട്ടുള്ള ആസ്പെക്ട് ഉണ്ട്. അതായത് ഏതൊക്കെ ലെറ്റേഴ്സിനകത്താണ്, വെരി ഗുഡ് വെരി ഗുഡ്, ബി പറഞ്ഞ ആളുകൾ വെരി ഗുഡ്, ഏതൊക്കെ ലെറ്റേഴ്സിലാണ് -1 വന്നിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കി. -1 ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സ്, -1 ചെയ്തിരിക്കുന്നത് ആദ്യം ഓയിലാണ്, രണ്ടാമത് -1 ചെയ്തത് ഐ ആണ്, മൂന്നാമത് -1 ചെയ്തത് ഇയിലാണ്. ദാറ്റ് മീൻസ് വോവൽസിലാണ് -1 ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള നോർമൽ ലെറ്റേഴ്സിൽ +1 ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു ഏരിയ. സോ ഇവിടെ വാട്ട് യു സെഡ് ഈസ് റൈറ്റ്, നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ ശരിയാണ്. ഈവൻ ദോ ഈ ഒരു ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വവൽസിനകത്ത് -1ഉം റിമൈനിങ് ആയിട്ടുള്ള ബാക്കിയുള്ള ലെറ്റേഴ്സിൽ +1 ആണ്. സോ ആ പാറ്റേൺ ചെയ്യുവാണെങ്കിൽ ഡിനോട്ട് വവൽസ് എല്ലാം -1ഉം റിമൈനിങ് ആയിട്ടുള്ളതിൽ +1 ചെയ്യുക, വിൽ ബി ദിസ്. ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിന്റെ ആൻസർ ബി ആണ്. ഈ ഒരു പാറ്റേണും മനസ്സിലുണ്ടാകാൻ വേണ്ടിയാണ് ഈ പ്രോബ്ലം ചെയ്യിപ്പിച്ചത്. വവൽസും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. തേർഡ് വൺ. If Anand is coded as BPDRY, then Manoj will be coded as dash. പെട്ടെന്ന് പറഞ്ഞു, സിമ്പിൾ ആണ്. സോ ആനന്ദിന്റെ കോഡ് വന്നിരിക്കുന്നത് ബി. ഓക്കെ, സി ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, BP D, ഇവിടെ R ആൻഡ് Y. ഓക്കെ, ഈ റിലേഷൻ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. സി റൈറ്റ് ആൻസർ ആണ്. വെരി ഗുഡ്. സോ റിലേഷൻ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ A+1 is B, N+2 is P, right? N എവിടെയാ? N+2. Then likewise A+3 is D. So pattern അത് തന്നെയാണ്, +4 +5. അതേ പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് മനോജിനെ കോഡ് ചെയ്യുവാണെങ്കിൽ M+1 A+2 then N+3 O+4 J+5. That will give you C, right? Okay, answer is C. Okay, so let's check another one. In a certain code language, yield is written as YHBGX. Fort is written as POME. How is height written in that code language? ഒന്ന് പെട്ടെന്ന് അറ്റംപ്റ്റ് ചെയ്യുക, എല്ലാവരും ഇത് അറ്റംപ്റ്റ് ചെയ്യണം. വളരെ വളരെ റെലവെന്റ് ആണ്. ബിക്കോസ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഷോ യു ദിസ് വൺ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോവാലന്റ് ഈസ് കോഡഡ് ആസ് സംതിങ്, ദെൻ എലിഫന്റ് വിൽ ബി കോഡഡ് ആസ് ഡാഷ്. ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതേ മോഡലിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇത് ആ ഒരു മോഡലാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ട്രൈ ചെയ്യുക.
ഡയറക്റ്റ് റിലേഷൻസ് കിട്ടുന്നുണ്ടോ? സോ നമ്മളുടെ ലെറ്റേഴ്സുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻ ഒന്ന് നോക്കുക. ഏറ്റവും അടുത്തെന്ന് പറഞ്ഞാൽ വൈക്ക് റിലേഷൻ ആയിട്ട് വരുന്നത് ഇവിടെ y തന്നെയുണ്ട്. സോ സെയിം തിങ് ആണെങ്കിൽ 0 ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ഒരു റിലേഷൻ ആണോ വൈയും എക്സുമായിട്ടാണോ റിലേഷൻ എന്നുള്ളത് ചിന്തിക്കുക. അതേപോലെ ഐ ഈസ് ദെയർ, ഐയുടെ അടുത്താണ് ജി വരുന്നത്. ഓക്കെ, സെയിം വേയിൽ ഇ ഈസ് ദെയർ, ഇയുടെ അടുത്താണ് ബി വരുന്നത്. സോ ഒരു റിവേഴ്സ് ഓർഡർ ആണ് ഇവിടെ റിലേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. റിവേഴ്സ് ഓർഡറിലാണ്. സോ ദാറ്റ് റിവേഴ്സ് ഓർഡറിലായതുകൊണ്ട് വൈ എക്സ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? y x ആകണമെങ്കിൽ -1. ഓക്കെ, ദെൻ സെയിം പാറ്റേണിൽ i g ആകണമെങ്കിൽ -2, e b ആകണമെങ്കിൽ -3, ദെൻ l h ആകണമെങ്കിൽ -4 ആൻഡ് ദിസ് വൺ ഇസ് -5. ഓക്കെ, ഇതാണ് റിലേഷൻ. ഓപ്പോസിറ്റ് രീതിയിലാണ്, ഓപ്പോസിറ്റ് വേയിലാണ് ഇവിടെ റിലേഷൻ വന്നിട്ടുള്ളത്. പാറ്റേൺ ക്ലിയർ ആണോ? അതേ പാറ്റേൺ തന്നെ സെക്കൻഡ് വേർഡിലും അപ്ലൈ ചെയ്ത് നോക്കുക. സെക്കൻഡ് വേർഡ് എന്ന് പറയുന്നത് ഫോർട്ടും POME. ഓക്കെ, ഫോർട്ട് ഈസ് കോഡഡ് ആസ് POME. ഇവിടെയും റിലേഷൻ നോക്കുക. എഫും പിയുമായിട്ടാണോ ഡയറക്റ്റ് റിലേഷൻ വരിക എന്ന് ചിന്തിച്ചാൽ മതി. തൊട്ടടുത്ത് വരുന്ന അതിന്റെ ചുറ്റും വരുന്ന ഒരു ഫിഗർ എന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എഫിന്റെ അടുത്ത് വരുന്നത് ഇതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഒയുടെ അടുത്ത് വരുന്നത് എം ആണ്, ആറിന്റെ O, ദെൻ ഇത് തമ്മിലായിരിക്കും ഫൈനൽ റിലേഷൻ. സോ ദാറ്റ് ഫസ്റ്റ് എഫ് -1, -2, -3, then -4. ഇതേ പാറ്റേൺ ഉപയോഗിച്ച് ലാസ്റ്റ് ലെറ്ററിനെ കോഡ് ചെയ്താൽ മതി. ഹൈറ്റിനെ ഇതേ പാറ്റേണിൽ കോഡ് ചെയ്യുക, യു വിൽ ഗെറ്റ് ദി ആൻസർ. സെയിം പാറ്റേണിൽ ഹൈറ്റിനെ കോഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? D, right? This one. Height. First one is h. H -1 ചെയ്യുക. H -1. That will be G, right? Then E -2. That will be C. Then I -3. That is F. Likewise ഓരോന്നും ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ആൻസർ ആണ് NCCFCG. ഓക്കെ, ഇവിടെ റിലേഷൻസ്, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് റിലേഷൻ സ്കാറ്റേർഡ് ആകാം, ഒരേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്നില്ല. അതായത് ഫസ്റ്റ് ലെറ്ററിന് ലാസ്റ്റ് ലെറ്ററുമായിട്ട് റിലേഷൻ ആകാം, അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്ററിന് മിഡിൽ ലെറ്ററുമായിട്ട് റിലേഷൻ ആകാം. ആ റിലേഷൻ എവിടെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയാണ് നമ്മളുടെ ഫസ്റ്റ് ഡ്യൂട്ടി. ഇവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് ഫസ്റ്റ് ലെറ്ററിന് ലാസ്റ്റ് ലെറ്ററുമായിട്ടുള്ള റിലേഷൻ ആണ്. എലിഫന്റ് ആൻഡ് കോവാലന്റ് നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെറ്ററും മിഡിൽ ലെറ്ററുമായിട്ടുള്ള റിലേഷൻ ആയിരിക്കും നമ്മളോട് ക്രോസ് ചെക്ക് ചെയ്യുന്നത്. അത്തരത്തിൽ പല രീതിയിലും കോഡിംഗ് ആകാൻ പറ്റും, കോഡിംഗ് ചോദിക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു another one. Next, in a certain code language, prevent is written as this one, special is written as dash. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് ചെയ്യും. എന്താണ് ഇവിടെ റിലേഷൻ? പ്രിവെന്റ് നേരെ റിവേഴ്സ് ഓർഡറിൽ ആക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ടി ആദ്യം വരുന്നു, ടി, എൻ രണ്ടാമത് വരുന്നു, ഇ മൂന്നാമത് വരുന്നു. സോ ദാറ്റ് സെയിം തിങ് റിവേഴ്സ് ഓർഡറിലേക്ക് മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതേ വേ നോക്കുമ്പോൾ സ്പെഷ്യൽ എഴുതുമ്പോൾ LAICEPS. ഓക്കെ, ദാറ്റ്സ് യുവർ ആൻസർ. സിമ്പിൾ അല്ലേ? ഇത് വളരെ സിമ്പിൾ ഉള്ള പ്രോബ്ലം ആയിരുന്നു, വളരെ ഈസി പ്രോബ്ലം ആണ്. ലെറ്റ്സ് മൂവ് ഓൺ. പ്രീവിയസ് ക്വസ്റ്റ്യൻ 2019 ഈ ഒരു ഏരിയയിൽ നിന്നും വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എത്രയും സിമ്പിൾ ആകാമോ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണുന്നത്. റീസൺ ഈസ് കോഡഡ് ആസ് 5.
Government has 9. Then what is the code for accident? Reason 5 ആണെങ്കിൽ ഗവൺമെന്റ് 9 ആണെങ്കിൽ ആക്സിഡന്റ് കോഡ് എത്രയാണ്? സോ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ഇത്തരത്തിലുള്ള സിംഗിൾ ഫിഗേഴ്സ് ആണെങ്കിൽ കൗണ്ടിങ് ഇസ് ഇനഫ്. കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 6 ലെറ്റേഴ്സ് ഉണ്ട്, നമ്മൾ 5 എഴുതി, അതായത് 6 - 1 is 5. സെയിം വേയിൽ ഗവൺമെന്റിൽ 10 ലെറ്റേഴ്സ് ഉണ്ട്, 10ൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നു, 9 എഴുതി. സെയിം വേയിൽ ആക്സിഡന്റിൽ 8 ലെറ്റേഴ്സ് ഉണ്ട്, 8ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 7 ആകുന്നു. ഓക്കെ, 2019-ൽ അതേ രീതിയിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. ദിസ് വാസ് ഇൻ ജൂണിലെ സെക്കൻഡ് പേപ്പറിൽ ക്വസ്റ്റ്യൻ വന്നതാണ്. നോക്കുക. If driver is coded as 12, government 20, believed 60, bat. ഇതും പാറ്റേൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് നമ്പർ സീരീസ് ആണ്. ഇവിടെയുള്ള സെയിം റൈറ്റ് ആൻസർ 6 ആണ് ആൻസർ. സോ ഡ്രൈവറിനകത്ത് വരുന്നത് 6 ലെറ്റേഴ്സ് ആണ്, 6 into 2 is 12. ഗവൺമെന്റ് വരുന്നത് 10 ലെറ്റേഴ്സ് ആണ്, 10 into 2 will give you 20. Believed is 8, 8 into 2 is 16. Bat 3, 3 into 2 is 6. Our answer is 6. So, ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻസ് ഒന്ന് കയറിപ്പോയതാണ്. ഇൻ എ സർട്ടൻ കോഡ് covalent is coded as, ഞാൻ ആ ക്വസ്റ്റ്യൻ വായിക്കുന്നത് പോലെ എടുക്കുക. In a certain code, covalent is coded as BWPDUOFM. Then the code for elephant will be. നേരത്തെ പറഞ്ഞാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോഡിങ്ങിലെ ഒരു സൂപ്പർ സ്റ്റാർ ക്വസ്റ്റ്യൻ എന്ന് പറയാം. സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Let's do this one. Covalent, right? Code is covalent. BWPDUOFM. Okay. So ഇവിടെയുള്ള റിലേഷൻ നിങ്ങൾ ഡയറക്ട്ലി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. ഇവിടെ മേ ബി ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഡയറക്ട്ലി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല, ബിക്കോസ് റിലേഷൻ വരുന്നത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, ദാറ്റ്സ് വൈ ഐ സെഡ് നമുക്ക് ഫസ്റ്റ് ലെറ്ററിനുള്ള റിലേഷൻ എൻഡിലാകാം, മിഡിൽ ടേമിലാകാം, ഇൻ ബിറ്റ്വീൻ ആകാം. സോ ഏതാണ് ബെറ്റർ പാറ്റേൺ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ദാറ്റ്സ് അവർ ഫസ്റ്റ് ജോബ്. ഇവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ പാറ്റേൺ മനസ്സിലാവും. പാറ്റേൺ എന്ന് പറയുന്നത് സിയുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്നത് ബി ഉണ്ട്, -1 ആണ്. അതേ പാറ്റേൺ ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ C + 1 is D, right? അതേപോലെ O + 1 is P. Then V + 1 is W. A + 1 is B. Okay? So just add ചെയ്തിരിക്കുന്നു. റിവേഴ്സ് ഓർഡറിലാണെന്ന് മാത്രമേ ഉള്ളൂ. സെയിം ലെറ്ററിനെ പകുതി കൊണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അഡീഷൻ വന്നിട്ടുള്ളത്. സെയിം വേയിൽ ഇവിടെയും ക്രോസ് ചെക്ക് ചെയ്യുക. LMEFNOTU. സെയിം +1 ആണ് എല്ലാത്തിലും വന്നിരിക്കുന്നത്. അതേ വേയിൽ നമ്മൾ എലിഫന്റിനെയും റീഅറേഞ്ച് ചെയ്യുക. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ദെൻ E കഴിഞ്ഞു കഴിഞ്ഞാൽ വരേണ്ടത് F M F Q. Okay, QFMF. QFMF വന്നിട്ടുള്ള ഏതാന്ന് നോക്കിയാൽ പോരെ. So we got the answer. Okay. So നമ്മളിപ്പോൾ ചെയ്ത കോവാലന്റ് ടൈപ്പ് പ്രോബ്ലവും അതേപോലെ നമ്മൾ മുമ്പ് ചെയ്ത ദിസ് വൺ ഈൽഡ് ടൈപ്പ് പ്രോബ്ലവും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ തരത്തിലുള്ള കോഡിംഗ് പിന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് തിങ്ങേ അല്ല. കോഡിംഗ് വളരെ ഈസി ആയിരിക്കും ഈ രണ്ട് മെത്തേഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ യു മസ്റ്റ് ഡു ദിസ്. ഓക്കെ, അഗെയിൻ ആൻഡ് അഗെയിൻ ട്രൈ ചെയ്യണം. അതിനുവേണ്ടി ഐ ഇഗ്നോർ ടു ടെൽ യു
ആക്ച്വലി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 10 ഏരിയയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു മോക്ക് ടെസ്റ്റ് കൂടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു മെസ്സേജ് എനിക്ക് ഇട്ടാൽ മതി, ഞാൻ മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് അയച്ചു തരാം. ഓക്കെ, അത് അറ്റംപ്റ്റ് ചെയ്യണം. ഓരോ ഏരിയയിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് വീതം വരുന്ന മോക്ക് ടെസ്റ്റ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നാളെ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഇവന്തോ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ 1 ഈ ഒരു ഏരിയ ഈസി ആയിട്ട് മാറും. ഓക്കെ, so next one more question. If Varanasi is coded as WC UES GZQ, then what is the code for Kolkata? പെട്ടെന്ന് വാരണസി ഫോർത്ത്. എന്താ സംഭവിച്ചിരിക്കുന്നത്? +1 +2 +3 +4 +5 ആ റിലേഷൻ ആണ് വന്നിരിക്കുന്നത്. അതേ റിലേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. സോ ആൻസർ ഈസ് ഫോർത്ത് വൺ. ഞാനത് വീണ്ടും ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഇതേ മോഡൽ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ആ മോഡൽ നമ്മൾ പറഞ്ഞതാണ്. അഡീഷൻസ് വരുന്നത് ഓരോ ഇൻക്രീസ് വരുന്നു. അതേ പാറ്റേൺ ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ റിപ്പീറ്റ് ചെയ്യണോ? ഞാൻ കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? You will be able to do this, right? Okay, let's move on. So this is the last question. ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളുടെ മൂന്നാമത്തെ ഏരിയയിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. In a certain code, life is written as KMHJEGDF. How is word written in that code? So ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തില് നമ്മളുടെ കോഡിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ഒറിജിനൽ വേർഡിന്റെ നമ്പർ, ഇവിടെ നമ്പർ എത്രയാ? 4 ആണ്. 1 2 3 4. ഓക്കെ, കൗണ്ട് വരുന്നത് 4 ആണ്. ആൻഡ് കോഡിന്റെ കൗണ്ട് വരുന്നത് ഡിഫറെന്റ് ആണെങ്കിൽ അവിടെ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് എത്രമാത്രം ഡിഫറെന്റ് ആണെന്നാണ്. ഓക്കെ, ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 8 ആണ്. ദാറ്റ് മീൻസ് 4 × 2 is 8, റൈറ്റ്? സോ ഓരോ ഫിഗറിനും കറസ്പോണ്ടിങ് ആയിട്ട് 2 ലെറ്റേഴ്സ് ആണ് നമ്മളുടെ കോഡിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, സോ 2 ലെറ്റേഴ്സ് വരണമെങ്കിൽ എല്ലിന് പകരമായിട്ട് വന്നിരിക്കുന്ന കോഡ് കെ ആൻഡ് എം. സോ കെ എൽ എം, റൈറ്റ്? അതിൽ എല്ലിന് പകരമായിട്ട് കെ ആൻഡ് എം വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഐക്ക് പകരമായിട്ട് ഐക്ക് മുമ്പുള്ള ലെറ്റർ എച്ച് ആണ്, അതിനുശേഷമുള്ള ലെറ്റർ ജെ ആണ്. സോ എച്ച് ഐ ജെ, ആ ഐ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇ എഫ് ജി, ആ എഫ് ആണ് മൂന്നാമതായിട്ട് വന്നിരിക്കുന്നത്. ദെൻ ഇക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നത് ഡിയും എഫുമാണ്. ഓക്കെ, ഇതേ പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് വേഡ് എന്നുള്ള ലെറ്ററിനെ എഴുതാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. വേഡ്. സോ ഏതൊക്കെ ലെറ്റേഴ്സ് വരുമെന്ന് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. വേഡിന് മുമ്പ് വരുന്ന ലെറ്ററും അതിനുശേഷം വരുന്ന ലെറ്ററും ആ ഒരു പാറ്റേണിൽ സോൾവ് ചെയ്യുക. ഇവിടുത്തെ വേഡിന് മുമ്പ് ഡബ്ല്യുവിന് മുമ്പുള്ള ലെറ്റർ, ഡബ്ല്യുവിന് ശേഷമുള്ള ലെറ്റർ, ദെൻ ഒയ്ക്ക് മുമ്പ് ഒയ്ക്ക് ശേഷം, ദെൻ ആറിന് മുമ്പ് ആറിന് ശേഷം, അതേപോലെ തന്നെ ഡിക്ക് മുമ്പും ഡിക്ക് ശേഷവും. ഇതെല്ലാം കൂടി ഒരുമിച്ചാക്കുമ്പോൾ എന്ത് കിട്ടും? ഏതാ ആൻസർ? ദിസ് വൺ, റൈറ്റ്? ഡി ആണോ? VWX, right? Then NOP QRS and CDE. So answer is this one. Fourth one is the answer. Okay, so that's all. There is one more question. ഇതൊരു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക, സിമ്പിൾ ആണ്. ജസ്റ്റ് എ സി ആക്കി മാറ്റുന്നു, അങ്ങനെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് എഴുതിയാൽ തന്നെ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ഫോർത്ത് ടോപ്പിക്. ഇതുവരെ പറഞ്ഞ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതിയല്ലോ? എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ?
തിയറിറ്റിക്കലി ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് തിയറിയിലേക്ക് പോവാത്തത്. ഓക്കെ, തിയറി വരുന്ന പ്രോബ്ലത്തിൽ നമ്മൾ അതനുസരിച്ച് തന്നെ ഡിസ്കസ് ചെയ്യും. ദിസ് ഈസ് ക്ലിയർ, റൈറ്റ്? Okay, good. Relationship. നോർമലി നമ്മളുടെ UGC നെറ്റ് എക്സാമിന് ചോദിച്ചു കാണുന്ന റിലേഷൻഷിപ്പ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും പോയിന്റിങ് ടു സംവൺ, അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോർമലി നെക്സ്റ്റ് എക്സാമിന് നമ്മൾ കാണാറുള്ളത്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പോയിന്റിങ് ടു എ ബോയ്, സാറ സെഡ് his father's wife's brother is the only brother of my sister's father. How the boy is related to Sarah? Okay, സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയിട്ട് വായിക്കുക. അതിനകത്ത് എലിമിനേറ്റ് ചെയ്യാവുന്ന പോർഷൻസ് ഉണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, സോ എലിമിനേറ്റ് ചെയ്യാവുന്ന പോർഷൻസ് ഹിസ്, അതായത് ആ ബോയുടെ പോയിന്റ് ചിന്തിക്കുക. ബോയുടെ ഫാദറിന്റെ വൈഫ് എന്ന് പറഞ്ഞാൽ മദർ. ഓക്കെ, മദറിന്റെ ബ്രദർ. ഓക്കെ, ഈ ഒരു രീതിയിൽ പാറ്റേൺ കാണാൻ പറ്റുന്നില്ല അല്ലെ? ആ ഒരു വേയിൽ ഒരു ട്രീ ക്രിയേറ്റ് ചെയ്യുക. ആ ട്രീ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന് ട്രൈ ചെയ്യൂ ആദ്യം, അതിനുശേഷം നമുക്ക് ചെയ്യാം. ഓക്കെ, ബി എല്ലാവർക്കും കിട്ടിയോ? സിയും കിട്ടുന്നുണ്ടല്ലേ? സോ ലെറ്റ്സ് ചെക്ക്. ഓരോ പാർട്ടായിട്ട് നമുക്കൊന്ന് എടുത്തൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് നമുക്ക് ആ ബോയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ബോയുടെ ഫാദർ, റൈറ്റ്? ഫാദർ ആൻഡ് മദർ, ഫാദറും മദറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ആൻഡ് ഹിസ് ഫാദേഴ്സ് വൈഫിന്റെ ബ്രദർ, മദറിന്റെ ബ്രദർ ഈസ് ദി ഓൺലി ബ്രദർ ഓഫ് മൈ സിസ്റ്റേഴ്സ് ഫാദർ. is the only brother of my sister's father. അതായത് സാറയുടെ സിസ്റ്റർ, അതായത് സാറയുടെ ഫാദറിന്റെ, ഓക്കെ, സാറയുടെ ഫാദറിന്റെ ബ്രദറാണ്. ഓക്കെ, അതാണ് ഈ റിലേഷനിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇത് ഓരോ പോയിന്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, ഓരോ പോയിന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാം. ബോയുടെ ഫാദേഴ്സ് വൈഫ് എന്ന് പറഞ്ഞാൽ ബോയുടെ മദർ ആണ്. ദിസ് ഈസ് ദി ഫസ്റ്റ് പോയിന്റ്, റൈറ്റ്? ബോയുടെ ഫാദേഴ്സ് വൈഫ് എന്ന് പറഞ്ഞാൽ ബോയുടെ മദർ ആണെന്ന് നമുക്ക് മനസ്സിലായി. ദെൻ ഈ മദറിന്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ മെറ്റേണൽ അങ്കിൾ ആണ്. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, മെറ്റേണൽ അങ്കിൾ ആണ്. ദെൻ സാറ സിസ്റ്റേഴ്സ് ഫാദർ എന്ന് പറഞ്ഞാൽ സാറയുടെ ഫാദർ തന്നെയാണ്. ഓക്കെ, ബോയ്സ് മെറ്റേണൽ അങ്കിൾ ഈസ് ദി ഓൺലി ബ്രദർ ഓഫ് സാറാസ് ഫാദർ. ഇതല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്ന കൺക്ലൂഷൻ. നമ്മൾ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ ഇതാണ്. ഓക്കെ, ബോയ്സ് മെറ്റേണൽ അങ്കിൾ ഈസ് ദി ഓൺലി ബ്രദർ ഓഫ് സാറാസ് ഫാദർ. ബോയുടെ അങ്കിൾ എന്ന് പറയുന്നത് സാറയുടെ അച്ഛന്റെ ബ്രദർ ആണ്. ദെൻ ബോയ്സ് മെറ്റേണൽ അങ്കിൾ ഈസ് ദി പാറ്റേണൽ അങ്കിൾ ഓഫ് സാറ. അതായത് സാറയുടെ അച്ഛന്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ പാറ്റേണൽ അങ്കിൾ ആണ്, അച്ഛന്റെ ബ്രദർ. ഓക്കെ, സോ ബോയുടെ അമ്മയുടെ ആങ്ങള എന്ന് പറഞ്ഞാൽ സാറയുടെ അച്ഛന്റെ ബ്രദർ ആണ്. It's clearly stated that boy is the cousin brother of Sarah. Did you got it? If not, let me repeat.
Let's check it once again. So let's start from boy. നമുക്കിവിടെ ലെവൽസ് ആണ്. ഓരോ ജനറേഷൻ വൈസ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതായത് മുകളിലേക്കുള്ള ഇത്തരത്തിലുള്ള ഒരു മുകളിലേക്കുള്ള ലൈൻ എന്ന് പറയുന്നത് ഒരു ജനറേഷൻ ആണ് നോട്ട് ചെയ്യുന്നത്. സെയിം ടൈം ഇത്തരത്തിലുള്ള ലൈൻ ആണെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പും ദെൻ വൺ സൈഡ് ലൈൻ ആണെങ്കിൽ അത് ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പും കാണിക്കുന്നു എന്ന് ചിന്തിച്ചേക്കാം. ഇത്രയും മതി നമുക്ക്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. സോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് തന്നിരിക്കുന്നത് ഈ പറയുന്ന ബോയിയുടെ ഫാദേഴ്സ് വൈഫ്, അതായത് ബോയിയുടെ മദർ. സോ നെക്സ്റ്റ് ജനറേഷനായി മുകളിലേക്കായി ബോയിയുടെ മദർ, മദറിന്റെ ബ്രദർ, മദറുടെ ബ്രദർ എന്ന് പറഞ്ഞാൽ ഇത് അങ്കിൾ ആണ്, ബോയിയുടെ അങ്കിൾ ആണ്, റൈറ്റ്? ദെൻ ഈസ് ദി ഓൺലി ബ്രദർ ഓഫ് മൈ സിസ്റ്റേഴ്സ് ഫാദർ. അതായത് ഈ പറയുന്ന വ്യക്തി ആരാ? സാറയാണ് പറയുന്നത്. ആദ്യത്തെ പോയിന്റ് ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ഞാൻ ഇതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹിസ് ഫാദേഴ്സ് വൈഫ്. ഹിസ് ഫാദേഴ്സ് വൈഫ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ അമ്മ. ഓക്കെ, അമ്മയുടെ ബ്രദർ എന്ന് പറഞ്ഞാൽ അമ്മാവൻ, അങ്കിളായി. സോ ബോയിയുടെ അമ്മാവനാണ്, അങ്കിളാണ് ഈ പാർട്ടി. ഓക്കെ, ഈ അങ്കിൾ എന്ന് പറയുന്നത് മൈ എന്ന് പറയുന്നത് ഇവിടെ ആരാ പറയുന്നത്? സാറയാണ്. സാറയുടെ ഫാദറിന്റെ, സിസ്റ്റേഴ്സ് ഫാദർ എന്ന് പറഞ്ഞാൽ സ്വന്തം ഫാദർ തന്നെയാണല്ലോ, ഫാദറുടെ ഓൺലി ബ്രദർ ആണ്. ഓക്കെ, ഫാദറിന്റെ ബ്രദർ ആണ്. സോ ഈ സാറയുടെയും അതേപോലെ ബോയിയുടെയും നെക്സ്റ്റ് ജനറേഷൻ, അവരുടെ മുമ്പുള്ള ജനറേഷനിൽ 3 ഇൻഡിവിജ്വൽസിനെ നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഒന്ന് ഒരു ലേഡിയാണ്, ദെൻ രണ്ട് ബ്രദേഴ്സിനെയും നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, സോ ഇവര് 3 പേരും മുകളിലുള്ള ജനറേഷനും അവരുടെ തൊട്ട് താഴെ വരുന്ന ജനറേഷനാണ് ബോയും സാറയും. ദാറ്റ് മീൻസ് ബോയും സാറയും തമ്മിലുള്ള റിലേഷൻ കസിൻ എന്ന് പറയുന്ന റിലേഷനാണ്. ഓക്കെ, കസിൻ ബ്രദർ ആണ് സാറ. Is it clear? Okay, let me repeat the lines. Okay, ലൈൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ലൈൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നോക്ക്, ഞാനിവിടെ എഴുതുന്ന ലൈൻസ് ഒരു വെർട്ടിക്കൽ ലൈൻ, അത് ഡിനോട്ട് ചെയ്യുന്നത് ജനറേഷൻ ആണ്. വെർട്ടിക്കൽ ലൈൻ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ജനറേഷൻ ഷിഫ്റ്റ് ചെയ്തു എന്നാണ്. ലോവർ ലെവലിൽ നെക്സ്റ്റ് ജനറേഷൻ, അതിന് മുകളിലുള്ള ജനറേഷൻ. അതിനുവേണ്ടിയാണ് ഞാൻ വെർട്ടിക്കൽ ലൈൻ യൂസ് ചെയ്യുന്നത്. ദെൻ ഇത്തരത്തിൽ 2 എഡ്ജ് കൊടുക്കുന്ന ലൈൻ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ അതിനർത്ഥം ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഓക്കെ, ദെൻ 1 ആരോ ടൈപ്പ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിനർത്ഥം ബ്രദർ ഓർ സിസ്റ്റർ. ഡൺ. ഇവിടെ വരച്ചിരിക്കുന്നു നോക്കുക, ഈ ആരോ, ദാറ്റ് മീൻസ് ബ്രദർ ഓർ സിസ്റ്റർ. ഇതും ബ്രദർ ഓർ സിസ്റ്റർ. ദാറ്റ് മീൻസ് ഇവര് 3 പേരും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അവരുടെ മക്കൾ, അവരുടെ 2 ഇൻഡിവിജ്വൽസിന്റെ മക്കളാണ് ഈ പറയുന്ന ബോയി അതേപോലെ സാറി. സോ ബോയ് ഈസ് ദി കസിൻ ബ്രദർ ഓഫ് സാറ. I hope this one is clear, right? Okay, let's move on. Next one, അതേ പാറ്റേണിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. പോയിന്റിംഗ് ടു എ ബോയ് ഇൻ ദി ഫോട്ടോഗ്രാഫ് എ ഗേൾ സെഡ്. ആരാണ് പറയുന്നതെന്നും ആരെയാണ് പോയിന്റ് ചെയ്യുന്നതെന്നും ക്ലിയർ ആയിട്ട് ആദ്യം നോക്കിയേക്കുക. സോ ബോയിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്, ബോയിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗേൾ പറയുന്നത്. ഹിസ് ഫാദേഴ്സ് മദർ, ഈ ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഫാദേഴ്സ് മദർ എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളത് ഓർത്തേക്കുക. ഫാദേഴ്സ് മദർ ഈസ് ദി മദർ ഇൻ ലോ ഓഫ് മൈ ബ്രദേഴ്സ് മദർ. His father's mother is the mother-in-law of my brother's mother. പെട്ടെന്ന് പറയാമോ ആൻസർ എന്താണ്?
സ്റ്റാർട്ട് ചെയ്യുക ബോയിൽ, ബോയിയുടെ ഫാദർ, ഫാദറിന്റെ മദർ. ഓക്കെ, ഹിസ് ഫാദേഴ്സ് മദർ എത്തി. ഈസ് ദി മദർ ഇൻ ലോ, ഈസ് ദി മദർ ഇൻ ലോ. ഈ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് മദർ ഇൻ ലോ ആണ്. അതായത് ഇവിടെ ഒരു ലേഡി വരുന്നു, മദർ ഇൻ ലോ ഓഫ് മൈ ബ്രദേഴ്സ് മദർ. അതായത് ഈ ലേഡിയുടെ ബ്രദറിന്റെ മദർ, മദറിന്റെ മദർ ഇൻ ലോ ആണ് ഈ പറയുന്ന ഗ്രാൻഡ് പാരന്റ്. So did you got the answer? ഇവിടെ നിന്ന് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട പോയിന്റ്സ് ഒരു തവണ ശ്രദ്ധിച്ച് അതിനുശേഷം ആൻസറിലേക്ക് പോകാം. ഇവിടെ നിന്ന് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഗേൾസ് ബ്രദേഴ്സ് മദർ. ഗേൾസ് ബ്രദേഴ്സ് മദർ എന്ന് പറഞ്ഞാൽ ഗേളിന്റെ മദർ തന്നെയാണ്. ഓക്കെ, അതേപോലെ തന്നെ മദർ ഇൻ ലോ ഓഫ് ഗേൾസ് മദർ മീൻസ് ഗേളിന്റെ ഗ്രാൻഡ് മദർ ആണ് അല്ലെ. ഈ പറയുന്ന പെൺകുട്ടിയുടെ മദർ ഇൻ ലോ എന്ന്, പെൺകുട്ടിയുടെ അമ്മയുടെ മദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഗ്രാൻഡ് മദർ തന്നെയാണ്. അതേപോലെ തന്നെ മദർ ഓഫ് ഫാദർ, മദർ ഓഫ് ദി ഫാദർ ഓഫ് ദി ബോയ് ഇൻ ദി ഫോട്ടോഗ്രാഫ് ഈസ് ദി ഗ്രാൻഡ് മദർ. So the boy's grandmother is also girl's grandmother. ഇവർ രണ്ടുപേരുടെയും ഗ്രാൻഡ് മദർ ഒന്നാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ ഈ പറയുന്ന ക്ലൂ വെച്ച് ചെയ്തു പോയപ്പോൾ രണ്ടുപേരുടെയും ഗ്രാൻഡ് മദർ ഒന്നാണ്. രണ്ടുപേരുടെയും ഗ്രാൻഡ് മദർ ഒന്നാണെങ്കിൽ അതിനർത്ഥം ഈ പറയുന്ന ലേഡിയുടെ ബ്രദർ ആണ് ആ ബോയ്. ഓക്കെ, നമ്മൾ ഇപ്പോ നമ്മൾ വരച്ച ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ നമുക്കറിയാം ഒറ്റ ജനറേഷനിലാണ് ഇവർ രണ്ടുപേരും വന്നിട്ടുള്ളത്. സെയിം ജനറേഷൻ, സെയിം ലെവലിലാണ് വന്നിട്ടുള്ളതെങ്കിൽ ബ്രദർ, കസിൻ ബ്രദർ, സിസ്റ്റർ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് മാത്രമേ വരൂ. ഇവിടെ തന്നിരിക്കുന്ന ബാക്കി ഒരു റിലേഷൻ അപ്ലൈ ചെയ്യില്ലല്ലോ. സോ വി ഗോട്ട് ദി റൈറ്റ് ആൻസർ. ഇവിടെ തന്നിരിക്കുന്ന ബാക്കിയുള്ള റിലേഷൻസ് എല്ലാം ജനറേഷൻ ചേഞ്ച് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. മെറ്റേണൽ അങ്കിൾ ആയാലും ഗ്രാൻഡ് ഫാദർ ആയാലും പാറ്റേണൽ അങ്കിൾ ആയാലും ഇതെല്ലാം ജനറേഷൻ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. നമുക്കിവിടെ സെയിം ജനറേഷനിലുള്ള റിലേഷൻഷിപ്പ് തന്നെ വരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന വലിയ പോയിന്റ്സിലേക്ക് ഒന്നും പോകണ്ട. ഈ ഒരു അറേഞ്ച്മെന്റ് കൊണ്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ക്ലിയർ, റൈറ്റ്? Third one. Pointing to a lady, Pankaj said, her mother's only grandson is my son. Her mother's only grandson is my son. How the lady is related to Pankaj? Okay, let's do her mother's. എല്ലാവർക്കും ബി തന്നെയാണ് ആൻസർ. ഓക്കെ, സോ നമ്മളൊന്ന് ബിയിലേക്ക് പോകണമെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻ തന്നിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. നമുക്കിവിടെ തന്നിരിക്കുന്ന റിലേഷൻഷിപ്പിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഓൺലി ഗ്രാൻഡ് സൺ. ഓക്കെ, സോ നോക്കാം. ഹെർ മദർ പോയിന്റിങ് ടു എ ലേഡി, ഒരു ലേഡിയെ പോയിന്റ് ചെയ്തുകൊണ്ട് പങ്കജ് പറയാണ് ഹെർ മദേഴ്സ് ഗ്രാൻഡ് സൺ, ഈ ലേഡിയുടെ മദറിന്റെ ഗ്രാൻഡ് സൺ. ഈ ഗ്രാൻഡ് സൺ എന്ന് പറയുന്നത് ആരുടെ മകനാണ്? ഈസ് ഓൺലി ഗ്രാൻഡ് സൺ ഈസ് മൈ, അതായത് പങ്കജിന്റെ സൺ ആണ്. സോ ഇവർ രണ്ടുപേരും സെയിം ലെവലിലല്ലേ വരുന്നത്.
സെയിം ലെവൽ വരാൻ വേണ്ടി ഇവര് ബ്രദേഴ്സിന്റെ എന്തെങ്കിലും മെൻഷൻ നമുക്കുണ്ടോ? ബ്രദേഴ്സിന്റെ ഒരു മെൻഷനും ഇല്ല. ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിൽ ഒരു മെൻഷനും ഇല്ല. അതോടൊപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒറ്റ ഗ്രാൻഡ് സൺ ആണെന്ന് പറയുന്നു. സോ ദാറ്റ് മീൻസ് ഈ പറയുന്ന പാർട്ടി വൈഫാണ്. ഓക്കെ, let's move on. Next, introducing a girl. Ronit said he is the daughter. She is the daughter of my grandfather's only son. She is the daughter of my grandfather's only son. Okay, how the girl is related to Ronit? Okay, niece. Okay, so let's check. ഒരു ഗേളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് റോണിത്ത് പറയുകയാണ്. ഞാൻ ഇതിന്റെ എൻഡിൽ നിന്ന് പിന്നിലോട്ട് വരാം, സോ ദാറ്റ് കുറച്ചും കൂടി എളുപ്പമാകും. ഓക്കെ, മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി സൺ, അതാണ് നമ്മുടെ ആദ്യത്തെ ക്ലൂ. അതായത് റോണിത്ത് ഇവിടെ നിൽക്കുന്നു, റോണിത്തിന്റെ ഗ്രാൻഡ് ഫാദർ ഇവിടെയാണ് ഗ്രാൻഡ് ഫാദർ വരുന്നത്. ഓക്കെ, സോ റോണിത്തിന്റെ ഗ്രാൻഡ് ഫാദറിന് ഒറ്റ മകനേ ഉള്ളൂ. സോ ഇതാണ് റോണിത്തിന്റെ ഫാദർ. So she is the daughter of my grandfather's only son. She is the daughter of the daughter. അതായത് ഈ ഫാദറിന്റെ ഡോട്ടർ, അതായത് റോണിത്തിന്റെ സിസ്റ്റർ, റൈറ്റ്? സിസ്റ്ററിന്റെ ഓൺലി ഡോട്ടർ. ഓക്കെ, ഇതൊരു ഗേൾ ചൈൽഡ് ആണ്, ഗേൾ. സോ ഈ ഗേളും റോണിത്തും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവര് തമ്മിൽ ബ്രദർ ആൻഡ് സിസ്റ്റർ ആണ്. അതിന്റെ താഴത്തെ ജനറേഷനിലാണ് ഈ ഗേൾ വരുന്നത്. സോ ദാറ്റ് മീൻസ് റോണിത്ത് ഗേളുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോണിത്തിന്റെ നീസ് ആണ് ഈ ഗേൾ. ഓക്കെ, നമ്മൾ വരയ്ക്കേണ്ടത് ജനറേഷൻസ് ഡിവൈഡ് ചെയ്ത് വരയ്ക്കുക, സോ ദാറ്റ് ആൻസർ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ? ഉണ്ടെങ്കിൽ പറയണം. Okay. Next, pointing towards a lady in the photograph, a girl says, Vinita's grandmother is the mother-in-law of the lady. Vinita's grandmother is the mother-in-law of the lady. How is the lady in the photograph related to Vinita? ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ. Vinita's grandmother is the mother-in-law of that lady. Question വായിക്കൂ. Okay. How is the lady related to Vinita? Okay. Confusion എപ്പോഴും ഉണ്ടല്ലേ? So let's check. നമ്മളോടുള്ള ചോദ്യം, pointing towards a lady in the photograph, girl says, ഒരു ലേഡിയെ പോയിന്റ് ചെയ്തുകൊണ്ടാണ് ഒരു ഗേൾ പറയുന്നു. ഓക്കെ, വിനിതയെ നമുക്ക് ആദ്യം ചെയ്യാം. വിനിതയുടെ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ രണ്ട് ലെവൽ.
Okay, ഇതാണ് ഗ്രാൻഡ് മദർ. സോ ഇൻ ബിറ്റ്വീൻ ഇവിടെ വിനിതയുടെ മദർ വരും. Vinida's grandmother is the mother-in-law of this lady. Vinida's grandmother is the mother-in-law. So വിനിതയുടെ ഫാദറിന്റെ വൈഫ്, ഫാദറിന്റെ മദർ. സോ ഈ പറയുന്ന മദർ എന്ന് പറയുന്നത് മദർ-ഇൻ-ലോ ആകാം. മദർ-ഇൻ-ലോ ഓഫ് ദി ലേഡി റിലേറ്റഡ് ഇൻ ദി mother-in-law of the lady എന്ന് മാത്രമേ പറയുന്നുള്ളൂ. Okay, so that how the lady in the photograph related to Vinida. ഇവിടെ റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആരൊക്കെ തമ്മിലാ? വിനിതയും ലേഡി ഇൻ ദി ഫോട്ടോഗ്രാഫ്, റൈറ്റ്? ലേഡി ഇൻ ദി ഫോട്ടോഗ്രാഫ് ആരാ? ലേഡി ഇൻ ദി ഫോട്ടോഗ്രാഫ് ഈ ലേഡി അല്ലേ? ഇതാണ് വിനിത ആൻഡ് ലേഡി. സോ ലേഡി ഇൻ ദി ഫോട്ടോഗ്രാഫും വിനിതയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇത് രണ്ട് റിലേഷൻ ആകാം. ഓക്കെ, ഇറ്റ് മേ ബി ആൻഡ് ഓർ മദർ. ആൻഡ് ആണ് ബെറ്റർ, മദർ എന്നും ആകാം. രണ്ട് റിലേഷൻ അതിനകത്ത് വരും. ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോൾ അത് ഡയറക്റ്റ്ലി ആകാം, അല്ലാതെ നേരെ തിരിഞ്ഞു ആകാം. സോ രണ്ടും റൈറ്റ് ആൻസർ ആണ്. മദർ എന്നായാലും ആൻഡ് എന്നായാലും ശരി ഉത്തരമായിട്ട് വരും. So let's move on to the next one. Previous question 2018 ചോദിച്ച ബ്ലഡ് റിലേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Introducing Rakesh to her husband, a woman said, her brother's father is the only son of my grandfather. Her brother's father is the only son of my grandfather. So how the woman is related to Rakesh? Relationship നോക്കുക. രാകേഷിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹിസ് ആണ് കേട്ടോ, ഹെർ എന്നാണ് ഞാൻ പറഞ്ഞത്. ഹിസ്. ഓക്കെ, രാകേഷിന്റെ ബ്രദറിന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ രാകേഷിന്റെ ഫാദർ is the only son, ഒറ്റ son ആണ്, the only son of my grandfather. രാകേഷിന്റെ father is the only son of my grandfather. So രാകേഷും ലേഡിയും സെയിം ലെവലിലാണ് വരുന്നത്. ലേഡിയുടെ ഗ്രാൻഡ്ഫാദറിന്റെ മകൻ. സോ ലേഡിയുടെ ഫാദർ ഒറ്റ മകനേ ഉള്ളൂ. ദാറ്റ് മീൻസ് രാകേഷ് ആൻഡ് ലേഡി ആർ brothers and sisters. Sorry, brother and sister. So answer is sister. Okay, same way you are expected to do this one. Ajay is the friend of Rakesh. Pointing to an old man, Ajay asked Rakesh, who is he? Rakesh said, his son is my son's uncle. His son is my son's uncle. So our old man എങ്ങനെയാണ് രാകേഷുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? Okay, father. So old man പോയിന്റ് ചെയ്തിട്ട് പറഞ്ഞതാണ്. Pointing to an old man, Rakesh said, his son, ഈ old manന്റെ മകൻ, son, is my son's uncle. എൻ്റെ ഈ സൺ എന്ന് പറയുന്നത് എൻ്റെ സണ്ണിന്റെ, അതായത് രാകേഷിന്റെ സണ്ണിന്റെ അങ്കിൾ ആണ്. ദാറ്റ് മീൻസ് അങ്കിൾ ആകണമെങ്കിൽ ഇവിടെ രാകേഷിന്റെ വൈഫ് വരുന്നുണ്ട് അല്ലെ. രാകേഷിന്റെ വൈഫിന്റെ ബ്രദർ ആണ് ഓൾഡ് മാൻ. എന്നാൽ കൂടി that is not relevant, right?
പാറ്റേണൽ അങ്കിളും മെറ്റേണൽ അങ്കിളും ആകാം, പാറ്റേണൽ അങ്കിൾ ആകാം. സോ രാകേഷിന്റെ ബ്രദർ എന്നുള്ള രീതിയിൽ തന്നെ എടുക്കാം. രാകേഷിന്റെ ബ്രദർ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡിവിജ്വൽ എങ്കിൽ സോ രാകേഷിന്റെ ഫാദർ ആണ് ഓൾഡ് മാൻ. ഓക്കെ, നമ്മൾ ആ നെക്സ്റ്റ് ലെവലിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഈ പ്രോബ്ലത്തിൽ. നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഫാദർ ഇൻ ലോ എന്ന് പറയുന്ന ഒരു ആൻസർ കൂടി വരും. നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോകണ്ട, ഡയറക്ട്ലി നമുക്ക് ഫാദറിൽ നിർത്താം. എന്തുകൊണ്ടാ? നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഹിസ് സൺ, ആ പറയുന്ന ഓൾഡ് മാന്റെ മകൻ. മകൻ എന്ന് പറയുന്നത് എന്റെ മകന്റെ അങ്കിൾ ആണ്, എന്റെ മകന്റെ അങ്കിൾ. മകന്റെ അങ്കിൾ എന്ന് പറഞ്ഞാൽ അത് ഭാര്യയുടെ ബ്രദർ ആകാം, അതേപോലെ തന്നെ സ്വന്തം ബ്രദറും ആകാം. പാറ്റേണലും മാറ്റേണലും ഉണ്ട്. സോ നമുക്ക് സ്വന്തം ബ്രദർ എന്നുള്ള രീതിയിൽ എടുക്കുവാണെങ്കിൽ അത് ഫാദർ ആണ്. ഭാര്യയുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ എടുക്കുവാണെങ്കിൽ അത് ഫാദർ ഇൻ ലോ ആണ്. സോ അത് രണ്ടും നമ്മളോട് പറയാത്ത രീതിയിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പിലേക്ക് തന്നെ പോവാം, ഫാദർ എന്നുള്ള റിലേഷൻഷിപ്പ് തന്നെ പോവാം, നോ ഇഷ്യൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫ്രം ബ്ലഡ് റിലേഷൻ. ഇതിൽ നിന്നും 5 ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് തരുന്ന മോക്ക് ടെസ്റ്റിലുണ്ട്, അത് അറ്റംപ്റ്റ് ചെയ്യണം. ദെൻ വിൽ ടേക്ക് 5 minutes ബ്രേക്ക് നൗ, റൈറ്റ്? ഒരു 5 മിനിറ്റ് ബ്രേക്ക്, 5ാമത്തെ ടോപ്പിക്കിലേക്ക് അതിനുശേഷം കിടക്കാം. ഓക്കെ, ഐ എം ബാക്ക്. സോ നമ്മുടെ മാരത്തോൺ സെഷൻ കണ്ടിന്യൂ ചെയ്യാണ്. 4 മേജർ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബ്ലഡ് റിലേഷൻ വരെയുള്ള ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതെങ്കിലും ഏരിയയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിലവിൽ? ആൻഡ് ഈ ഡിസ്കഷനകത്തൊന്നതിന്റെ PPT ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു MCQ കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ഫ്രീ ടു ആസ്ക്. ഏത് ടൈമിലായാലും ഞങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്, അസിസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. സോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. ലെറ്റ്സ് മൂവ് ഓൺ. ആർ യു റെഡി? 5ാമത്തെ ടോപ്പിക്കിലേക്ക് പോകാൻ തയ്യാറാണോ എല്ലാവരും? 5ാമത്തെ ടോപ്പിക് ഫ്രാക്ഷൻ. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. എനർജി നിലനിൽക്കട്ടെ. എനർജി വേണം ഇനി അങ്ങോട്ടേക്ക്. നമുക്ക് ഏതായാലും ഇനിയൊരു 2 മണിക്കൂർ ടൈം കൂടി കിടപ്പുണ്ട്. മേ ബി ലിറ്റിൽ മോർ ദാൻ ദാറ്റ്. We'll complete the entire paper 1 syllabus today itself. Fraction. So basic concept. ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ബേസിക് കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നമ്പറിനെ അതിനെ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രാക്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഒരു ബേസിക് തിങ് ദാറ്റ് വി നീഡ് ടു നോ ഇസ് ദാറ്റ് എ ഫ്രാക്ഷൻ വിൽ നോട്ട് ബി ഈക്വൽ ടു 0. ഓക്കെ, ഫ്രാക്ഷൻ ഒരിക്കലും ഈക്വൽ ടു 0 ആവില്ല. ദെൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ കൺസെപ്റ്റ് അറിയാമല്ലോ. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഇപ്പോ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 1 ആണ്, ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 4 ആണ്. 1/4 എടുക്കുകയാണെങ്കിൽ. സോ ദിസ് ആർ ദി ബേസിക് കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബിഫോർ സ്റ്റാർട്ടിങ് ദി ഡിസ്കഷൻ. ആൻഡ് ഫ്രാക്ഷൻസും അതേപോലെ പെർസെൻറ്റേജും നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. ഫ്രാക്ഷൻസും പെർസെൻറ്റേജും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ചെയ്യുമ്പോഴാണ്. ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ എത്തുമ്പോൾ പെർസെൻറ്റേജിന്റെ റേഷ്യൂസിന്റെ ഉപയോഗം നമുക്ക് വളരെ അധികമാണ്. അത്രയും ഈസി ആക്കി മാറ്റും ഡേറ്റ ഇന്റർപ്രിറ്റേഷനെ. സോ ആ ഒരു രീതിയിൽ വേണം ഈ ഒരു സെഷൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. വിൽ ബി ഡിസ്കസിങ് സം ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ഏരിയ. ആൻഡ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് Raman solved 2/7 part of an exercise while Shelley solved 4/5 of it. Who solved less? അതായത് ഈ പറയുന്ന 2 ഫിഗർ ഇപ്പൊ UGC നെറ്റ് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് ചെറുതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇതിൽ ഏതാണ് ചെറുതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന 2/7 ഡിവൈഡ് ചെയ്ത് പോയിന്റിലേക്ക് മാറ്റിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡിനോമിനേറ്റർ കോമൺ ആക്കുക. ഡിനോമിനേറ്റർ കോമൺ ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ LCM കണ്ടുപിടിക്കില്ലേ, അതേ വേ LCM കണ്ടുപിടിക്കുന്ന രീതിയിൽ തന്നെ. അതായത് 7 and 5 ആണ്. 7ന്റെയും 5ന്റെയും കോമൺ ഡിനോമിനേറ്റർ ആക്കണമെങ്കിൽ 35 നമുക്ക് കിട്ടും. 35 ആകണമെങ്കിൽ 735 ആകണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 735 ആകണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അതുകൊണ്ട് നമ്മൾ നോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 735 ആകണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 5 കൊണ്ടാണ്. ആ 5 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യാം. That will be 10, right? Then 4
by 5. So 535 ആകണമെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട എത്ര കൊണ്ടാണെന്ന് നോക്കുക. മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 7 കൊണ്ടാണ്. ആ 7 കൊണ്ട് 4നെ മൾട്ടിപ്ലൈ ചെയ്യാം. So 7 into 4 will be 28. So നമുക്ക് രണ്ട് ഫിഗേഴ്സ് കിട്ടുന്നുണ്ട്. ഒന്ന് 10/35. ഫസ്റ്റ് കേസിൽ രാമൻ സോൾവ് ചെയ്തത് 10/35 ആണ്. രണ്ടാമത്തെ കേസിൽ ഷെല്ലി സോൾവ് ചെയ്തത് 28/35 ആണ്. ഓക്കെ, സോ വിച്ച് ഈസ് മോർ? തന്നിരിക്കുന്നതിൽ ഏതാണ് കൂടുതൽ നോക്കിയാൽ മതി. ഏതാണ് വലുതെന്ന് നോക്കണമെങ്കിൽ നമുക്ക് ഡയറക്ട്ലി കണ്ടുപിടിക്കാം. തന്നിരിക്കുന്നതിൽ വലുതെന്ന് പറയുന്നത് 10 പാർട്സ് 28 പാർട്സ്. 35ന്റെ 10 പാർട്സും 35ന്റെ 28 പാർട്സും ആണുള്ളത്. 35ന്റെ 28 പാർട്സ് ആണ് കൂടുതൽ, 10 പാർട്സ് കുറവാണ്. ഓക്കെ, ലൈക്ക് ദിസ്. ഒരു ഐറ്റത്തെ, അതായത് ഒരു ഫുൾ പാർട്ടിനെ നമ്മൾ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളോട് പറയുകയാണ് which one is bigger? Is it 3/4 or 1/4? Same thing. 3/4 ആണോ 1/4 ആണോ വലുത്? 3/4 is bigger. So നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? Who solved less എന്നാണ്. ഇത് ലെസ് സോൾവ് ചെയ്തിരിക്കുന്ന ആരാ? ഫസ്റ്റ് വൺ. രണ്ടാമത്തെ ആൾ കൂടുതൽ സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ലെസ് സോൾവ് ചെയ്തിരിക്കുന്നത് രമൻ ആണ്. മനസ്സിലായോ? ഒരു തവണ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടി. ജസ്റ്റ് ഒന്ന് കേൾക്കുക. നമ്മളുടെ റേഷ്യോ ക്വസ്റ്റ്യൻസിൽ, റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഈ ഒരു വേയിലാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് റേഷ്യോസ് ഉണ്ടാവും. ഇതിൽ ഏതാണ് ലെസ് അല്ലെങ്കിൽ ഏതാണ് ഹയസ്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ മാത്രമാണ് നമ്മൾ ഈ പ്രോബ്ലം യൂസ് ചെയ്യുന്നത്. അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് 2/7 ചെയ്തിട്ട് 2/7 ചെയ്തിട്ട് പോയിന്റ് ഏതാണെന്ന് നോക്കാം. പോയിന്റിലുള്ള ഫിഗർ ആകുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നെക്സ്റ്റ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടിന്റെയും LCM എടുത്തിട്ട് അതിലേക്ക് കോമൺ ഡിനോമിനേറ്റർ ആക്കി മാറ്റുക. ഇവിടെ കോമൺ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് 2/7 4/5 ആണ്. സോ 7 and 5ന്റെ LCM എന്ന് പറയുമ്പോൾ 35ലേക്ക് നമ്മൾ മാറ്റുന്നു. രണ്ട് ഐറ്റവും 35ലേക്ക് മാറ്റുന്നു. സോ ദാറ്റ് LCM കണ്ടുപിടിക്കാൻ വേണ്ടി അറിയില്ലെങ്കിൽ ശ്രദ്ധിക്കുക, LCM കണ്ടുപിടിക്കേണ്ടത് 7 35 ആകാൻ വേണ്ടി എത്ര കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് നോക്കുക. 7 35 ആകാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 5 കൊണ്ടാണ്. ആ 5 കൊണ്ട് നമ്മൾ നോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക, 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് വിൽ ബി 10, റൈറ്റ്? 5 into 2 10. സോ രമൻ സോൾവ് ചെയ്തത് 10/35 ആണ്. അതേപോലെ തന്നെ ഷെല്ലിയുടെ പോർഷൻ എടുക്കുക. ഷെല്ലിയുടെ പോർഷൻ എടുക്കുമ്പോൾ ഇവിടെ 4/5 ആണ്. സോ ദാറ്റ് 5 35 ആക്കണം. 5 35 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 7 കൊണ്ട് 4നെ മൾട്ടിപ്ലൈ ചെയ്യുക. 7 കൊണ്ട് 4നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28 കിട്ടി. ഓക്കെ, സോ രമൻ സോൾവ് ചെയ്തത് 10/35ഉം ഷെൽവി സോൾവ് ചെയ്തത് 28/35 ആണ്. സോ 10 ആണോ 28 ആണോ വലുത് എന്ന് നോക്കിയാൽ മതി. സോ ചെറുത് ആണ് നമുക്ക് വേണ്ടത്. ഇതിനകത്ത് ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് രമൻ സോൾവ് ചെയ്തതാണ്. സോ ദി ആൻസർ ഈസ് രമൻ. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ഈ ഏരിയയിൽ നിന്ന് വരാറ്. Another one, second one. Sarah purchased 3.5 kg of apple and 4 and 3/4 kg of orange. What is the total weight of fruits purchased by her? So 3, half and 4, 3/4. ഇതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി തമ്മിൽ ആഡ് ചെയ്താൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. ആഡ് ചെയ്യുക, എത്രയാന്ന് പറയും? എങ്ങനെ ആഡ് ചെയ്യും? സിമ്പിൾ ബേസിക് ലെവൽ അഡീഷൻ ആണ്. ആഡ് ചെയ്യാൻ വേണ്ടി 3.5 പ്ലസ് 4 3/4 ഇത് തമ്മിൽ ആഡ് ചെയ്യുകയാണ്. ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 2 into 3 ചെയ്യുക. 2 into 3 is 6. 6 plus 1 is 7. 7 divided by 2. അതേ വേയിൽ തന്നെ 4 into 4 is 16. 16 plus 3 is 19. 19 divided by 4. Okay. Then അതിനുശേഷം അഡീഷൻ ആണ്. LCM കണ്ടുപിടിച്ചാൽ മതി. LCM കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇതിന്റെ LCM 4 and 2 ആണ്. 4 ആണ് കോമൺ ഫിഗർ. Then
4 കോമൺ ആവുമ്പോൾ 2വിനെ 4 ആക്കാൻ വേണ്ടി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നോക്കുക. ആ സെയിം ഫിഗർ കൊണ്ട് 7നെ മൾട്ടിപ്ലൈ ചെയ്യുക 2 കൊണ്ട്. ദാറ്റ് വിൽ ബി 14 പ്ലസ് 19. Okay, 14 plus 19, that is 14 plus 19 ചെയ്യുമ്പോൾ you get 33 divided by 4. That's your answer. 33 divided by 4. Okay, ഇതിലൊന്നും കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയൂ. റിപ്പീറ്റ് ചെയ്യേണ്ട കേസുകൾ ഉണ്ടോ ഇതിനകത്ത്? റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞോളൂ, റിപ്പീറ്റ് ചെയ്യാം. നോ ഇഷ്യൂസ്. ഓക്കെ, ഫൈൻ. Okay, let's check another one. Practice question 3. Question is, Rachel ate 3 by 5 part of an apple and the remaining apple was eaten by her brother Shaila, who had eaten the large share and how much? And by how much? അതായത് ഇതിൽ ആരാണ് കൂടുതൽ കഴിച്ചത്, ഏതാണ് എത്രമാത്രം കൂടുതൽ കഴിച്ചു എന്നുള്ളതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ആൻഡ് ഇതൊരു ടു മച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. റേച്ചലിന്റെ പാർട്ട് എന്ന് പറയുന്നത് 3/5 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി റിമൈൻഡർ എത്രയുണ്ട്? 5 പാർട്ടിൽ 3 എണ്ണം പോയി, ബാക്കിയുള്ളത് 5 പാർട്ടിൽ 2 എണ്ണമാണ്. ഓക്കെ, ഷൈല കഴിച്ചത് 2/5 ആണ്, റേച്ചൽ കഴിച്ചത് 3/5 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3/5 minus 2/5, that will be 1/5. Okay, okay അല്ലേ? ഓക്കെ അല്ല? ഓക്കെ, ചെക്ക് ചെയ്യാം. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റേച്ചലിന്റെ പാർട്ട് എത്രയാ? 3/5. സോ റേച്ചൽ കഴിച്ച ആപ്പിൾ, ഒരു ആപ്പിളിന്റെ 3/5 ആണ്. ടോട്ടൽ 5 പാർട്സ് ഉള്ളതിൽ 3 പാർട്ട് റേച്ചൽ കഴിച്ചു. സോ ബാക്കി എത്രയുണ്ട്? ടോട്ടൽ 5 പാർട്ട് ഉണ്ടായിരുന്നു, അതിൽ 3 എണ്ണം റേച്ചൽ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഷൈലയ്ക്ക് കിട്ടാവുന്നത് എത്രയാ? 3 എണ്ണം കഴിച്ചു, 5 എണ്ണം ഉണ്ടായിരുന്നു, 2 എണ്ണം ബാക്കിയുണ്ട്. സോ 2/5 ആണ് റിമൈനിങ്. ഓക്കെ, ആ 2/5 ആണ് ഷൈല കഴിച്ചത്. സോ നമ്മളോട് ചോദ്യം എന്താ? എത്രമാത്രം ലാർജർ ഷെയർ ആർക്കാണ് കിട്ടിയത്? ലാർജർ ഷെയർ കിട്ടിയത് ആർക്കാ ഇതിനകത്ത്? ലാർജർ 3/5 ആണ് ലാർജർ, അത് കിട്ടിയിട്ടുള്ളത് ആറിനാണ്, അതായത് റേച്ചലിനാണ്. ആൻഡ് എത്രമാത്രം, ഹൗ മച്ച്, എത്രമാത്രമാണ് കൂടുതലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഡിഫറൻസ് എടുത്താൽ മതി. ഓക്കെ, ലാർജർ ഷെയർ കണ്ടുപിടിക്കാൻ വേണ്ടി 3/5 നിന്നും 2/5 ഡിഡക്ട് ചെയ്യുക. 3/5 നിന്നും 2/5 പോയി കഴിഞ്ഞാൽ 1/5, ദാറ്റ് ഈസ് ദി ഷെയർ. അഡീഷണൽ ഷെയർ കിട്ടിയത് 1/5 ആണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. Fourth one. Sam wants to put a picture in a frame. The picture is 7 3/5 centimeter wide. To fit in the frame, the picture cannot be more than 7 3/10 centimeter wide. How much the picture should be trimmed? അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു പിക്ചർ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ആ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സൈസ് എന്ന് പറയുന്നത് 7 3/5 ആണ്. ഓക്കെ, പിക്ചറിന്റെ സൈസ് എന്ന് പറയുന്നത് 7 3/5 ആണ്. പക്ഷേ നമുക്ക് ഭിത്തിയിൽ വയ്ക്കാവുന്ന പോർഷൻ എന്ന് പറയുന്നത് 7 3/10 വരെ മാത്രമാണ്. ഓക്കെ, അതിൽ കൂടുതലുണ്ടെങ്കിൽ വയ്ക്കാൻ സാധിക്കില്ല. ദാറ്റ് മീൻസ് 7 3/5 മൈനസ് 7 3/10 എത്രയാണെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഓക്കെ, കണ്ടുപിടിക്കാമോ? എങ്ങനെ കണ്ടുപിടിക്കണം? ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിനെ സിമ്പിൾ ഫ്രാക്ഷൻസ് ആക്കി മാറ്റുക. സോ ദാറ്റ് 5 into 7 is 35. 35 plus 3 is 38. 38 divided by 5. Okay, 38 divided by 5 minus
10 into 7, 70. 70 plus 3, 73 divided by 10. So, ഇതിൽ common എന്ന് പറയുന്നത് 10 ആണ്. 10 ലേക്ക് convert ചെയ്യാം. So, 5 10 ആണെങ്കിൽ 2 കൊണ്ട് multiply ചെയ്യണം. അതേ 2 കൊണ്ട് 38 നെ multiply ചെയ്യാം. So, you will get 76. 76 minus 73. That will be 3 by 10. ഇത്രയുമാണ് കൂടുതലുള്ളത്. ഇത്രയും കുറയ്ക്കണം. എത്ര ട്രിം ചെയ്യണമെന്ന് വെച്ച് ഇത്രയും കുറച്ചാലേ നമുക്ക് ആ ഫോട്ടോയെ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. സോ ആൻസർ ഈസ് 3 by 10. Okay. Let's check one more. A car runs 16 kilometers using 1 liter petrol. 1 liter of petrol. How much distance will it cover by using 2 3 by 4 liter of petrol? Okay. 1 ലിറ്ററിന് 16 കിലോമീറ്റർ ആണ് ഈ കാർ റൺ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 2 3 by 4 ലിറ്റർ പെട്രോൾ ഉണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ റൺ ചെയ്യും? Try this one. പെട്ടെന്ന് ചെയ്യൂ. Okay. So, ഇത്തരത്തിലുള്ള ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കി മാറ്റുക ഫോർ ഈസി കാൽക്കുലേഷൻ. അതിനുവേണ്ടി ചെയ്യേണ്ടത് 4 into 2 is 8. 8 plus 3 is 11. 11 divided by 4 അതിനെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ you will get answer. You will get the right answer. 11 divided by 4 into 16. So, that is 44. ഏതിലാണ് ഡൗട്ട് ചോദിച്ചില്ലേ? ഹൗ വിൽ യു ഐഡന്റിഫൈ വിത്ത് മൈനസ് ഓർ അഡിഷൻ, ഡിവിഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ? ഏത് ഏരിയയുമായി ബന്ധപ്പെട്ടാണ്? റേഷ്യോ ആണോ, ഫ്രാക്ഷൻ ആണോ, നമ്പർ സീരീസ് ആണോ, ഏതാണ്? ഒന്ന് എക്സ്പ്ലെയിൻ, ഒന്ന് പറയാമോ? ഫ്രാക്ഷൻ ക്വസ്റ്റ്യൻ. സോ ഫ്രാക്ഷൻ ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ നോക്ക്. ഇതിലല്ല, ദിസ് വൺ. നമ്മളുടെ സാമിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. സാം വാണ്ട്സ് ടു പുട്ട് എ പിക്ചർ ഓൺ ദി ഫ്രെയിം. ഇതിനകത്തൊരു പിക്ചർ വയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദി പിക്ചറിന്റെ സൈസ് നമുക്ക് തന്നിട്ടുണ്ട്. പിക്ചറിന്റെ സൈസ് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ടു ഫിറ്റ് ദി ഫ്രെയിം ദി പിക്ചർ കാനോട്ട് ബി മോർ ദാൻ 10. ഐ മീൻ മാക്സിമം പറ്റാവുന്നത് ഇത്രയുമാണെന്ന് നമ്മളോട് പറഞ്ഞു. ഇതിൽ കൂടുതലാകാൻ പറ്റില്ല. അതിനർത്ഥം എന്താ? അതോടൊപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഹൗ മച്ച് ദി പിക്ചർ ഷുഡ് ബി ട്രിംഡ്. എത്രമാത്രം ട്രിം ചെയ്യണം, എത്രമാത്രം കുറയ്ക്കണം എന്നുള്ളതിന് ഡിനോട്ട് ചെയ്യാനല്ലേ ട്രിം യൂസ് ചെയ്തിരിക്കുന്നത്. സോ ആ ട്രിംഡ് വേർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡിഡക്ഷനിലേക്ക് എത്തിക്കാം. സോ യു ഗോട്ട് ഇറ്റ് റൈറ്റ്. 44 കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കിട്ടിയല്ലോ എല്ലാവർക്കും? ഓക്കെ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻസിൽ ചില കീവേഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ട്രിംഡ് പോലുള്ള കീവേഡ്സ് ചോദിക്കാം. സോ ലോജിക്കലി നമുക്ക് അതിനകത്ത് നിന്ന് ഡിറൈവ് ചെയ്യാൻ സാധിക്കും. ദെൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇത് ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ഓൺ എ മാപ്പ് 1 inch represents 250 miles. 1 inch means 250 miles. What is the actual distance between two cities if they are 4 1/2 inches apart on the map? 4.5 ഇഞ്ച് ഡിസ്റ്റൻസ് വരുവാണെങ്കിൽ ഈ പറയുന്ന സിറ്റികൾ തമ്മിലുള്ള അകലം എത്രയാണ്? അതായത് ഒരു മാപ്പ് എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ആ മാപ്പിൽ 1 inch എന്ന് പറയുന്നത് 250 miles ആണ്. അങ്ങനെയാണെങ്കിൽ 4.5 ഇഞ്ച് എത്ര മൈലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. 250 into 4.5. 4.5 എന്ന് പറഞ്ഞാൽ 4.5. 250 into 4.5 ചെയ്യുമ്പോൾ എത്ര കിട്ടി? This one, right? B.
1125. So അത്രയും ഉള്ളൂ. In a class, 3/4 of students do not know either English or Hindi, but 1/6 of students know Hindi. How many students know both English and Hindi if the students who know Hindi are 1/8 of the total students in the class? So നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഇത്രയുമാണ്. അതായത് ഒരു ഫ്രാക്ഷൻ വെച്ചുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡിഫറെന്റ് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ടാകും. ഇതിൽ നിന്നും മിസ്സിംഗ് ആയിട്ടുള്ള ഒരു പോർഷൻ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. ഒന്നാമതായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് അല്ല 1 സെക്കൻഡ്, കട്ടായി പോയതാണ് ഇടയ്ക്ക്. ഇപ്പൊ കാണാമോ? Okay, first question ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. In a class, 3/4 of students who do not know either English or Hindi. ഇംഗ്ലീഷും ഹിന്ദിയും അറിയാത്തവരായിട്ട് 3/4 സ്റ്റുഡൻസ് ആണുള്ളത്. But 1/6 of students know English. And how many students know both English and Hindi if students who know Hindi are 1/8 of the total students in the class? So as I said, പ്രപ്പോർഷൻസ് ആയിരിക്കും തരിക, അല്ലെങ്കിൽ റേഷ്യോസ്, ഐ മീൻ ഓരോ ഫ്രാക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടാകും. ഇതിൽ നിന്നും മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. സോ ആദ്യത്തെ ക്ലൂ നമ്മുടെ മുമ്പിലുള്ളത് 1/4 ഇംഗ്ലീഷ്, ഐ മീൻ ഈ 1/4 സ്റ്റുഡൻസിന് ഇംഗ്ലീഷ്, അല്ല സോറി 3/4 സ്റ്റുഡൻസിന് ഇംഗ്ലീഷും ഹിന്ദിയും അറിയാത്തവരാണ്. ഓക്കെ, 3/4 സ്റ്റുഡൻസിന് ഇംഗ്ലീഷും ഹിന്ദിയും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 1/4 ബാലൻസ് ആയിട്ട് റിമൈനിങ് ആയിട്ടുള്ളവർക്ക് എയ്തർ ഇംഗ്ലീഷ് ഓർ ഹിന്ദി അറിയാം. അതാണല്ലോ അതിന്റെ മീനിങ്. അതായത് രണ്ട് ലാംഗ്വേജും അറിയാത്തവരാണ് 3/4. അതിൽ 1/4, അങ്ങനെ 3/4 എന്ന് പറഞ്ഞാൽ റിമൈനിങ് പോർഷൻ ഈസ് 1/4. 1/4ന് ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അറിയാം അല്ലെങ്കിൽ ഹിന്ദി അറിയാം. ഓക്കെ, അത്തരത്തിലുള്ളവരാണ് 1/4. Then but 1/6 of the students know English. ഇംഗ്ലീഷ് അറിയാവുന്നത് 1/6 ആണ്. And how many of the students know both English and Hindi if the students who know Hindi are 1/8 of this total students? ഹിന്ദി അറിയാവുന്നവര് 1/8 ആണ്. സോ നമുക്ക് അറിയാവുന്ന ഡേറ്റ എല്ലാം നമുക്ക് നോട്ട് ചെയ്യാം. ആദ്യം സ്റ്റുഡൻസ് ഹു നോസ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് അറിയാവുന്നത് 1/6 ഓക്കെ. ദെൻ നോസ് ഹിന്ദി, ഹിന്ദി അറിയാവുന്നവര് 1/8 ആണ്. ആൻഡ് നമുക്ക് മൂന്നാമതായിട്ടൊരു ഡേറ്റ നമ്മൾ കണ്ടെത്തിയിരുന്നു, എയ്തർ ഇംഗ്ലീഷ് ഓർ ഹിന്ദി. ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിയാവുന്നതെന്ന് പറയുന്നത് 1/4 ആണ്. ബിക്കോസ് 3/4 അറിയില്ല. അങ്ങനെയാണെങ്കിൽ ബാക്കി 1/4 അറിയാം. ഓക്കെ, സോ ഇത്രയും ഡേറ്റയിൽ നിന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇംഗ്ലീഷും ഹിന്ദിയും ഒരേ രീതിയിൽ അറിയുന്ന സ്റ്റുഡൻസ് എത്ര പേരുണ്ടെന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആദ്യമായിട്ട് അറിയാവുന്ന, ഒന്നാമത് ഏറ്റവും ഇമ്പോർട്ടന്റ് അറിയാവുന്നത് ഇംഗ്ലീഷും ഹിന്ദിയും, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി എന്നുള്ള രീതിയിൽ അറിയാവുന്നത് 1/4 ടോട്ടലിന്റെ 1/4 ഇത്രയും ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അറിയാം. അതിൽ ഇംഗ്ലീഷ് അറിയാവുന്നവർ 1/6 ആണ്. ദെൻ ഹിന്ദി അറിയാവുന്നവർ 1/8 ആണ് ടോട്ടലിന്റെ. സോ ഈ കൺസെപ്റ്റിൽ നിന്നും, അതായത് 1/4 ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അറിയാവുന്നവരാണ്. അതിൽ നിന്നും ഇംഗ്ലീഷ് അറിയാവുന്നവരെ നമ്മൾ കുറയ്ക്കുന്നു 1/6. ദെൻ ഹിന്ദി അറിയാവുന്നവരെ കുറയ്ക്കുന്നു 1/8. ബാക്കി എത്ര വരുന്നുണ്ടോ അതാണ് ഇംഗ്ലീഷും ഹിന്ദിയും ഒരേ രീതിയിൽ അറിയാവുന്ന പോർഷൻ. അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്, ഹൗ മെനി സ്റ്റുഡൻസ് നോ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി എന്നാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിരുന്നത്. സോ 1/4 മൈനസ് 1/6 മൈനസ് 1/8. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും. ഓക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ടോ, മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായില്ലെങ്കിൽ പറയണം.
Is it clear? Yes or no, please? Okay, getting yes. So കൺസെപ്റ്റ് ഒന്നും കൂടി ഞാൻ വ്യക്തമാക്കുന്നു. നമ്മൾക്ക് ആദ്യം തന്നിരുന്ന ക്ലൂ 3/4 ഇംഗ്ലീഷും ഹിന്ദിയും അറിയില്ല എന്നാണ്. 3/4 ഇംഗ്ലീഷും ഹിന്ദിയും, അതായത് ടോട്ടൽ 1 ആണെങ്കിൽ 1-ൽ 3/4 ഇംഗ്ലീഷും ഹിന്ദിയും അറിയില്ലെങ്കിൽ 1 മൈനസ് 3/4 ദാറ്റ് വിൽ ബി 1/4. 1/4 ഇംഗ്ലീഷും ഹിന്ദിയും അറിയാവുന്നത്. ഇതാണ് ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയാവുന്നവരുടെ ടോട്ടൽ നമ്പർ. ഓക്കെ, അതിൽ നിന്നും നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് ഫസ്റ്റ് ഡേറ്റ ഇംഗ്ലീഷ് അറിയാവുന്നവരുടെ ടോട്ടൽ എന്ന് പറയുന്നത് 1/6 ആയിരുന്നു. അതേപോലെ ഹിന്ദി അറിയാവുന്നവരുടെ ടോട്ടൽ എന്ന് പറയുന്നത് 1/8 ആയിരുന്നു. ഇത് രണ്ടും നമ്മൾ മൈനസ് ചെയ്തു. ഇത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഹിന്ദിയും ഇംഗ്ലീഷും മാത്രം അറിയാവുന്നവർ മാറിക്കഴിഞ്ഞാൽ രണ്ടും അറിയാവുന്നവരെ നമുക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് രണ്ടും ഡിഡക്ട് ചെയ്തത്. ഡിഡക്ട് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? എങ്ങനെ ഇത് ഡിഡക്ട് ചെയ്യും? ഒന്നെങ്കിൽ LCM കണ്ടുപിടിക്കുക. LCM 6, 8. LCM കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2, 3, 4. അഗെയിൻ 2 കൊണ്ട് ചെയ്യാം. 1, 3, 2. നെക്സ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 2, 6, 2, 12, 12 into 2, 24. 24 ആണ് LCM. Then ഈ 24 ആകാൻ വേണ്ടി 4-നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നോക്കുക. 24 ആകാൻ വേണ്ടി 4-നെ നമുക്ക് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 6 കൊണ്ട് നോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതേപോലെ ഓക്കെ, അതേ രീതിയിൽ തന്നെ 24 ആകാൻ വേണ്ടി 6 എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം നോക്കുക. +4 into 4. 824 ആകാൻ വേണ്ടി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. So you will get 6 minus 4 minus 3. That will be 6 minus 4, 2 minus 3 will be negative 1/24. That's your answer. Okay, negative 1/24 ആണ് ആൻസർ വരുന്നത്. നെഗറ്റീവ് ഓർ പോസിറ്റീവ് ദാറ്റ്സ് നോട്ട് എ മാറ്റർ. ആ പ്രപ്പോർഷൻ മാത്രം പറഞ്ഞാൽ മതി. 1/24 ആണ്. 1/24 എന്ന് പറയുമ്പോൾ അതിന് മാച്ച് ആയിട്ടുള്ള പ്രപ്പോർഷൻ ഇവിടെ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് 1/24 ഉണ്ടോ? ഇല്ല. സോ 24-നെ 100 ആക്കാൻ ഇവിടെ 1/24 ഉണ്ടായിരുന്നു. ഓപ്ഷൻ ഞാൻ എഴുതിയതിനകത്ത് മിസ്റ്റേക്ക് വന്നതാണ്. ദിസ് ഈസ് 1/24. ഓക്കെ, സോ ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഓപ്ഷൻസിനകത്ത് 1/24 ഉണ്ടായിരുന്നു. ഈ 1/24 ആണ് ആൻസർ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അവിടെ ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് കണ്ടുപിടിച്ചു. ടൈപ്പ് ചെയ്തതിനകത്ത് വന്നൊരു എറർ ആണ്. 1/24 അവിടെ ഉണ്ടായിരുന്നു. ഇതിങ്ങനെയാണ് ആൻസറിലേക്ക് എത്തേണ്ടത്. ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം. ഓക്കെ, ജസ്റ്റ് LCM കണ്ടുപിടിച്ചു. LCM കണ്ടുപിടിച്ചതിന് ശേഷം ഫിഗേഴ്സ് നമ്മൾ എഴുതിയതിന് ശേഷം 1/24 നമുക്ക് കിട്ടുന്നു. ദാറ്റ്സ് ഇറ്റ്. ഫ്രാക്ഷൻ ആയതുകൊണ്ട് നെഗറ്റീവും പോസിറ്റീവും നമ്മൾ അവിടെ പറയേണ്ട കേസ് വരുന്നില്ല. അതുകൊണ്ടാണ് -1/24 എന്നുള്ളത് നമ്മൾ 1/24 തന്നെയായിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ് മീ മൂവ് ഓൺ ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. കുറച്ചുകൂടി വ്യക്തമാകും ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. 3/5 ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ ആർ ഗേൾസ്. ഒരു ഗ്രൂപ്പിന്റെ 3/5 ഗേൾസ് ആണ്. ഇഫ് there are 24 girls, how many children are there in the group? ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ഗ്രൂപ്പിൽ 3/5 ഗേൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഗേൾസിന്റെ നമ്പർ 24 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര ചിൽഡ്രൻ ആണ് ആ ഗ്രൂപ്പിലുള്ളത്? ഓക്കെ, സോ ക്യാൻ യു ഡു ദിസ്? ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യനേക്കാൾ കുറെ കൂടി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ്ലി നമുക്കെല്ലാം തന്നിട്ടുണ്ട്. 3/5 ആണ് 24. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ ഈസ് ഈക്വൽ ടു
20 ചെയ്യേണ്ടത് എന്താ 24 ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇൻറ്റു 5 by 3. Okay, you will get 40 students. Right away നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. Sham had 120 teddy bears in his retail store. He sold 2 by 3 of them at rupees 12 each. How much did he receive? അതായത് ഷ്യാമിന്റെ കയ്യിൽ ടോട്ടൽ 120 ടെഡീസ് ഉണ്ടായിരുന്നു. ഇതിന്റെ 2 by 3 അദ്ദേഹം 12 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ വരും? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്നൊന്ന് പറയാമോ? 120യുടെ 2 by 3 കണ്ടുപിടിക്കുക ഇൻറ്റു 12. ദാറ്റ്സ് ഇനഫ്. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. ഓക്കെ, 960 എന്ന് പറയുന്ന ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. റൈറ്റ്. സോ ചെയ്യേണ്ടത് എന്താ? 120 ടെഡി ബേസ് ആണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. അതിന്റെ 2 by 3 എത്രയാണ്? This will be 40 into 2 80. ഓക്കെ, എത്ര രൂപയ്ക്ക് വിൽക്കുന്നു? 12 രൂപയ്ക്ക് വിൽക്കുന്നു. സോ 80 into 12, 80 into 10 is 800, 80 into 2 is 160. So 960 ആണ് ആൻസർ. Got it, right? ഫ്രാക്ഷൻ ക്വസ്റ്റ്യൻസ് നോർമലി സിമ്പിൾ ആയിരിക്കും, പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരിക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ? അതിനകത്ത് കുറച്ച് നാളുകളായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, കാണുന്ന ഒരു പാറ്റേൺ ആണ് ഇത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇതിൽ ഏതാണ് ഡിസെൻഡിങ് ഓർഡറിൽ വരുന്നത്? അതിനുവേണ്ടി ഞാൻ ആദ്യമേ പറയുന്നു, ഇതിന്റെ റൂൾ ഇതാണ്. റൂൾ A into D is greater than C into D. That means A by B is greater than C by D. മനസ്സിലായില്ല? അതായത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് കേസിലാണെങ്കിൽ 5 by 8 then 9 by 13 ആണ്. 5A, then this one is B, this is C, this one is D. Okay, so A by B, C by D. ഇതാണ് നോർമൽ ഫോർമാറ്റ് വരുന്നത് ഏതൊരു ഫ്രാക്ഷന്റെയും. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എയും ഡിയും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അതിനുശേഷം സിയും ബിയും, അതായത് സി ആൻഡ് ബി മൾട്ടിപ്ലൈ ചെയ്യാം. എയും ഡിയും മൾട്ടിപ്ലൈ ചെയ്യുക, സിയും ബിയും മൾട്ടിപ്ലൈ ചെയ്യാം. എ ഡി സി ബിയേക്കാൾ കൂടുതലാണെങ്കിൽ, എ ഡി എന്ന് പറയുന്നത് സി ബിയേക്കാൾ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം ഫസ്റ്റ് ഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് വൺ, സെക്കൻഡ് ഫ്രാക്ഷൻ. ഇതാണ് അതിന്റെ മീനിങ്. ഈ ഒരു ടെക്നിക്ക് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ നമ്മൾ ആദ്യം കമ്പയർ ചെയ്യുന്നത് ഈ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിലാണ്. 5 by 8 and then 9 by 13. ഓക്കെ, 5 by 8 9 by 13 തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം ഏതാണ് ചെറുതെന്ന് അറിയാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ആദ്യം 5 into 13, A into D എന്ന് പറഞ്ഞാൽ 5 into 13 മൾട്ടിപ്ലൈ ചെയ്യുക. 5 into 13 will get 65, right? 5 into 13 65. Then 8 into 9 72. ഇതിനർത്ഥം എന്താ? A D is less than CD. AD is less than CD എന്ന് പറഞ്ഞാൽ അതിനർത്ഥം CD ആണ് AD യേക്കാൾ വലുത്. രണ്ടാമത്തെ ഓപ്ഷനാണ് വരുന്നത്. If AD is less than CD, then A by B is less than C by D. അതായത് ഈ
ഓപ്ഷൻ 8/8 എന്ന് 5/8 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫ്രാക്ഷനേക്കാൾ ചെറുതാണ്. Okay, so you can conclude that 5/8 is less than 9/13. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കൺക്ലൂഷൻ. അതിനുശേഷം ഇതിൽ ഗ്രേറ്റർ വൺ ഏതാന്ന് നോക്കുക. ഗ്രേറ്റർ വൺ എന്ന് പറയുന്നത് 9/13 ആണ്. ആ 9/13 let's compare this with 11/17. അതേ രീതിയിൽ തന്നെ 11/17 കമ്പയർ ചെയ്യാം. ഓക്കെ, ഇവിടെയും ചെയ്യേണ്ടത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ 9 into 17 will be 153, right? ആണോ? 153. So AD is equal to 153. Then C and B. CB is equal to 11 into 130. 11 into 13 means 143. So AD is greater than CD. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഫസ്റ്റ് ഫിഗർ 9/13 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 11/17 ആണ്. ഓക്കെ, സോ രണ്ട് ഓപ്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ട് 9/13 ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഏറ്റവും ഗ്രേറ്റസ്റ്റ് വൺ എന്ന് പറയുന്നത് 9/13 ആണ്. സോ 9/13 is the largest one. അത് നമുക്ക് കിട്ടി. അതേ വേയിൽ ഇനി ഏറ്റവും ചെറുതാണോ, നമ്മൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ടില്ല, ഇതും കൂടി ഒന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏതാണ് ഏറ്റവും ചെറുതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് 5/8 11/17 ഇതിനെയും കൂടി അതേ രീതിയിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ ഇവിടെയും AD is equal to 5 into 17. Okay, 5 into 17 you'll get 85, right? 5 into 17 will be 85. 8 into 11 BC or CB will be 8 into 11 88. So ഇവിടെ സംഭവിക്കുന്നത് ഫസ്റ്റ് വൺ is less than second one. AD is less than second one എന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, സോ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 5/8 ആണ്. രണ്ടാമത്തെ വാല്യൂ 11/17 ആണ്. ആൻഡ് ലാർജസ്റ്റ് വാല്യൂ 9/13 ആണ്. സോ ആൻസർ ഏതാണ്? നമ്മൾ വെച്ചിരിക്കുന്ന അസെൻഡിങ് ഓർഡറിലല്ല, ഡിസെൻഡിങ് ഓർഡറിൽ കണ്ടുപിടിക്കാനാണ്. ഡിസെൻഡിങ് ഓർഡറിൽ ലാർജസ്റ്റ് വാല്യൂ ഫസ്റ്റ് ഇത് വരണം, സെക്കൻഡ് ഇത്, തേർഡ് ദിസ് വൺ. സോ അങ്ങനെ വന്നിരിക്കുന്ന ആൻസർ 9/13, 11/17, 5/8. സോ സി ആണ് നമ്മളുടെ ആൻസർ. ക്ലിയർ ആണോ? ഈ രീതിയിലൊരു ഫ്രാക്ഷന്റെ ഹയസ്റ്റും ലോവസ്റ്റും കണ്ടുപിടിക്കാൻ ഇപ്പോ മനസ്സിലായോ? റൂൾ ഓർത്ത് വയ്ക്കുക. റൂൾ ഇത്രയേ ഉള്ളൂ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AD is greater than CD വരുവാണെങ്കിൽ that means A/D is greater than C/D. ലെസ് ദാൻ ആണ് വരുന്നതെങ്കിൽ ലെസ് ദാൻ ആണെന്ന് അർത്ഥം. is equal to ആണ് വരുന്നതെങ്കിൽ that means A/B is equal to C/D. മനസ്സിലായോ? Okay, so let's move on. Next question, fraction എന്നുള്ള I think the final question. Eiffel Tower ആണ്, ടവലായി പോയി, സോറി. Eiffel Tower is 1/5 part is painted bronze. 1/5 part bronze കൊണ്ട് പെയിന്റ് ചെയ്യുന്നു. Then 1/4 of the remaining part is painted maroon. റിമൈനിങ് പാർട്ടിന്റെ 1/4 മെറൂൺ കൊണ്ട് പെയിന്റ് ചെയ്യുന്നു. The rest of the Eiffel Tower was golden color, has golden color. If the height of golden colored part is 450 meter, then what is the tower's height? So നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇതാണ്. അതായത് നമുക്ക് ഓരോ പാർട്ടും പെയിന്റ് ചെയ്തിരിക്കുന്ന കളറിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എത്ര പോർഷൻ ആണ് പെയിന്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതിൽ നിന്നും അവസാനമായിട്ട് നമ്മളോട് ഒരു ക്ലൂ ആയിട്ട് തന്നിരിക്കുന്നത് ഗോൾഡൻ കളേർഡ് പാർട്ടിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 450 മീറ്റേഴ്സ് ആണെന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടവറിന്റെ ടോട്ടൽ ഹൈറ്റ് എത്രയാണെന്ന് കണ്ടെത്തണം. ഓക്കെ, സോ എങ്ങനെ ചെയ്യും ഒന്ന് പറഞ്ഞു തരാമോ? എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം? മൈക്ക് ഓൺ ചെയ്യാൻ നിങ്ങൾക്ക് പറയാം. അതെ, ആ ഓക്കെ. നമുക്ക് ആദ്യം റിമൈനിങ് പാർട്സ് കണ്ടുപിടിക്കണം. അതിനു മുമ്പായിട്ട് ഏറ്റവും എളുപ്പം വഴി എന്ന് പറയുന്നത് ലെറ്റ്സ് അസ്യൂം. നമുക്ക് അപ്പോ ഈ പറയുന്ന ടോട്ടൽ ഹൈറ്റിനെ ഒരു ഫിഗർ കൊടുത്ത് ലൈക്ക് 100 കൊടുത്ത് അസ്യൂം ചെയ്യാം. സോ ദാറ്റ് പെട്ടെന്ന് നമ്മൾ കാൽക്കുലേഷൻ കണ്ടെത്തി ഫൈനൽ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അതിനുവേണ്ടി ലെറ്റ്സ് അസ്യൂം ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ടവർ ലെങ്ത് നമ്മളുടെ ജസ്റ്റ് അസംഷൻ ആണ് ലെങ്ത് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു ടോട്ടൽ. ദെൻ അതിനുശേഷം ലെങ്ത് ഓർ ഹൈറ്റ് 100 മീറ്റർ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ 1/5 പാർട്ട് 1/5 പാർട്ട് ഈസ് പെയിന്റഡ് ബ്രോൺസ്. ബ്രോൺസ് ആണ് പെയിന്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും അത്? 100 ഇൻറ്റു 1/5, അതായത് 20 മീറ്റേഴ്സ് ആണ് ബ്രോൺസ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ, സോ 1/5 മീറ്റേഴ്സ് എന്ന് പറയുന്നത് 1/5 പാർട്ട് എന്ന് പറയുന്നത് ബ്രോൺസ് പെയിന്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 100നെ നമ്മൾ 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, യു ഗോട്ട് 20 മീറ്റേഴ്സ്. ഇതാണ് ബ്രോൺസ് കവർ ചെയ്തിരിക്കുന്ന ഏരിയ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്ലൂ 1/4 is painted മെറൂൺ. 1/4 മെറൂൺ പെയിന്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റിമൈനിങ് പോർഷന്റെ, അതായത് ഈ 20 മീറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ ബാക്കി ഇത്ര വരുന്നുണ്ട്. 100ൽ നിന്ന് 20 മീറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ 80 വരുന്നുണ്ട്, റൈറ്റ്? 80 മീറ്റേഴ്സിന്റെ 1/4 എന്ന് പറയുന്നത് മെറൂൺ ആണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. സോ 80 into 1/4 that will be 20 again. 20 meters മെറൂൺ ആണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഇനി നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ ബാക്കി എത്ര വരുന്നുണ്ടോ അതിനല്ലേ പറഞ്ഞിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ദി ഇഫൽ ടവർ ഹാസ് ഗോൾഡൻ കളർ. സോ ബാക്കി വരുന്നത് എത്രയാ? റിമൈനിങ് 60 meters ആണ് ഗോൾഡൻ കളർ. ഓക്കെ, സോ ഈ 60 മീറ്റേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എത്ര മീറ്റർ ആണ് ഇവിടെ തന്നിട്ടുണ്ട് ഗോൾഡൻ കളർ ഉള്ളത്. ഇഫ് ദി ഹൈറ്റ് ഓഫ് ദി ഗോൾഡൻ കളേർഡ് പാർട്ട് ഈസ് 450 meters, then what is the ടവേഴ്സ് ഹൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 60 മീറ്റേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ അസ്യൂം ചെയ്ത 60 മീറ്റേഴ്സ് എന്ന് പറയുന്നത് 450 മീറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 100 മീറ്റേഴ്സ് എത്രയാണെന്ന് അറിയണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് 450 divided by 60 into 100 ചെയ്തു കഴിഞ്ഞാൽ you will get the answer. That's all. Okay, 450 divided by 60 into 100. ചെയ്തു നോക്കൂ. You got it? അതായത് നമ്മൾ എങ്ങനെയാണ് ഓരോ പോയിന്റിലേക്ക് എത്തിയെന്ന് മനസ്സിലാവാത്തവരൊന്ന് പറഞ്ഞേ. Let's do it again, no issues.
നമ്മൾ ആദ്യം ഞാൻ ഒന്നുകൂടി പറയുന്നു, ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ചെയ്തത് ടോട്ടൽ ഹൈറ്റിനെ 100 മീറ്റർ ആയിട്ട് അസ്യൂം ചെയ്തു. അത് ടോട്ടൽ ഹൈറ്റ് അല്ല, ഇത് എത്രയാണെന്ന് നമുക്കറിയില്ല. സോ 100 മീറ്റർ ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യുന്നു. അതിനുശേഷം 100 മീറ്ററിന്റെ 1/5 പോർഷൻ നമ്മളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ടോട്ടലിന്റെ 1/5 പെയിന്റ് ചെയ്തിരിക്കുന്നത് ബ്രോഡ്സ് ആണ്. സോ ആ 1/5 എത്രയാന്ന് നോക്കി, അത് 20 മീറ്റേഴ്സ് ആണ്. ദെൻ റിമൈനിങ് പോർഷന്റെ പാർട്ടിന്റെ ഈ 1/5 പോയി കഴിഞ്ഞാൽ റിമൈനിങ് പാർട്ടിന്റെ 1/4 പെയിന്റ് ചെയ്തിരിക്കുന്നത് മെറൂൺ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ റിമൈനിങ് പാർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി 100ൽ നിന്നും നമ്മൾ 20 മീറ്റേഴ്സ് മൈനസ് ചെയ്യുന്നു. ബാക്കി 80 മീറ്റേഴ്സ് ആണുള്ളത്. ഈ 80 മീറ്റേഴ്സിന്റെ 1/4 ദാറ്റ് ഈസ് 20 അഗെയിൻ. ഇത് പെയിന്റ് ചെയ്തിരിക്കുന്നത് മെറൂൺ ആണ്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ദി ഇഫൽ ടവർ ഹാസ് ഗോൾഡൻ കളർ. ബാലൻസ് എത്രയുണ്ട്? 220 പോയി. 100ൽ നിന്ന് 220 പോയി കഴിഞ്ഞാൽ ബാലൻസ് 60 ആണുള്ളത്. 60 ആണ് ഗോൾഡൻ കളർ. സോ നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ദി ഹൈറ്റ് ഓഫ് ഗോൾഡൻ കളേർഡ് പാർട്ട്, ഗോൾഡൻ കളറുള്ള പാർട്ടിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 450 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഈ 60 എന്ന് പറയുന്നത് പാർട്ട് 450 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയാണെന്ന് അറിയണം. 60 450 ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 100 എത്രയാണെന്നാണ്. സോ 450 divided by 60 into 100 ചെയ്യുക. You'll get 750. 750 meters ആണ് total height. ഓക്കെ. സോ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇതിൽ നിന്നും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ പറയാം. നമ്മൾ ചെയ്ത ഫ്രാക്ഷൻ ഏരിയ ഇതോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഫ്രാക്ഷനിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇപ്പൊ പറയൂ. നമുക്കത് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കി എടുത്തിട്ട് പോയാൽ മതി. സമയം ഇഷ്ടം പോലെ ഉണ്ട്. സോ പറയൂ. ഓക്കെ, ക്ലിയർ ആണ്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ. സെക്കൻഡ് ഏരിയ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ഒരുപാട് ആൾക്കാർ തെറ്റിക്കുന്ന ഒരു ഏരിയ ആണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ബേസിക് ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇഫ് ദി സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആർ denoted by S, T and D. S for speed, T for time and D for distance. Speed is equal to D by T. ഓക്കെ, അതാണ് ബേസിക് ഇക്വേഷൻ. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഈ 3 ഇക്വേഷൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒരു ഇക്വേഷനിൽ തന്നെ അടുത്ത ഇക്വേഷനിലേക്ക് ഡിറൈവ് ചെയ്യാം, അതിലൊന്നും പ്രശ്നമില്ല. സോ ഇതാണ് നമ്മളുടെ ബേസിക് ഇക്വേഷൻസ്. അതിനുശേഷം രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത്, ടു കൺവേർട്ട് കിലോമീറ്റർ പെർ അവർ ടു മീറ്റർ പെർ സെക്കൻഡ്. കിലോമീറ്റർ പെർ അവർ തന്നതിന് ശേഷം നമ്മളത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിൽ തന്നതിന് ശേഷം കിലോമീറ്റർ പെർ അവർ ആക്കി മാറ്റണം. ഈ രണ്ട് സിറ്റുവേഷനിലും ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? സോ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണമെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. തന്നിരിക്കുന്ന ഫിഗറിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറും. ദെൻ മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ ഇതിനെ ജസ്റ്റ് റിവേഴ്സ് ചെയ്യുക. 18 ഡിവൈഡ് ബൈ 5. 18 ഡിവൈഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ കിലോമീറ്റർ പെർ അവർ ആയി. സോ ഇത്രയുമാണ് ബേസിക് റൂൾ. ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 2-3 കാര്യങ്ങളും കൂടി അതിനകത്ത് പറയുന്നു അഡീഷണൽ ആയിട്ട്. കേൾക്കൂ. ഇഫ് ദി റേഷ്യോ ഓഫ് ദി സ്പീഡ്സ് ഓഫ് എ ആൻഡ് ബി ആർ എ ഈസ് ടു ബി, then the ratio of the time taken by them to cover same distance is 1/a or 1/a is to 1/b. അതായത് നമുക്ക് തന്നിരിക്കുന്ന സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് a is to b ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് 1/a is to 1/b എന്നായിരിക്കും, അല്ലെങ്കിൽ b/a എന്നുള്ള റിവേഴ്സ് പ്രപ്പോർഷനിലായിരിക്കും എന്നാണ് പറയുന്നത്. പ്രോബ്ലംസ് വരുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. Then suppose a man covers certain distance at x kilometer per hour and an equal distance at y kilometer per hour. രണ്ട് ഡിസ്റ്റൻസ് ആണ് ഒരു ഇൻഡിവിജ്വൽ നടക്കുന്നത്. ഒന്ന് x കിലോമീറ്റർ പെർ അവറിലും ഒന്ന് y കിലോമീറ്റർ പെർ അവറിലുമാണ് വന്നിരിക്കുന്നത്. Then the average speed during the whole journey. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യാറ്? രണ്ട് ജേർണി ഉണ്ടെങ്കിൽ 2 into ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്.
2 into xy 2xy. X എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിലെ and then y എന്ന് പറയുന്നത് സെക്കൻഡ് കേസിലെ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ. ഇതായിരിക്കണം ഏതെങ്കിലും സിറ്റുവേഷനിൽ നമ്മുടെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ യൂസ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഓക്കെ, സോ ഇത്രയും ഇക്വേഷൻസ് ഓർക്കുക. ആൻഡ് ലെറ്റ്സ് ഡു വൺ പ്രോബ്ലം. ഫസ്റ്റ് പ്രോബ്ലം. എ മാൻ covers 60 kilometers in 4 hours. Find the speed. നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് വേഗം അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു. 60 kilometers in 4 hours. അങ്ങനെയാണെങ്കിൽ സ്പീഡ് എത്രയായിരിക്കും? സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? d by ഡിസ്റ്റൻസ് ബൈ ടൈം. ചെയ്തു, ആൻസർ പറഞ്ഞു. പെട്ടെന്ന് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 കിലോമീറ്റേഴ്സ് ആണ്. 60 4 hours കൊണ്ട് കവർ ചെയ്യുന്നു. ദാറ്റ് വിൽ ബി 15 കിലോമീറ്റർ പെർ അവർ. 15 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, സോ ഇതായിരുന്നു ആ സിമ്പിൾ മെത്തേഡ്, ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. എ മാൻ കവേഴ്സ് 20 kilometers in 2.5 hours. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 9 hours. നമ്മൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം 20 kilometers 2.5 hours കവർ ചെയ്ത് കഴിഞ്ഞാൽ 9 hours അദ്ദേഹം എത്ര കിലോമീറ്റേഴ്സ് കവർ ചെയ്യും? അഗെയിൻ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിനു മുമ്പ് സ്പീഡ് അറിയാം. സ്പീഡ് അറിയാമെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. Speed is equal to distance divided by time. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 ടൈം 2.5 or 2.5. 20 divided by 2.5, you will get 8 kilometer per hour. 8 kilometer per hour. സോ ഒരു മണിക്കൂറിൽ 8 കിലോമീറ്റേഴ്സ് ആണ് ട്രാവൽ ചെയ്യുന്നത്. 9 മണിക്കൂറിൽ അദ്ദേഹം എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യും? അതല്ലേ ചോദ്യം. നമ്മളിവിടെ കണ്ടുപിടിച്ചു പെർ അവർ, ഒരു മണിക്കൂറിൽ അദ്ദേഹം 8 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 8 into 9 will be 72 kilometer. Distance covered in 9 hours will be 72 kilometer. Okay, let's move on. Next question. A student walks from his house at a speed of 3 kilometers per hour and reaches his school 10 minutes late. If he walks at a speed of 4 kilometers per hour, he reaches the school 10 minutes earlier. What is the distance between his school and his house? So, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ലോജിക്ക് ഉപയോഗിക്കേണ്ടത്. ഈ ഒരു ഏരിയ, സ്പീഡ് ആൻഡ് ടൈമിന്റെ ഏരിയ, ടൈം ആൻഡ് സ്പീഡിന്റെ ഒക്കെ, ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ഒക്കെ ഏരിയ ഒരു ടഫായിട്ട് തോന്നുന്നത് ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ്. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് രണ്ട് ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ്. ഇൻ കേസ് സ്റ്റുഡന്റ് 3 കിലോമീറ്റർ പെർ അവറിൽ യാത്ര ചെയ്ത് സ്കൂളിലേക്ക് വരുവാണെങ്കിൽ അദ്ദേഹം 10 മിനിറ്റ് ലേറ്റ് ആണ്. ദെൻ 4 കിലോമീറ്റർ പെർ അവറിൽ യാത്ര ചെയ്ത് സ്കൂളിലേക്ക് വരുവാണെങ്കിൽ അദ്ദേഹം 10 മിനിറ്റ്സ് ഏർലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ സ്കൂളും ഇദ്ദേഹത്തിന്റെ വീടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇത് ഏത് രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് രണ്ട് സിറ്റുവേഷനിലെയും ഡിഫറൻസ് എടുക്കാം. അതായത് രണ്ട് സിറ്റുവേഷനിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ സ്പീഡിൽ വരുമ്പോൾ എത്ര ടൈം എടുക്കുന്നുണ്ട്, 4 കിലോമീറ്റർ സ്പീഡിൽ വരുമ്പോൾ എത്ര ടൈം എടുക്കുന്നുണ്ട്, അതിന്റെ ഡിഫറൻസ് എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസിനെ, ലെറ്റ്സ് അസ്യൂം ടോട്ടൽ ഡിസ്റ്റൻസ് ആസ് x കിലോമീറ്റേഴ്സ്. വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ സ്കൂളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x കിലോമീറ്റർ ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ഇൻ ടൈമിംഗ്, രണ്ട് സിറ്റുവേഷനിലെ ടൈം തമ്മിലുള്ള ഡിഫറൻസ്
ഡിഫറൻസ് ഇൻ ടൈമിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം അദ്ദേഹം 10 മിനിറ്റ് ശേഷമാണ് എത്തുന്നത്, ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. രണ്ടാമത് അദ്ദേഹം 10 മിനിറ്റ് ഏർലി ആണ് എത്തുന്നത്. സോ ദാറ്റ് മീൻസ് 10 + 10 ടോട്ടൽ 20 മിനിറ്റ്സിന്റെ ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ, റൈറ്റ്? ഫസ്റ്റ് കേസിൽ അദ്ദേഹം 10 മിനിറ്റ് ലേറ്റ് ആണ്, അതായത് 9 AM കോളേജ് സ്കൂളിൽ ബെല്ലടിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. 10 മിനിറ്റ് ലേറ്റ് ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹം എത്തിയിരിക്കുന്നത് 9:10 ഇനി 10 മിനിറ്റ് ഏർലി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എത്തിയിരിക്കുന്നത് 8:50 ദാറ്റ് മീൻസ് ഈ രണ്ട് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അത് 10 മിനിറ്റ്സ് അല്ല, 10 + 10 20 മിനിറ്റ്സ് ആണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഈ 20 മിനിറ്റ്സിനെ യു ക്യാൻ സേ 20 / 60 എന്ന് പറയാലോ, ബിക്കോസ് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 60 ആണ്. 20 / 60 എന്നുള്ള രീതിയിൽ നമുക്ക് അവർ ആയിട്ട് എടുക്കാം. 20 / 60 അവർ, ബിക്കോസ് മിനിറ്റിലല്ലേ തന്നിരിക്കുന്നത്. മിനിറ്റിനെ ഞാൻ അവർ ആക്കാൻ വേണ്ടി 60 കൊണ്ട് ജസ്റ്റ് കൺവേർഷന് വേണ്ടി ടോട്ടൽ അവർ എന്ന് പറയുമ്പോൾ 60-ൽ 20 എന്നുള്ള രീതിയിലേക്ക് ഞാൻ മാറ്റുന്നു. ഓർ യു ക്യാൻ സേ 20 / 60 എന്ന് പറയുമ്പോൾ 1/3 ആണ്. 1/3 അവർ എന്നും പറയാം. ഓക്കെ, ടോട്ടൽ അവറിന്റെ 20 പാർട്സ് മാത്രമേ ഉള്ളൂ. 1/3 അവർ. അതായത് നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത കൺസെപ്റ്റ് ഇതായിരുന്നു. ഡിസ്റ്റൻസ് ഫസ്റ്റ് കേസിൽ x/ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x ആണ്. x/3 മൈനസ് x/4 is equal to 1/3. മനസ്സിലായോ? എനിക്ക് ഇവിടേക്ക് വരുമ്പോഴാണ് നിങ്ങളുടെ റെസ്പോൺസ് വേണ്ടത്. മനസ്സിലായില്ലെങ്കിൽ പറയണം. റിപ്പീറ്റ് ചെയ്യാം. നമ്മളുടെ ഇക്വേഷൻസ് ഒന്നുകൂടി നോക്കാമോ? സി, speed is equal to distance divided by time, right? Speed is equal to distance divided by time and time is equal to distance divided by speed. ഈ രണ്ട് ഐറ്റവും നമുക്കറിയാം. സോ നമ്മളിവിടെ കണ്ടെത്തിയത് എന്താ? 20 മിനിറ്റ്സ് എന്ന് പറയുന്നത് രണ്ട് ടൈമിലെയും സ്പീഡ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, സോ സ്പീഡ് എന്ന് പറയുന്നത് 3 km/h ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എടുത്തു, ദാറ്റ് ഈസ് x കിലോമീറ്റർ. ഓക്കെ, x കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്, സ്പീഡ് 3 km ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ടൈം 20 മിനിറ്റ്സ് ആണ്. ഏത് സാഹചര്യത്തിലാണ് 20 മിനിറ്റ്സ് വന്നത്? സോ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഇക്വേഷൻ അറിയാലോ. ഈ രണ്ട് സിറ്റുവേഷനിലെയും ആദ്യത്തെ കേസിലെ ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ് എന്ന് പറയുന്നത് x/3 ആണല്ലോ. ഫസ്റ്റ് കേസിൽ സ്പീഡ് 3 km, ഡിസ്റ്റൻസ് x/3 ആണ് ഫസ്റ്റ് കേസിലെ ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ്. രണ്ടാമത്തെ കേസിലെ ഡിസ്റ്റൻസ് സെയിം ആണ്, ദെൻ സ്പീഡ് എന്ന് പറയുന്നത് 4 ആണ്. സോ ഈ രണ്ട് സിറ്റുവേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തപ്പോഴാണ് നിങ്ങൾക്ക് 1/3 അവർ എന്ന് കിട്ടിയത്. അതായത് 1/3 അവർ ആണ് ടൈം വന്നത്. സോ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് എന്ന് പറയുന്ന അതേ കൺസെപ്റ്റിൽ തന്നെ ചെയ്യാം. ഓക്കെ, 1/3 അവർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര അവർ എന്ന് നമുക്ക് കണ്ടുപിടിച്ചൂടെ? സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഇക്വേഷൻ സോൾവ് ചെയ്യാം. 12 LCM 12 ആണ്. 3 × 4 12. Then 4x minus 3x. LCM കണ്ടുപിടിക്കാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 4x minus 3x, that will be 1/3. Okay, so x/12 is equal to 1/3. 4x ൽ നിന്നും 3x പോയി കഴിഞ്ഞാൽ x/12 is 1/3. So x is equal to 12 അപ്പുറത്തേക്ക് പോകുന്നു. 12 divided by 3. 12 divided by 3 is 4. So x is 4. 4 kilometers ആണ് total distance. Is it clear?
ഓക്കെ, നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി അറിയാവുന്ന ഫാക്റ്റിനെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അതായത് ആദ്യം ഞാൻ ഒന്നുകൂടി പറയുന്നത് ശ്രദ്ധിച്ചേക്കുക. ടോട്ടൽ ഡിസ്റ്റൻസ് സ്കൂളിൽ നിന്നും വീട്ടിലേക്കുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അദ്ദേഹം ട്രാവൽ ചെയ്യുന്നത് എക്സ് കിലോമീറ്റേഴ്സ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആദ്യമായി അസംഷനകത്ത് ഒരു പ്രശ്നമില്ല, നമ്മൾ അസ്യൂം ചെയ്തു എക്സ് കിലോമീറ്റേഴ്സ് ആണ്. അതിനുശേഷം നമ്മൾക്ക് അറിയാവുന്ന ഏക ഡേറ്റ എന്ന് പറയുന്നത് ഇദ്ദേഹം 2 സിറ്റുവേഷൻ ലേറ്റ് ആവുന്ന ടൈമാണ്. സോ ടോട്ടൽ ഡിഫറൻസ് ഇൻ ടൈമിംഗ്, ടൈമിൽ വരുന്ന ടോട്ടൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 മിനിറ്റ്സ് വെച്ചിട്ട് 2 തവണ, സോ 20 മിനിറ്റ്സ് ആണ് ഡിഫറൻസ് വരുന്നത്. ഈ 20 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ 10 വേണ്ടി നമ്മൾ ചെയ്യുന്നത് x/3 ആയിരുന്നു, രണ്ടാമത്തെ 10ന് x/4 ആയിരുന്നു. അതെന്താണ്? അത് ഇക്വേഷൻ ആണ്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഓക്കെ, ടൈം ആണ് പറഞ്ഞത്. ആദ്യത്തെ ടൈമിന് വേണ്ടി ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്, രണ്ടാമത്തെ ടൈമിന് വേണ്ടി അതേപോലെ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഈ രണ്ട് ടൈമിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടിയ 20 മിനിറ്റ്സ്. 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മിനിറ്റ്സിനെ നമുക്ക് 20 ഡിവൈഡ് ബൈ 60 എന്ന് എഴുതാം അവറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് 1/3. എല്ലാം സെയിം ആണ്. ഓക്കെ, സോ 1/3 ചെയ്തു, 1/3 അവർ ആയി കിട്ടി. അപ്പോ നമ്മളുടെ മുമ്പിൽ ഒരു ഇക്വേഷൻ ആയിട്ട് തന്നെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. x/3 മൈനസ് x/4 ഇസ് ഈക്വൽ ടു 1/3 അവർ. സോ നമ്മൾ അതിന്റെ LCM എടുക്കുന്നു. 4ന്റെയും 3യുടെയും LCM 4 into 3 that is 12. Then 12 ആക്കാൻ വേണ്ടി 3യെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 4 കൊണ്ട് x നെ മൾട്ടിപ്ലൈ ചെയ്യുക, 4x. Then 12 ആക്കാൻ വേണ്ടി 4നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 3 കൊണ്ട് x നെ മൾട്ടിപ്ലൈ ചെയ്യുക, 3x. So 4x minus 3x divided by 12. 4x minus 3x എന്ന് പറഞ്ഞാൽ x ആണ്. x by 12 is equal to 1/3. Then x is equal to ഈ 12നെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഓപ്പോസിറ്റ് കൊണ്ടുപോവുക. So x is equal to 12 divided by 3, that will be 4. 4 kilometers ആണ് distance. Okay, so I hope this one is clear. Let's move on. Next question. Office boy increases his speed to 9/5 times of his original speed. By doing this, he is able to reach the office 30 minutes before the usual time. How much time is usually taken by him? അതായത് ഈ ഓഫീസ് ബോയ് നോർമൽ ടൈം ട്രാവൽ ചെയ്യുന്ന സ്പീഡിനേക്കാൾ 9/5 ടൈംസ് കൂടുതൽ വേഗത്തിൽ വന്നു കഴിഞ്ഞാൽ ഓഫീസിലെത്തുമ്പോൾ 30 മിനിറ്റ് ഏർലിയർ എത്താം. അങ്ങനെയാണെങ്കിൽ നോർമലി അദ്ദേഹം എടുക്കുന്ന സ്പീഡ് എത്രയാണ്? നേരത്തെ കുത്തിയ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്യും. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നോക്കാം. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇതാണ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ. സോ രണ്ട് സിറ്റുവേഷൻസ്, ഡിസ്റ്റൻസ് ഇപ്പോൾ അദ്ദേഹം ട്രാവൽ ചെയ്യുന്ന സെയിം ഡിസ്റ്റൻസ് ആണ്, 2 ടൈം വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നോർമൽ ടൈമും 30 മിനിറ്റ്സ് ഏർലിയറുമായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം, ഡിസ്റ്റൻസിന് പകരം ഞാൻ സ്പീഡ് ഇൻറ്റു ടൈം എഴുതുന്നു. സ്പീഡ് ഇൻറ്റു ടൈം ഇസ് ഈക്വൽ ടു, നമ്മൾ ചേഞ്ച് ചെയ്യുവാണ്, 9/5 ഇൻറ്റു സ്പീഡ്. സോ സ്പീഡിനേക്കാളും 9/5 കൂടുതൽ ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, ഇൻറ്റു ടൈമിൽ എന്ത് വേരിയേഷൻ വരും? 9/5 സ്പീഡ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ടൈമിലുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് t മൈനസ് 30 ആണ്. ഇത് മനസ്സിലായോ ഞാൻ ഇതുവരെ ചെയ്തത്? ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ മനസ്സിലായോ? ഒന്നും കൂടി നോക്കൂ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ്, റൈറ്റ്? രണ്ട് കേസിലും രണ്ട് സിറ്റുവേഷനിലും ഡിസ്റ്റൻസ് സെയിം ആണല്ലോ. ഓർ എൽസ് ഐ ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. സി, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്. രണ്ട് ഡിസ്റ്റൻസും സെയിം ആണ് എന്ന് പറയാൻ വേണ്ടി മാത്രം. അതിനുശേഷം ഞാൻ ചെയ്തത് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് എഴുതി. സോ സ്പീഡ് ഇൻറ്റു ടൈം ആണല്ലോ, സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസിന് പകരം ഞാനിവിടെ സ്പീഡ് ഇൻറ്റു ടൈം എന്ന് തന്നെ എഴുതി. അതിനുശേഷം ഞാനിവിടെ തന്നിരിക്കുന്ന സ്പീഡ് ചേഞ്ച് ചെയ്യുന്നു.
സ്പീഡ് ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് രണ്ട് കേസിലും ഒന്ന് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് സ്പീഡിലുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് 9/5 ടൈംസ് സ്പീഡിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 9/5 ഇൻറ്റു സ്പീഡ്. ഓക്കെ, ഒരു സൈഡിൽ 9/5 ഇൻറ്റു സ്പീഡായി ഇൻറ്റു ഇങ്ങനെ 9/5 ടൈംസ് സ്പീഡ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ടൈം 30 മിനിറ്റ് സേവ് ചെയ്യും. 30 മിനിറ്റ് സേവ് ചെയ്യും എന്ന് പറഞ്ഞാൽ t മൈനസ് 30. ഓക്കെ, ഇത്രയും ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്ത് തുടങ്ങാം. സോ എസ് ഇൻറ്റു ടി, എസ് ടി ഈക്വൽ ടു, ഞാനിത് കോമൺ ആക്കുന്നു. കോമൺ ആക്കാൻ വേണ്ടി ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് ഇറ്റ്. 9st 9s ഇൻറ്റു ടി, 9st മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇതും ഇതും തമ്മിൽ, അതിനുശേഷം ഇതും ഇതും തമ്മിൽ. ഓക്കെ, 9st minus 9 into 30, 270. 9st minus 270 divided by 5, common ആണ് 5. മനസ്സിലായോ? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. നോമിനേറ്റർ ഇൻറ്റു നോമിനേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ആണ്. ഡിനോമിനേറ്റർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 5 കോമൺ ആയിട്ട് എഴുതി. ഓക്കെ, സോ 9st is equal to 9st minus 270 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിനെ കണ്ടിന്യൂ ചെയ്യാം. വീണ്ടും ഒന്നും കൂടി എസ് ടി ഇസ് ഈക്വൽ ടു, ഈ 5നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 5st is equal to 9st minus 270. അപ്പുറത്തേക്ക് കൊണ്ടുപോയത് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ -270 അല്ലേ, -270 ഞാൻ ഇപ്പുറത്തേക്കും 5st ഞാൻ ഇപ്പുറത്തേക്കും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, അതായത് -270 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ +270 ആകും. അതേപോലെ 5st ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ -5st ആകും. സോ അതിനുവേണ്ടി 270 is equal to 9st minus 5st. Okay, so 270 is equal to 4st. Clear? 270 is equal to 4st. അങ്ങനെയാണെങ്കിൽ st is equal to 270 divided by 4. Any issue? Cross multiply ചെയ്യുന്നു, 270 divided by 4 താഴത്തേക്ക് പോകുന്നു. So ഓക്കെ, ചെറിയൊരു എറർ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒന്ന് ചെയ്തതിനകത്തൊരു ചെറിയ എറർ സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കുക. ഇവിടെ വരെ ചെയ്തത് വ്യക്തമാണോ എല്ലാവർക്കും? ഈ ഒരു പാർട്ട് വരെ, ഈ ഒരു പോർഷൻ വരെ ക്ലിയർ ആണോ എന്ന് പറഞ്ഞ്. ഓക്കെ, അതിനുശേഷം ഞാൻ ചെയ്തപ്പോൾ എടുത്ത വാല്യൂസിന് ഒരു ചെറിയ എറർ. 9s into t ആണ് 9st. അതേപോലെ 9s into 30 ആണ്. അതായത് വിൽ ബി 270s. ആ എസ് ഞാൻ അവിടെ വിട്ടുപോയി. ബിക്കോസ് 9 into 30 അല്ല, 9s into 30 ആണ്. സോ 270s എന്ന് വരും. അതേ എസ് ഇവിടെയും വരും, 270s. ദെൻ ഇവിടെയും 270s വരണം. സോ 270s 4st. ഓക്കെ, ഇതൊന്നും വായിക്കുന്നു. സോ ഒരു ഈക്വൽ ടു ഇപ്പുറത്തും അപ്പുറത്തുമായിട്ട് എസ് വരുവാണ്. ജസ്റ്റ് റേസ് ഇറ്റ്, രണ്ടും സ്ട്രൈക്ക് ചെയ്ത് കളയാം. സോ 4t is equal to 270. എസ് പോയി. എങ്ങനെയാ പോയെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ഈക്വൽ ടു മാർക്കിന് അപ്പുറത്തും ഇപ്പുറത്തുമാണ്, രണ്ട് സൈഡിലാകുമ്പോൾ എലിമിനേറ്റ് ചെയ്ത് കളയാം. എസ് പോയി. 4t is equal to 270. Therefore t is equal to 270 divided by 4. 270 divided by 4, that will be 67.5. നമ്മളുടെ ആൻസറിലുണ്ടല്ലോ 67.5. Yeah, that's our answer. Okay, so ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ കാൽക്കുലേഷൻ കുറച്ച് കൂടുതലാണ്. ആ മെത്തഡോളജിയിലേക്ക് കയറി വരാനും കുറച്ച് ടൈം എടുക്കും. യു മസ്റ്റ് പ്രാക്ടീസ് ദിസ് വൺ. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക, എന്നാൽ മാത്രമേ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്ത രീതികൾ വ്യക്തമാണോ? ഈ ഒരു ഇക്വേഷൻ ഫ്രെയിം ചെയ്യലാണ് ഇതിന്റെ ബേസിക് തിങ്.
ഇക്വേഷൻ ഫ്രെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രോബ്ലം ചെയ്തു പോയാൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Mansi covers a distance at a speed of 24 km per hour in 6 minutes. So distance എത്രയാന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ്, അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 24 kilometers per hour ആണ്. ടൈം 6 minutes ആണ്. If she wants to cover the same distance in 8 minutes, 8 മിനിറ്റ് കൊണ്ടാണ് കവർ ചെയ്യേണ്ടതെങ്കിൽ what would be her speed on per hour basis? മിനിറ്റ്സിലല്ല, അവർ ബേസിസിൽ എത്രയായിരിക്കും അദ്ദേഹത്തിന്റെ സ്പീഡ് എന്ന് പറയണം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കുക ആൻഡ് ട്രൈ ദിസ് വൺ. എങ്ങനെയാണ് ആ മെത്തേഡിലേക്ക് എത്തേണ്ടതെന്ന് അറിയണമെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്യണം. ഒന്ന് ട്രൈ ചെയ്യൂ. ഇവിടെയും ഓർക്കേണ്ട ബേസിക് തിങ്, രണ്ട് സിറ്റുവേഷനിലെയും ഡിസ്റ്റൻസ് സെയിം ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ അതിനർത്ഥം എന്താ? നമുക്ക് ആ രണ്ട് സിറ്റുവേഷനും ഈസ് ഈക്വൽ ടു എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ പറ്റും. ബിക്കോസ് ഡി ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു ടി എന്നാണല്ലോ. ഓക്കെ, ദാറ്റ് മീൻസ് എസ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു ടി. സോ ഫസ്റ്റ് സിറ്റുവേഷനിലെ എസ് വണ്ണും ടി വണ്ണും സെക്കൻഡ് സിറ്റുവേഷനിലെ എസ് ടുവും ടി ടു ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും എന്നാണ് ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ആദ്യത്തെ സിറ്റുവേഷനിൽ എന്താ പറയുന്നത്? സ്പീഡ് 24 kilometers per hour, ടൈം എന്ന് പറയുന്നത് 6 minutes ആണ്. രണ്ടാമത്തെ സിറ്റുവേഷനിൽ സെയിം ഡിസ്റ്റൻസ് ആണ്, സ്പീഡ് എത്രയാന്ന് നമുക്ക് അറിയില്ല. സ്പീഡ് എന്ന് പറയുന്നത് s2, ടൈം എന്ന് പറയുന്നത് 8 minutes ആണ്. So by just cross multiplying this thing you will get the answer. ഓക്കെ, നമ്മളോട് ഒരു കാര്യം അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, മിനിറ്റ്സിലല്ല അവർക്ക് വേണ്ടത്, പെർ അവർ ബേസിലാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? മിനിറ്റ്സ് അല്ല ഇവിടെ തന്നിരിക്കുന്നത്. സോ യു ക്യാൻ ഡു ദിസ് തിങ്. 6 മിനിറ്റ് ഔട്ട് ഓഫ് 60, അതേപോലെ 8 മിനിറ്റ് ഔട്ട് ഓഫ് 60. പെട്ടെന്ന് ആൻസർ വ്യക്തമായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അവറിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടുകൂടി. സോ ചെയ്തോ, ആൻസർ കിട്ടിയോ? 60 ഇട്ടാലും ഇട്ടില്ലെങ്കിലും സെയിം ആൻസർ കിട്ടും. എനിവേ പ്രോപ്പർ വേയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. S2 is equal to 24 into 6 by 60 into 60 by 8. 60 by 8. So 16 strike ചെയ്യാം. Then 8 and 24, 3. 3 into 6 is 18. Okay, so the speed is 18 kilometer per hour. 18 kilometer per hour നമ്മുടെ ഓപ്ഷനിൽ ഇല്ലേ? See, 18 kilometer per hour. Okay, yeah, ആൻസർ കിട്ടുന്നുണ്ട്. വെരി ഗുഡ്. സോ ബേസിക് കൺസെപ്റ്റ് അങ്ങോട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു വേയിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിൽ നിന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോർമലി കാണാറുള്ളതാണ്. എ മാൻ റോസ് എ ബോട്ട് അറ്റ് എ സ്പീഡ് ഓഫ് 12 kilometers per hour in still water to some upstream point and back to the starting point. The journey of flow of river is 3 kilometers per hour. Find his average speed for the total journey. Okay, so രണ്ട് കേസ് നമ്മളോട് അവിടെ പറയുന്നുണ്ട്. ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹത്തിന്റെ ബോട്ട് തുഴഞ്ഞു പോവുകയാണ്. സ്പീഡ് എന്ന് പറയുന്നത് 12 kilometers per hour ഇൻ സ്റ്റിൽ വാട്ടർ ആണ്. സ്റ്റിൽ വാട്ടറിലാണ്, അനങ്ങാതെ നിൽക്കുന്ന വെള്ളത്തിൽ 12 kilometers per hour ആണ്. സോ അപ്സ്ട്രീം പോയിന്റ് വരെ അദ്ദേഹം പോയിട്ടുണ്ട്, അവിടെ നിന്ന് തിരിച്ചും വന്നിട്ടുണ്ട്.
So the speed of the flow of riverന്റെ ഫ്ലോയുടെ സ്പീഡ് എന്ന് പറയുന്നത് 3 km/h ആണ്. Find is average speed for the total journey. Okay, so ഇതാണ് ക്വസ്റ്റ്യൻ. രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. അങ്ങോട്ടേക്ക് പോയപ്പോൾ ഉള്ള സിറ്റുവേഷൻ, അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഉള്ള സ്പീഡ്. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് തന്നിരിക്കുന്ന ക്ലൂസ് എല്ലാം എഴുതുക. സ്പീഡ് ഓഫ് സ്ട്രീം നമുക്ക് തന്നിട്ടുണ്ട്. സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 3 km/h ആണ്. ഓക്കെ, അതായത് ആ ഒഴുക്കിന്റെ സ്പീഡ്. ഒഴുക്കിലൂടെ നീന്തുമ്പോൾ അല്ലാതെ അദ്ദേഹം നോർമൽ സ്റ്റിൽ വാട്ടറിലൂടെ നീന്തുന്ന സ്പീഡ് ഒരിക്കലും കിട്ടില്ല, അല്ലെങ്കിൽ തുഴയുന്ന സ്പീഡ് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഒഴുക്കിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടും ഒഴുക്കിനൊപ്പവും അദ്ദേഹം തുഴയുന്നുണ്ട്. അതിനനുസരിച്ച് സ്പീഡിലുള്ള വേരിയേഷൻ വരണം. സോ ഇവിടെ സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറയുന്നത് 3 km ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഡൗൺ സ്പീഡ് എത്രയായിരിക്കും? ഇദ്ദേഹം സ്ട്രീമിലൂടെ താഴത്തേക്ക് വരുമ്പോൾ സ്പീഡ് എത്രയായിരിക്കും? അദ്ദേഹത്തിന്റെ നോർമൽ സ്പീഡ് എന്ന് പറയുന്നത് 12 ആണ്. പ്ലസ് സ്ട്രീമിന് 3 km വരുന്നുണ്ട്. സോ 12 പ്ലസ് 3 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 15 km/h. ഓക്കെ അല്ലേ? ഡൗൺ സ്പീഡ് അദ്ദേഹത്തിന്റെ നോർമൽ സ്റ്റിൽ വാട്ടറിലാണെങ്കിൽ അദ്ദേഹം 12 km സ്പീഡിൽ തുഴയും. പക്ഷേ ഡൗൺ സ്പീഡ് എന്ന് പറയുമ്പോൾ സ്ട്രീമിനൊപ്പമുള്ള സ്പീഡാണ്. സ്ട്രീമിന്റെ വേഗത 3 km അതിന്റെ ഒപ്പം ആഡ് ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സ്പീഡും 3 km/h കൂടി ആഡ് ചെയ്യുമ്പോൾ 15 km/h ആണ് ഡൗൺ സ്പീഡ്. അതേപോലെ അപ്പ് സ്പീഡ് വരാലോ. എത്രയായിരിക്കും ഒന്ന് പറഞ്ഞു പെട്ടെന്ന്? അപ്പ് സ്ട്രീം സ്പീഡ്, ഇതിന്റെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക. 9. വെരി ഗുഡ്. എങ്ങനെയാണ്? അതിന്റെ നോർമൽ സ്പീഡ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പ് സ്ട്രീം ആണ്, സ്ട്രീമിന് എഗെയിൻസ്റ്റ് ആയിട്ട് തുഴയുവാണ്. അതുകൊണ്ട് തന്നെ 3 km സ്ട്രീമിന്റെ വേഗത വരുന്നുണ്ട്. സോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് തുഴയുമ്പോൾ 3 km ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് അപ്പ് സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് 9 km/h ആണ്. ഓക്കെ, ഈ രണ്ട് കേസും വ്യക്തമായോ? വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമുക്ക് അറിയേണ്ടത് അദ്ദേഹത്തിന്റെ ടോട്ടൽ സ്പീഡിനെ നമുക്ക് ഡി ആയിട്ട് എടുക്കാം. ടോട്ടൽ സ്പീഡിനെ ലെറ്റ് ദി ടോട്ടൽ സ്പീഡ് ബി ഡി. ഡി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ആവറേജ് സ്പീഡ് എത്രയായിരിക്കും? നമ്മൾ ചോദിച്ചിരിക്കുന്ന ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് ഓഫ് ദി ടോട്ടൽ ജേർണി. ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ആവറേജ് സ്പീഡ് is equal to total distance by total time. ചെയ്താൽ മതി. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം, അത് തന്നെ. സ്പീഡ് is equal to distance divided by time എന്ന് പറയുന്ന അതേ ഇക്വേഷൻ തന്നെ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എന്നുള്ള രീതിയിൽ എടുക്കുക. ആൻഡ് ഇപ്പോൾ നമുക്ക് അറിയാവുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ഡിസ്റ്റൻസ് അല്ലല്ലോ വരുന്നത്. വൺ സൈഡിലേക്ക് പോകുന്ന ഡിസ്റ്റൻസും വരുന്നുണ്ട്, തിരിച്ചു വരുന്ന ഡിസ്റ്റൻസും വരുന്നുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടുള്ള യാത്രകളുണ്ട്. 2 പ്രാവശ്യം ഡി വരുന്നുണ്ട്. ആദ്യത്തെ തവണ യാത്രയിലെ ടൈം എത്രയാണ്? രണ്ടാമത്തെ തവണയിലെ യാത്രയിലെ ടൈം എത്രയാണെന്ന് നോക്കുക. ആദ്യം ഡൗൺ സ്ട്രീമിലാണെന്ന് വിചാരിക്കുക. ഡൗൺ സ്ട്രീമിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 11 km/h ആണ്. ഇത് സ്പീഡാണ്. ഓക്കെ, സോ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഓക്കെ, ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ദെൻ അതേ രീതിയിൽ തന്നെ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അല്ലെങ്കിൽ അപ്പ് സ്ട്രീമിലുള്ള അദ്ദേഹത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 9 km ആണ്. അഗെയിൻ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ഓക്കെ, ഇതുവരെ ചെയ്തത് വ്യക്തമാണോ? Okay, so what to do next? ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? d plus d, that is 2d divided by, ഇവിടെ LCM എടുക്കാമല്ലോ. LCM എന്ന് പറയുന്നത് 15 into 9 ആയിരിക്കും. സോൾവ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 15 into 9 ആണ് LCM എന്ന് വിചാരിക്കുക. ദെൻ ഇവിടെ ഡിയുടെ ഒപ്പം എത്ര മൾട്ടിപ്ലൈ ചെയ്യണം?
ഡിയുടെ ഒപ്പം 9 മൾട്ടിപ്ലൈ ചെയ്യുക 9d പ്ലസ് ഈ ഡിയുടെ ഒപ്പം 15 മൾട്ടിപ്ലൈ ചെയ്യുക ഇങ്ങനെ ഓക്കെ 15d 9d പ്ലസ് 15d LCM കണ്ടുപിടിച്ചതിന്റെ റിസൾട്ട് ആണ് LCM കണ്ടുപിടിച്ചത് ഞാൻ ഓൾറെഡി പറഞ്ഞു LCM എത്രയാണോ കിട്ടുന്നത് അതാകാൻ വേണ്ടി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അത് വെച്ച് നിങ്ങൾ നോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അത് നമ്മുടെ LCMുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് കാൽക്കുലേഷൻ ആണ് സോ കണ്ടിന്യൂഷൻ ഞാൻ മുകളിൽ എഴുതുന്നു ഈ ഇക്വേഷനിൽ നിന്നും ഞാൻ രണ്ട് ഡിവിഷൻ അല്ലേ വരുന്നത് ഇത് മുകളിലേക്ക് കൊണ്ടുപോകാം നമുക്ക് അങ്ങനെ വരുമ്പോൾ 2d into 15 into 9 divided by 9d plus 9d plus 20 15d എന്ന് പറയുന്നത് ഒരുമിച്ച് എഴുതാലോ കൂട്ടി എഴുതാം 9d plus 15d is 24d okay 24d ഇനി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വല്ല പ്രശ്നമുണ്ടോ ഇക്വേഷൻ നമുക്ക് ഇനി സോൾവ് ചെയ്യാം okay 2d into 15 into 9 divided by 24d സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാം ഒന്ന് സോൾവ് ചെയ്ത ആൻസർ പറഞ്ഞ് do this d പോയി 24 12 this is 3 this is 4 into no this is 5 15 divided by 12 എന്ന് പറയുമ്പോൾ 15 5 times പോവും ഇവിടെ 4 times പോവും 4 into 9 45 divided by 4 45 divided by 4 kilometer per hour ആണ് നമ്മുടെ ആൻസർ 45 divided by 4 kilometer per hour ഇവിടെ ഉണ്ടോ ഒന്ന് ഇതിൽ ഏതാണ് ആൻസർ എന്നൊന്ന് പറയാമോ ആർക്കെങ്കിലും നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 45 by 4 kilometers per hour ആണ് 45 by 4 a okay 45 by 4 എന്ന് പറയുമ്പോൾ 11 1 by 4 ആണ് എങ്ങനെ എടുക്കുക ഒന്നെങ്കിൽ ഡയറക്റ്റ്ലി ഡിവൈഡ് ചെയ്ത് നോക്കുക ഡിവൈഡ് ചെയ്യുമ്പോൾ 11.25 നിങ്ങൾക്ക് കിട്ടും 11/25 എന്ന് പറഞ്ഞാൽ 11 1 by 4 ആണ് അല്ലെങ്കിൽ 4 into 11 is 44 ബാലൻസ് വരുന്നത് 1 ആണ് 1 divided by 4 that's it കഴിഞ്ഞു ഓക്കെ അതായത് 45 നമ്മൾ എടുത്തു 45ൽ ഡിവൈഡ് ബൈ 4 എന്നുള്ളതിനെ ഞാൻ വേറെ മാറ്റി എഴുതാൻ വേണ്ടി 45ൽ 4 എത്ര പ്രാവശ്യം പോകും 11 ടൈംസ് പോകും 11നെ കോമൺ ആക്കി എടുക്കുന്നു ബാക്കി വരുന്നത് 1 ആണ് 1 divided by 4 ബാലൻസ് ഉണ്ട് 1 by 4 so 11 by 4 answer is 11 1 by 4 okay ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടെങ്കിൽ പറയാം മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഏരിയയിൽ ചെയ്യുന്ന അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ട്രെയിനിന്റെ പ്രോബ്ലം 2 trains of respective lengths 160 meters and 200 meters travel at a speed of 40 and 52 meters per second respectively in opposite direction to each other. What is the total time taken by them to cross each other? So നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രെയിൻ ഇങ്ങോട്ടേക്കും മറ്റേ ട്രെയിൻ ഇങ്ങോട്ടേക്കും പോവാണ് സോ ഈ രണ്ട് ട്രെയിനുകളും തമ്മിൽ ഒരു ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 160 meters ആണ് മറ്റേ ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 200 meters ആണ് ദെൻ ഒരു ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 48 meters per secondും മറ്റേ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 52 meters per secondുമാണ് അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിനുകൾ തമ്മിൽ ക്രോസ് ചെയ്യാൻ വേണ്ടി എത്ര ടൈം എടുക്കും എന്നാണ് ചോദ്യം സോ
ഇവിടെ ഓർക്കേണ്ടത് അവർ ട്രാവൽ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നോർമൽ ടൈമിനേക്കാൾ സ്പീഡിൽ ക്രോസ് ചെയ്യും. അതിന്റെ ഒറിജിനൽ സ്പീഡിനേക്കാൾ സ്പീഡിലായിരിക്കും ഇത് തമ്മിൽ ക്രോസ് ചെയ്യുന്നത്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടാവണം. അത് വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതിന്റെ റിലേറ്റീവ് സ്പീഡാണ്. സോ വാട്ട് ഈസ് ദിസ് റിലേറ്റീവ് സ്പീഡ്? ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുകയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എത്ര വേഗത്തിലായിരിക്കും ഇവ രണ്ടും ക്രോസ് ചെയ്യുക? ഓക്കെ, അതായത് 52 മീറ്റേഴ്സ് പെർ സെക്കൻഡും 48 മീറ്റേഴ്സ് പെർ സെക്കൻഡുമാണ് സ്പീഡ്. ഇത് രണ്ടിന്റെയും ഇമ്പാക്ട് ഉണ്ടാവും. അതായത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പെട്ടെന്ന് അങ്ങ് ക്രോസ് ചെയ്തു പോകും. ഒരെണ്ണത്തിന്റെ സ്പീഡിനേക്കാൾ രണ്ടിന്റെ സ്പീഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് പെട്ടെന്ന് ക്രോസ് ചെയ്യും. സോ ടോട്ടൽ സ്പീഡിനെയാണ് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. ഇവിടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 48 meters per second plus 52 meters per second. That will be 100 meters per second ആണ് total speed or relative speed എന്ന് നമുക്ക് പറയാവുന്നത്. ഓക്കെ, റിലേറ്റീവ് സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇനി ട്രെയിനിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ്. ഒരു ട്രെയിനിന്റെ ഡിസ്റ്റൻസ് കവർ ചെയ്താൽ പോരല്ലോ. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രെയിനിന്റെ 160 മീറ്റേഴ്സും രണ്ടാമത്തെ ട്രെയിനിന്റെ 200 മീറ്റേഴ്സുമാണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 360 മീറ്റേഴ്സ് വരും. ഇത് രണ്ടും ക്ലിയർ ആയോ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇനി എന്താ? എന്ത് കണ്ടുപിടിക്കാനാ? വാട്ട് ഈസ് ദി ടോട്ടൽ ടൈം? ടോട്ടൽ ടൈം ടേക്കൺ ടു ക്രോസ് ഈച്ച് അതർ. സോ ടൈം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ടൈം ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഓക്കെ, ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് ഇവിടെ നമുക്കറിയാം 360 മീറ്റേഴ്സ് ആണ്. സ്പീഡ് എന്ന് പറയുന്നത് 100 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. സോ ഇത് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ 3.6 മിനിറ്റ്സ് 3.6 സെക്കൻഡ്സ് കിട്ടും. സെക്കൻഡ്സ് അല്ലേ, മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. 3.6 സെക്കൻഡ്സ് കിട്ടും. ആൻസർ 3.6 സെക്കൻഡ്സ്. ക്ലിയർ? ഇവിടെ ഈ കൺസെപ്റ്റ് ട്രെയിനുകളുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത് ട്രെയിനുകൾ സെയിം ഡയറക്ഷനിലാണെങ്കിൽ കൂടുതൽ ടൈം എടുക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ആ രണ്ടിന്റെ റിലേറ്റീവ് സ്പീഡ് ഹാപ്പൻ ചെയ്യും. രണ്ട് സ്പീഡും കൂടി കൂട്ടുക, ടോട്ടൽ സ്പീഡ് ആയിരിക്കും വരുന്നത്. അതേപോലെ ലെങ്ത്തിന്റെ കേസിൽ രണ്ടും കൂടി ആഡ് ചെയ്യുക, അത്രയും ലെങ്ത് അവർക്ക് കവർ ചെയ്യാനുണ്ട്. സോ ലെങ്ത് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് 360 കിട്ടി. ദെൻ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ 100 meter per second, you got 3.6 as your answer. Time. Okay. So രണ്ടാമത്തെ സെഷനും അതോടുകൂടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് രണ്ട് ഏരിയ ആയിരുന്നു. ഒന്നാമതായിട്ട് ഫ്രാക്ഷൻ ഡിസ്കസ് ചെയ്തു. ദെൻ രണ്ടാമത്തെ ഏരിയ ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ഓക്കെ, ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ലെറ്റ്സ് മൂവ് ഓൺ. നെക്സ്റ്റ് ഈസ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. Ratio and proportion. So direct questions are normally ratio and proportion in the like this one. What percentage of 180.50 is 36.1? What percentage of 180.50 is 36.1? ഇതൊക്കെ പെട്ടെന്ന് നിങ്ങൾ ആൻസർ പറയണം. ടൈം ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഈ ഏരിയ ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡേറ്റ ഇന്റർപ്രിറ്റേഷന്റെ പ്രോബ്ലംസ് മൊത്തം ഡിസ്കസ് ചെയ്തത്. ഓൾ ഓഫ് ദം വെയർ ബേസ്ഡ് ഓൺ പെർസെന്റേജ്. സോ ഞാൻ ആ പറഞ്ഞ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. 180യുടെ 10%, 180.50 10% എന്ന് പറയുമ്പോൾ 18.05. ഓക്കെ, ഇത് എത്രയാ? 36. 18 into 2 36. സോ 20% എന്ന് പറയുമ്പോൾ 18 plus 18.05. That will be 0.163. 36.10. അതായത് 20% ആണ് 36.10. ഡയറക്റ്റ്ലി നമുക്ക് ചെയ്തു പോകാം. അതുകൊണ്ടാണ് അങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്.
ഓക്കെ, ഡയറക്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും 18 ആണ്. 10% എന്ന് പറയുമ്പോൾ 18 ആണ്. 20% എന്ന് പറയുമ്പോൾ 36 ആണ്. 0.50 0.51. ഓക്കെ, ലൈക്ക് വൈസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. 20% എന്നുള്ള ആൻസറിലേക്ക് പെട്ടെന്ന് എത്തും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. If 30 men can do a piece of work in 27 days, in what time 18 men can do the piece of work that is 3 times bigger? So ഈ ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നത് 30 മെനിന് ഒരു പീസ് ഓഫ് വർക്ക് 27 ദിവസം കൊണ്ട് തീർക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 18 മെന്നാണ് ഉള്ളതെങ്കിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന വർക്കിന്റെ 3 ടൈംസ് ബിഗ്ഗർ വർക്കുമാണ്. 18 മെന്നേ ഉള്ളൂ. ഇപ്പോൾ എടുത്തിരിക്കുന്ന വർക്കിന്റെ 3 ടൈംസ് ബിഗ്ഗർ ആണ് വർക്കെങ്കിൽ എത്ര ടൈം കൊണ്ടായിരിക്കും അവരത് തീർക്കുന്നത്? ട്രൈ. ഓക്കെ, നമുക്ക് ആദ്യം തരുന്ന ക്ലൂ 30 men 27 days. അങ്ങനെയാണെങ്കിൽ 1 man ആണെങ്കിലോ? 1 man ആണെങ്കിലോ? ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ നോർമൽ സിറ്റുവേഷനിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഡേയ്സ് വരും. അതായത് 27 ഇൻറ്റു 30. ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ 27 ഇൻറ്റു 30 ദിവസങ്ങൾ അഡീഷണൽ ആയിട്ട് അധികം വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ എത്ര ദിവസമായി? $810. ഓക്കെ, സോ ഇത് നോർമൽ സിറ്റുവേഷനിൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 3 ടൈംസ് ബിഗ്ഗർ ജോബ് ആണ്. അതായത് ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഈ 3 ടൈംസ് ബിഗ്ഗർ ജോബ് ചെയ്യാൻ വേണ്ടി വരുന്ന ടൈം എന്ന് പറയുന്നത് 27 days ഇൻറ്റു 30 ഇൻറ്റു 3 ആയിരുന്നു. ഓക്കെ, അതായത് ഞാൻ തന്നിരിക്കുന്ന ഡേറ്റയെ ഞാൻ വീണ്ടും ഒരു കാൽക്കുലേഷൻ ഇക്വേഷൻ എന്നുള്ള രീതിയിലേക്ക് മാത്രം എഴുതുന്നു. ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ 27 days വേണം. ദെൻ 30 നമ്പർ ആയിരുന്നു. ആ 30യെ ഞാൻ 1 എന്നുള്ളതിന് 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്ര പേരുണ്ട്? 18 ഇൻഡിവിജ്വൽസ് ഉണ്ട്. സോ നമുക്ക് അവിടെ ഡേയ്സ് സേവ് ചെയ്യാൻ പറ്റും. ഡിവൈഡഡ് ബൈ 18. ദാറ്റ് വിൽ ബി യുവർ ആൻസർ. ഞാൻ ഒന്നുകൂടി പറയുന്നു, ശ്രദ്ധിച്ചേക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സിറ്റുവേഷനിൽ 30 മെന്നിന് 27 ഡേയ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ദാറ്റ് വിൽ ബി, ഈ 30 അപ്പുറത്തേക്ക് ഞാൻ കൊണ്ടുവരുന്നു, 27 ഇൻറ്റു 30. ഒരു ഇൻഡിവിജ്വലിനാണ് 27 ഇൻറ്റു 30. ദെൻ പ്രസന്റ് വർക്ക് എന്ന് പറയുന്നത് 3 ടൈംസ് ബിഗ്ഗർ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നെ നമുക്കറിയാവുന്നത് ഒരു ഇൻഡിവിജ്വൽ അല്ല, 18 മെനുണ്ട്, 18 ഇൻഡിവിജ്വൽസ് ഉണ്ട്. അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ വർക്ക് കുറയുവാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ 18 പേരാകുമ്പോഴും, ഐ മീൻ വർക്ക് കൂടുവാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ 18 പേരാകുമ്പോൾ വർക്ക് കുറയുവാണ്. അതിനനുസരിച്ച് ഇതൊരു ഇൻഡിവിജ്വലിന്റെ ആണ്. 18 ആകുമ്പോൾ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് 27 ഇൻറ്റു 30 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 18. എത്ര വരും? 6. ഓക്കെ, 135 ഡേയ്സ്. അതാണ് നമ്മളുടെ ആൻസർ. എങ്ങനെയാ എത്തിയെന്ന് മനസ്സിലായോ? ഈ തന്നിരിക്കുന്ന ഡേറ്റയെ മൊത്തം നമ്മുടെ കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടി എടുക്കുക, അത്രയേ ഉള്ളൂ. 30 men 27 days, 1 man
27 into 30. Okay. Then 3 times bigger job ആയതുകൊണ്ട് into ഞാൻ 3 ചെയ്തു. And divided by 1 men അല്ല 18 men ഉണ്ടെങ്കിൽ അതിൽ നിന്നും divide by 18 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡേയ്സ് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കാം. Okay. So next question. A certain sum of money is divided among A, B and C such that for each rupee of A has 65 paise and C has question ഒരു ചെറിയ എറർ വന്നിട്ടുണ്ട്. Okay. ശരിയാണ്. So ഒന്നുകൂടി ഞാൻ വായിക്കുന്നു. A certain sum of money is divided among A, B and C such that for each rupee A has 65 paise. ഓരോ റുപ്പിക്കും Aക്ക് 65 paise ഉണ്ട്. C has 40 paise. C's share is rupees 8. Then find the sum of money. Cയുടെ ഷെയർ എന്ന് പറയുന്നത് 8 രൂപയാണെങ്കിൽ എത്രയാണ് എമൗണ്ട്? ഓക്കെ, എങ്ങനെ ചെയ്യും ഈ ക്വസ്റ്റ്യൻ? ഓക്കെ, ഈ ക്വസ്റ്റ്യനകത്ത് ബിയുടെ ഷെയർ പറഞ്ഞിട്ടില്ല. ഐ തിങ്ക് ദർ ഇസ് എ മിസ്റ്റേക്ക്. അതായത് എയുടെ 1 റുപ്പി ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ്. എയുടെ 1 റുപ്പി, ബിയുടെ 65 പൈസെ ആൻഡ് സിയുടെ 40 പൈസെ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്. എയുടെ 1 റുപ്പിക്ക് ഫോർ ഈച്ച് റുപ്പി ഓഫ് എ ബി ഹാസ് 65 പൈസെ ആൻഡ് സി ഹാസ് 40 പൈസ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതർവൈസ് ഒരു ചെറിയ എറർ ഉള്ളതായിട്ട് തോന്നി എനിക്ക് ആദ്യമേ ആ ക്വസ്റ്റ്യനിൽ. സോ എയുടെ 1 റുപ്പി ആണെങ്കിൽ നമുക്ക് 1 റുപ്പിയെ 100 ആയിട്ട് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 65 പൈസ 65 എന്നുള്ള രീതിയിലും സിയുടെ 40 ആയിട്ടും അസ്യൂം ചെയ്യാം. സോ ഇങ്ങനെ കിട്ടും. ലൈക്ക് എക്ക് 1 രൂപ, ബിക്ക് 65 പൈസ ആൻഡ് സിക്ക് 40 പൈസ. ഇങ്ങനെയാണ് എയും ബിയും സിയും തമ്മിലുള്ള പ്രപ്പോർഷൻ. അങ്ങനെയാണെങ്കിൽ ഈ പ്രപ്പോർഷനെ നമുക്ക് ഒന്നുകൂടി ചെറുതാക്കാമല്ലോ. കോമൺ ഫാക്ടേഴ്സ് ഇല്ലേ, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 5 കൊണ്ട് 100 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ that will be 20. Then 65 13 40 that will be 8, right? 8. So 20 is to 13 is to 8. ഇതാണ് 3 പേരും തമ്മിലുള്ള പ്രപ്പോർഷൻ. അതായത് ഇവിടെ ആ 1 റുപ്പി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോബ്ലം ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് ആ 1 റുപ്പി ഞാൻ ആഡ് ചെയ്തത്. സോ 20 is to 13 is to 8 എന്നുള്ളതാണ് പ്രപ്പോർഷൻ. അങ്ങനെയാണെങ്കിൽ സിയുടെ ഷെയർ എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, 8 ഓഫ് ടോട്ടൽ എത്രയാ? 20 പ്ലസ്, അതായത് നമ്മളൊരു പ്രപ്പോർഷൻ പറയുമ്പോൾ ഈസ് ടു എന്നുള്ള രീതിയിൽ 8 of 41, ടോട്ടൽ ഈസ് 41, റൈറ്റ്? 8 of 41 ആണ്
സിയുടെ ഷെയർ വരുന്നത്. ആ 8/41 എന്ന് പറയുന്നത് എത്ര രൂപയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. സി's ഷെയർ ഈസ് ₹8. അങ്ങനെയാണെങ്കിൽ (8/41 = 8). അങ്ങനെയാണെങ്കിൽ എന്താണ് ഫൈൻഡ് ദി സം ഓഫ് മണി? എത്ര രൂപയാണ് സിയുടെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ എത്ര രൂപയാണ് ടോട്ടൽ കയ്യിലുള്ളത്? 8/41 is 8 എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 8 × 41 / 8. സോ 41 rupees ആണ് ടോട്ടൽ ഉള്ളത്. 41 rupees ആൻസറിലുണ്ടല്ലോ. 41 rupees ആണ് ടോട്ടൽ ഉള്ളത്. സോ ലെറ്റ് മീ once again I will tell you. See, നമ്മളിവിടെ ചെയ്തത് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് ഒരു സർട്ടൻ സം ഓഫ് മണി, ആ എത്രയാണ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. എ സർട്ടൻ സം ഓഫ് മണി ഈസ് ഡിവൈഡഡ് എമംഗ് എ, ബി ആൻഡ് സി. എയുടെയും ബിയുടെയും സിയുടെയും കയ്യിൽ ഡിവൈഡ് ചെയ്യുകയാണ്. ഫോർ ഇൻ സച്ച് എ വേ ദാറ്റ് ഫോർ each rupee of A, B has, ഇവിടെ B വേണം, B has 65 paise and C has 40 paise. അതായത് ഒരു എത്രയാണ് എമൗണ്ട് എന്ന് അറിയില്ല, ഒരു സം ഓഫ് മണി എക്കും ബിക്കും സിക്കും ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിൽ ₹1 എക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബിയുടെ കയ്യിൽ 65 പൈസയുണ്ട്, സിയുടെ കയ്യിൽ 40 പൈസയുണ്ട്. ഇതാണ് നമുക്ക് അറിയാവുന്നത്. അതായത് അവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 100:65:40 ആണ്. ഓക്കെ, 100:65:40. ഞാൻ ഈ റേഷ്യോനെ ചെറുതാക്കിയപ്പോൾ 20:13:8 എന്ന് കിട്ടി. ചെറുതാക്കി നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റും, അതിലൊന്നും പ്രശ്നമില്ല. ചെറുതാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രോബ്ലത്തിലേക്ക് ആൻസറിലേക്ക് എത്താം. സോ 20:13:8 ആണ് അവർ തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, അവർ തമ്മിലുള്ള റേഷ്യോ ഇതായതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് സിയുടെ ഷെയർ മാത്രം അറിയാം. സിയുടെ ഷെയർ എന്ന് പറയുന്നത് എത്രയാ? 8 ബൈ ടോട്ടൽ എന്ന് പറയുന്നത് 41 ആണ്. 8/41 എന്ന് പറയുന്നത് 8 rupees ആണ്. 8/41 എന്ന് പറയുന്നത് 8 rupees ആണ്. ടോട്ടൽ എന്ന് പറയുന്നത് 41 ആണ്, റൈറ്റ്? ടോട്ടൽ പോർഷൻ. സോ അങ്ങനെയാണെങ്കിൽ 8 പോർഷൻ അല്ലെങ്കിൽ സിയുടെ പോർഷൻ എന്ന് പറയുന്നത് 8 ആണെങ്കിൽ ടോട്ടൽ എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഇതിനെ റിവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 8 × 41 / 8. സോ 8 വെട്ടിപ്പോയി. ₹41 ആണ് ടോട്ടൽ സം ഓഫ് മണി. ഓക്കെ, സം ഓഫ് മണി ഈസ് 41. ക്വസ്റ്റ്യനിൽ ഒരു എറർ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആൻസർ 41 വരണമെങ്കിൽ ഇങ്ങനെ തന്നെയായിരിക്കണം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തയിലേക്ക് പോകും. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മൂന്നാമത്തെ ഏരിയയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. നാലാമത്തെ ഏരിയ പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജും റേഷ്യോസും ഒക്കെ ഏകദേശം ഒരുപോലെ നമുക്ക് ചെയ്തു പോകാം. പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ. ഇൻകം ഓഫ് എ ഈസ് 60% of the income of B. Income of A is 60% of the income of B. If the income of B is ₹15,000, then what is the income of A? So നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബിയുടെ ഇൻകത്തിന്റെ 60% ആണ് എയുടെ ഇൻകം. ബിയുടെ ഇൻകം എന്ന് പറയുന്നത് 15,000 ആണെങ്കിൽ, ബിയുടെ ഇൻകം 15,000 ആണെങ്കിൽ എത്രയാണ് എയുടെ ഇൻകം? സോ 15,000ന്റെ 60% കണ്ടുപിടിച്ചാൽ മതി. 15,000 60% എത്രയാണ്? നിങ്ങൾക്ക് ഇതിങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. നമ്മളുടെ ആ ട്രിക്കുകൾ ഓർത്തു കഴിഞ്ഞാൽ 15,000ന്റെ 50% എന്ന് പറഞ്ഞാൽ 7,500 ആണ്. 10% എന്ന് പറഞ്ഞാൽ 1,500 ആണ്. 7,500 + 1,500 = 9,000. കഴിഞ്ഞു. ഇത്രയും ഉള്ളൂ. ഓക്കെ, സോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഈ ഫിഗറിന്റെ 15,000ന്റെ 60% എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. 15,000ന്റെ 50%, ഞാനിപ്പോ ചെയ്ത കാര്യം പെട്ടെന്ന് അങ്ങ് പറയുകയാണ്. 50% എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതിയാണ്. 15,000ന്റെ പകുതി 7,500. 10% എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു പോയിന്റ് മാറ്റിയാൽ മതി, 1,500. 7,500ഉം 1,500ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ you will get 9,000. or else you can do this thing as well. അങ്ങനെ പറയുന്നതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഏത് ചെയ്താലും 9,000 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഇൻകം ഓഫ് X is 25% more than that of income of Y, calculate by how much percentage the income of Y is less than that of income of X. ക്വസ്റ്റ്യൻ ഇതാണ്.
എക്സിന്റെ ഇൻകം എന്ന് പറയുന്നത് വൈയുടെ ഇൻകത്തേക്കാൾ 25% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ബൈ ഹൗ മച്ച് പെർസെന്റേജ് വൈസ് ഇൻകം ഈസ് ലെസ് ദാൻ എക്സ്. എക്സിന്റെ ഇൻകത്തിനേക്കാൾ എത്ര പെർസെന്റേജ് കുറവാണ് വൈയുടെ ഇൻകം എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 25% എന്ന് പറയല്. ഇതിനുവേണ്ടി എന്ത് ചെയ്യണം? ലെറ്റ്സ് assume income of y 100. income of y 100 ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ ഇൻകം എത്രയാണ്? എക്സ് ഇൻകം will be 100ന്റെ 25% കൂടി ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് 125. ഓക്കെ, ഇപ്പോ സിറ്റുവേഷനകത്ത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ബൈ how much percentage the income of y is greater than the income of x. So എത്ര ഇൻക്രീസ് ഉണ്ട്? 25 ഇൻക്രീസ് ഉണ്ട്. 25 എന്ന് പറയുന്നത് 125ന്റെ എത്ര പെർസെന്റേജ് ആണ്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 25 എന്ന് പറയുന്നത് 125ന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടുപിടിക്കുക. സോ നേരത്തെ പറഞ്ഞ മെത്തേഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ 125ന്റെ എത്ര പെർസെന്റേജ് ആണ് 25 എന്ന് അറിയണം. 10% എന്ന് പറയുമ്പോൾ 12.5 ആണ്. ഓക്കെ, റൈറ്റ്, ഒരു പോയിന്റ് മാറ്റിയാൽ മതി കേട്ടോ. ഒരു 10% കൂടി എന്ന് പറയുമ്പോൾ 12.5 ആണ്. സോ ടോട്ടൽ 25. സോ 20% ആണ് ആൻസർ. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. പ്രോബ്ലം ഇതാണ്. In an examination, a student scored 50% of marks, maximum marks, and yet failed by 15 marks. If he had scored 10% more than what he scored, then he would be just managed to pass the exam. Exam pass percentage അവർക്ക് കിട്ടിയേനെ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ, സോ ഈ രണ്ട് സിറ്റുവേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമതായിട്ട് 50% മാർക്സ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. ദെൻ 50% മാർക്സ് സ്കോർ ചെയ്തപ്പോഴും അദ്ദേഹം ഫെയിൽ ആയിട്ടുള്ളത് 15 മാർക്സിനാണ്. രണ്ടാമതായിട്ട് ഇഫ് ഹി ഹാഡ് സ്കോർഡ് 10% മോർ ദാൻ വാട്ട് ഹി സ്കോർഡ്, അദ്ദേഹം സ്കോർ ചെയ്ത മാർക്കിന്റെ 10% കൂടുതൽ, അതിനേക്കാളും 10% കൂടുതൽ അദ്ദേഹം സ്കോർ ചെയ്തിരുന്നെങ്കിൽ then he would have just managed to get the pass percentage. ആ 10% കൂടുതൽ അധികം സ്കോർ ചെയ്തിരുന്നെങ്കിൽ പാസ് പെർസെന്റേജിനുള്ള മാർക്ക് കിട്ടിയേനെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി മാക്സിമം മാർക്സ് ഫോർ ദി പേപ്പർ? സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഒരു അസംഷൻ ആണ്. ലെറ്റ്സ് അസ്യൂം മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് നമ്മൾ 100 ആയിട്ട് അസ്യൂം ചെയ്യും. ഓക്കെ, ദെൻ 100 ആയിരുന്നു മാക്സിമം മാർക്ക് എങ്കിൽ സ്റ്റുഡന്റ് സ്കോർ ചെയ്ത മാർക്ക് എത്രയാണ്? മാർക്സ് സ്കോർഡ് 50% of 100 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 50. ഓക്കെ, 50 മാർക്സ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യെറ്റ് ഫെയിൽഡ് ബൈ 15 മാർക്സ്. അദ്ദേഹം സ്കോർ ചെയ്ത മാർക്ക് കഴിഞ്ഞിട്ട് 15 മാർക്കിനാണ് അദ്ദേഹം തോറ്റത്. ദെൻ ഇഫ് ഹി ഹാഡ് സ്കോർഡ് 10% മോർ, 10% കൂടുതൽ, അതായത് 10% മോർ എത്രയാണ്? 50യുടെ 10% എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 5. സോ 55 മാർക്സ്, നമ്മുടെ ഈ അസംഷൻ വെച്ചിട്ട് 55 മാർക്സ് കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം മാനേജ് ടു ഗെറ്റ് ദി പാസ് മാർക്ക്. അതായത് ഇപ്പോ ഈ രണ്ട് കൺസെപ്റ്റിൽ, അതായത് ആദ്യം 50 ആയിരുന്നു, പാസ് മാർക്കിനുള്ള 10% നമ്മൾ ആഡ് ചെയ്യുന്നു, ടോട്ടൽ 55. അതായത് ഡിഫറൻസ് ഹിയർ എത്രയാണ്? പാസ് മാർക്കും അദ്ദേഹം സ്കോർ ചെയ്ത മാർക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ് കിട്ടിയിരിക്കുന്നത്. ആക്ച്വൽ ഡിഫറൻസ് എത്രയാണ്? നമുക്ക് തന്നിട്ടുണ്ട് റൈറ്റ് അവേ, നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് അദ്ദേഹം സ്കോർ ചെയ്തത് 50% മാർക്സ് ആണ് ആൻഡ് യെറ്റ് ഫെയിൽഡ് ബൈ 15 മാർക്സ്. 50% മാർക്സ് സ്കോർ ചെയ്തിട്ട് അദ്ദേഹം 15 മാർക്സിനാണ്
തോറ്റുപോയത്. സോ 15 മാർക്സ് ആണ് ആക്ച്വൽ ഡിഫറൻസ്. സോ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് അദ്ദേഹം സ്കോർ ചെയ്ത 50 മാർക്സ്, ദെൻ ഡിഫറൻസ് വന്നിരിക്കുന്ന 15 മാർക്സ് ആണ്. ഈ 15 മാർക്സിന് ഈക്വൽ ആണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത 5 മാർക്സ്, റൈറ്റ്? നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന 5 എന്ന് പറയുന്നത് 15 മാർക്സിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ 100 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി, യു ഗെറ്റ് ദി ആൻസർ. സോ എങ്ങനെ ചെയ്യും? ഞാനിപ്പോ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ആക്ച്വൽ മാർക്സിന്റെ 15 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ 5 മാർക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 100 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യണം, ചെയ്യുവാണോ എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ചെയ്തത് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പെർസെന്റേജ് അസ്യൂം ചെയ്യാം. അങ്ങനെയാണ് ഒരു റൗണ്ട് ഫിഗർ ആയിട്ടുള്ള 100 അസ്യൂം ചെയ്തത്. 100 ആണ് മാക്സിമം മാർക്ക് എങ്കിൽ, 100 ആയിരുന്നു മാക്സിമം മാർക്ക് എങ്കിൽ 50% എന്ന് പറയുന്നത് 50 ആണ്. ദെൻ അതിന്റെ 10% എന്ന് പറയുമ്പോൾ 5 ആണ്. ടോട്ടൽ 55 ആയിരുന്നു. 100 ആണ് മാക്സിമം മാർക്ക് എങ്കിൽ 55 ആണ് കട്ട് ഓഫ്. പക്ഷെ 100 അല്ല മാക്സിമം മാർക്ക്. അദ്ദേഹത്തിന് ആക്ച്വലി 50% സ്കോർ ചെയ്തതിന് ശേഷവും ഫെയിൽ ആയത് 15 മാർക്സിനാണ്. അതായത് 50%ന്റെ പ്ലസ് 15 ചെയ്താൽ മാത്രമേ കട്ട് ഓഫ് മാർക്ക് ആവൂ. പക്ഷെ ഇവിടെ വരുമ്പോൾ 50%ഉം ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് 5 ആണ്. സോ ഈ 5ന് ഈക്വൽ ആണ്, ഈ ഡിഫറൻസിന് ഈക്വൽ ആണ് തന്നിരിക്കുന്ന 15 മാർക്സ്. അപ്പോ നമ്മളുടെ 15 നമ്മൾ കണ്ടെത്തിയ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു നമ്മൾ അസ്യൂം ചെയ്ത 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആൻസർ. എത്ര കിട്ടിയത്? ദിസ് ഇസ് 300. 300 മാർക്സ് ആണ് മാക്സിമം മാർക്സ്. ക്ലിയർ ആണോ? ഇനി ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ചെയ്ത രീതിയിലുള്ള കാൽക്കുലേഷൻ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആൻസറിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ പോകാം. തന്നിരിക്കുന്ന ആൻസർ ഉപയോഗിക്കുക. ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, ആ ഓപ്ഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ലൈക്ക് 200 ആയിരുന്നെങ്കിൽ 50% എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 100. ദെൻ 100ന്റെ 5% എന്ന് പറയുന്നത് 10 ആണ്. 10 എന്ന് പറയുമ്പോൾ ഡിഫറൻസ് വരുന്നത് 10 മാത്രമാണ്, പക്ഷെ ആക്ച്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 15 മാർക്സ് ആണ്. ഓക്കെ, സോ ആ ഓപ്ഷൻ ഫെയിൽഡ് ആയി. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, 300 ആണ്. 300ന്റെ 50% എന്ന് പറയുമ്പോൾ 150 ആണ്. അതിന്റെ 10% എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 15. നമുക്ക് തന്നിരിക്കുന്ന ആക്ച്വൽ ഡിഫറൻസും ഫെയിൽ ആയ മാർക്കും 15 ആണ്. സോ ദിസ് വൺ ഈസ് റൈറ്റ്. സിമ്പിൾ മെത്തേഡ് ആണ്. ഞാൻ ആക്ച്വലി എങ്ങനെയാണ് ആ പെർസെന്റേജ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരുമായിരുന്നു. നമ്മൾക്ക് ആൻസർ കിട്ടുവാണെങ്കിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ റൈറ്റ് അവേ ഓപ്ഷൻസിൽ അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഓപ്ഷൻസിൽ അപ്ലൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇത്രയും ടൈം ഒന്നും എടുക്കില്ല, പെട്ടെന്ന് കാൽക്കുലേഷൻസ് കഴിയും. രണ്ട് മെത്തേഡും ക്ലിയർ ആണല്ലോ. സോ ലെറ്റ് മീ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a basket of fruits, 60% are mangoes and remaining are apples. In that, 25% of apples are green and rest are red. Of the mangoes, 80% are red and the rest are green. What percentage of green fruits are mangoes? So നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്, എത്ര പെർസെന്റേജ് ഗ്രീൻ ഫ്രൂട്ട്സ് ആണ് മാംഗോസ് ഉള്ളത്? ഓക്കെ, ഒന്ന് അറ്റംപ്റ്റ് ചെയ്യൂ, അതിനുശേഷം നമുക്ക് ചെയ്യാം. ഒരു തവണ ഒന്ന് അറ്റംപ്റ്റ് ചെയ്തു നോക്കൂ. തന്നിരിക്കുന്ന ഓരോ ഡേറ്റയും സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അധികം കൺഫ്യൂഷൻ ഒന്നുമില്ല. ഒന്ന് ട്രൈ ചെയ്യും. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നത് റൈറ്റ് അവേ ഒരു അസംഷൻ കൊടുക്കാം. 100 ആണ് ടോട്ടൽ. അങ്ങനെയാണെങ്കിൽ എത്രയും ബാസ്കറ്റിൽ മൊത്തമുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് 100 ആണ്. അങ്ങനെയാണെങ്കിൽ 60% എന്ന് പറയുമ്പോൾ 60 മാംഗോസും ദെൻ ബാക്കി 40 ആപ്പിൾസും ആണ്. അതിൽ 25% ഓഫ് ആപ്പിൾസിന്റെ 25% ഗ്രീൻ ആണ്, ബാക്കി റെഡ് ആണ്. ദെൻ മാംഗോസിന്റെ 80% റെഡ് ആണ്, ബാക്കി ഗ്രീൻ ആണ്. സോ ഓരോന്നും എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
ഓക്കെ, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക. ടോട്ടൽ ഫ്രൂട്ട്സിനെ നമുക്ക് 100 ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, ദെൻ 100 ആണെങ്കിൽ 60% ആർ മാംഗോസ്. സോ മാംഗോസിന്റെ എണ്ണം 60 ആണ്. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് ആർ ആപ്പിൾസ്. സോ ആപ്പിളിന്റെ എണ്ണം 40. Okay, in that 25% of apples are green. Green apple എത്രയാണ് അപ്പോൾ? 40 into 25 divided by 100. 40 into 25 divided by 100. 25% of 40, that will be 10, right? 10 ആണ്. Then അതിനുശേഷം നമ്മോട് പറഞ്ഞിരിക്കുന്നത് and the rest are red. 25% ഗ്രീൻ ആണ്, ബാക്കിയുള്ളത് റെഡ് ആണ്. സോ റെഡ് ആപ്പിൾ 40 കഴിഞ്ഞാൽ 40ൽ 10 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 30 ആണ്. 30 ആപ്പിൾസ് റെഡ് ആണ്, റൈറ്റ്? രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓഫ് ദി മാംഗോസ് 80% ആർ റെഡ് ആൻഡ് റെസ്റ്റ് ആർ ഗ്രീൻ. മാംഗോസിന്റെ എണ്ണം 60 ആണ്. സോ ഗ്രീൻ മാംഗോസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. റെഡിന്റെ കാര്യം നമ്മളെ സംബന്ധിച്ചൊരു വറിയല്ല. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഗ്രീനിന്റെ കാര്യം മാത്രമാണ്. സോ ഓഫ് ദി മാംഗോസ് 80% ആർ റെഡ്. 80% റെഡ് ആണെങ്കിൽ 20% ആണ് ഗ്രീൻ. സോ മാംഗോസിന്റെ എണ്ണം 60 ആണ്. 60യുടെ 20%, that will be 12. Okay, 60 into 20 divided by 100 ചെയ്യുക, you'll get 12 mangoes. So total green എന്ന് പറയുന്നത് 10ഉം 12ഉമാണ്. Total green 10 plus 12, that is 24. So നമ്മൾ എടുത്തിരിക്കുന്നത് 100 ആണ്. 100ൽ 24 എന്ന് പറഞ്ഞാൽ 24 അല്ലല്ലോ, ആഡ് ചെയ്യുമ്പോൾ 22 ആണ് വരുന്നത്. മൈ മിസ്റ്റേക്ക്, സോറി. 22 ആണ് വരുന്നത്. Then what is the percentage of green fruits? What percentage of green fruits are mangoes? Okay, ക്വസ്റ്റ്യൻ അങ്ങനെയായിരുന്നു. ഈ ഗ്രീൻ ഫ്രൂട്ട്സ് ടോട്ടൽ ഇപ്പോൾ നമ്മൾ കിട്ടിയിരിക്കുന്നത് 22 ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ ഫ്രൂട്ട്സിനകത്ത് മാംഗോസിന്റെ പെർസെന്റേജ് എത്രയാണ്? മാംഗോസ് എത്രയാണ്? 12 ആണ്. സോ 22ന്റെ എത്ര പെർസെന്റേജ് ആണ്? 12 എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താം. ഓക്കെ, കാൽക്കുലേഷൻ എങ്ങനെയാണ്? പെർസെന്റേജ് ഓഫ് മാംഗോസ് ഇൻ ഗ്രീൻ ഫ്രൂട്ട്സ്. പെർസെന്റേജ് ഓഫ് മാംഗോസ് ഇൻ ഗ്രീൻ ഫ്രൂട്ട്സ് നോക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 12 divided by 22 into 100. 12 divided by 22 into 100 ചെയ്യുക, you'll get the answer. അല്ലെങ്കിൽ 12 എന്ന് പറയുന്നത് 22ന്റെ എത്ര പാർട്ടാണെന്ന് നോക്കിയാലും മതി. 22ന്റെ എത്ര പാർട്ടാണ്? 12. 22ന്റെ 50% എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തിരുന്ന അതേ മെത്തേഡ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നു. പകുതിയാണ്, 11 ആണ്. ഓക്കെ, 22ന്റെ 50% എന്ന് പറയുമ്പോൾ 11 ആണ്. Then 10% എടുക്കാൻ നമ്മുടെ കയ്യിലില്ല. 10% എന്ന് പറയുമ്പോൾ 2.2. അതിനുള്ള പോർഷൻ ഉണ്ടോ? ഇല്ല. 2.2 എടുത്തു കഴിഞ്ഞാൽ, അതായത് എനിവേ 50ക്കും 60ക്കും ഇടയിലാണ്. 50ക്കും 60ക്കും ഇടയിൽ എത്ര ഫിഗേഴ്സ് ഉണ്ട്? 2 ഐറ്റംസ് ഉണ്ട്. സോ അത് 52വിനേക്കാൾ കൂടുതലാണോ എന്ന് മനസ്സിലാക്കിയാൽ മതിയല്ലോ, നമുക്ക് ആൻസർ കിട്ടും. 52വിനേക്കാൾ കൂടുതലാണോ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓർ എൽസ് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ്. 52വിനേക്കാൾ കൂടുതലാണോ എന്ന് അറിയാൻ വേണ്ടി can take 2% or 3% or 5%. 5% എന്ന് പറഞ്ഞാൽ that will be 1.1, അതായത് 12.1. സോ 55ന് തൊട്ടടുത്തുള്ള ഫിഗർ ആണ്. 55നേക്കാൾ ജസ്റ്റ് ബിലോ 55 ആണ്. that will be 54.5. ഇങ്ങനെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതർവൈസ് നിങ്ങൾ ഈ കാൽക്കുലേഷൻസ് ചെയ്യുക, അതുവഴിയും 54.5 കിട്ടും. അതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. പെർഫെക്റ്റ് ആയിട്ട് വായിച്ചു നോക്കണം. അതർവൈസ് റൈറ്റ് അവേ നമ്മൾ 22 ഒക്കെ ചിന്തിച്ചു പോകും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാട്ട് പെർസെന്റേജ് ഓഫ് ഗ്രീൻ ഫ്രൂട്ട്സ് ആർ മാംഗോസ് എന്നാണ്.
സോ ഇത്രയാണ് ഗ്രീൻ ഫ്രൂട്ട്സിനകത്ത് മാംഗോ ഉള്ളത്. സോ ഗ്രീൻ ഫ്രൂട്ടിന്റെ ടോട്ടൽ കൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. മാംഗോസ് എത്രയാണെന്ന് മനസ്സിലാക്കി. സോ മാംഗോസ് ഡിവൈഡ് ബൈ ഗ്രീൻ ഫ്രൂട്ട്സ് ഇൻറ്റു 100. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓഫ് 2/3 of residents in a housing society owns cars, and furthermore 1/2 of the car owners own a Swift car. What is the percentage of residents who own a Swift car? സോ നമുക്ക് തന്നിരിക്കുന്ന 3 ഇൻഫർമേഷൻ ആണ്. ഒന്നാമതായിട്ട് ടോട്ടൽ റെസിഡൻസിലെ 2/3 ഒരു കാർസ്, അവർക്ക് സ്വന്തമായിട്ട് കാറുകളുണ്ട്. ദെൻ 1/2 ഓഫ് ദി കാർ ഓണേഴ്സിന്റെ ഹാഫ് എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ സ്വിഫ്റ്റ് കാർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി പെർസെന്റേജ് ഓഫ് റെസിഡൻസ് ഹു ഓൺ സ്വിഫ്റ്റ് കാർ? ട്രൈ ചെയ്യൂ, ആൻസർ പറയൂ. ഓക്കെ, ബി എന്ന് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 2 വേയിൽ ചെയ്യാം. ഏറ്റവും ഡയറക്റ്റ് വേ എന്ന് പറയുന്നത് 2/3 1/2. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. 2/3 ആണ് നമ്മളുടെ കാർ ഓണേഴ്സിന്റെ എണ്ണം. അതിൽ 1/2 എന്ന് പറയുന്നത് സ്വിഫ്റ്റ് കാർ ഓൺ ചെയ്യുന്നു. ഓക്കെ, സോ റൈറ്റ് വേ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 2/3 ഇൻറ്റു 1/2 ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 3 divided by 6, that will be 1/3. ആൻസർ ആയി. ആക്ച്വലി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പെർസെൻറ്റേജ് ആണ്. സോ 1/3 ഇൻറ്റു 100 ചെയ്തു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കിട്ടും. ഡിവൈഡ് ചെയ്യുമ്പോൾ 33.33. ഓക്കെ, ഇതാണ് 1 വേ. റൈറ്റ് വേ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. അതർവൈസ് നമുക്ക് 100 അസ്യൂം ചെയ്തും കാൽക്കുലേറ്റ് ചെയ്യാം. 100 അസ്യൂം ചെയ്യുമ്പോൾ 2/3 റെസിഡൻസ് കാർ ഓൺ ചെയ്യുന്നുണ്ട്. അതായത് 2/3 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 66.67. ആ 2/3 റെസിഡൻസിന്റെ ഹാഫ് 66.67 ഹാഫ് എന്ന് പറയുന്നത് 33.3. റൗണ്ട് ചെയ്യുമ്പോഴാണ് 7, അതർവൈസ് 6 ആണ്. 33 or 34. ഇതും സെയിം ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ ലെറ്റ് മീ മൂവ് ഓൺ. അത്രയുമാണ് നമ്മളുടെ കഴിഞ്ഞ ഏരിയ പെർസെൻറ്റേജിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും നിങ്ങളോട് ചോദിക്കുന്നത് കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആൻഡ് ഇതെല്ലാം ബേസിക് കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഒരു സെല്ലർ അധികം റോ മെറ്റീരിയൽസ് മേടിക്കുന്ന പ്രൈസ് ആണ് കോസ്റ്റ് പ്രൈസ്. അത് ആ കോസ്റ്റ് പ്രൈസിന്റെ ഒപ്പം ഒരു പ്രോഫിറ്റ് ചാർജ് ചെയ്തുകൊണ്ടായിരിക്കും അദ്ദേഹം സെല്ലിംഗ് പ്രൈസിന് ഈ പ്രോഡക്റ്റ് വിൽക്കുന്നത്. ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഗെയിൻ ആണ്. ദെൻ ചില സാഹചര്യങ്ങളിൽ കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസിന് അദ്ദേഹത്തിന് വിൽക്കേണ്ടി വരുവാണെങ്കിൽ ആ സിറ്റുവേഷനെയാണ് നമ്മൾ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസും തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണെങ്കിൽ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രോഫിറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് എടുക്കുക ഇൻറ്റു 100 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ചെയ്താൽ മതി. ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ പ്രോഫിറ്റിന് പകരം ലോസ് ആക്കുക. ലോസ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി, സെല്ലിംഗ് പ്രൈസ് തന്നിട്ടില്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 100 പ്ലസ്, ബിക്കോസ് 100 എന്ന് പറയുന്നത് നമ്മൾ കോസ്റ്റ് പ്രൈസ് ആയിട്ട് അസ്യൂം ചെയ്യും. 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ്. ഇതെല്ലാം നമുക്ക് ചെയ്ത് വരുന്നത് വഴി കാര്യങ്ങൾ വ്യക്തമാകും. ഇത്ര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ലെറ്റ്സ് ഡു വൺ ക്വസ്റ്റ്യൻ ഫസ്റ്റ്. സി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The cost price of goods for a shopkeeper was X. എത്രയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടില്ല. He marked them at 20% higher than the cost price. കോസ്റ്റ് പ്രൈസിനേക്കാൾ 20% ഹയർ പ്രൈസിനാണ് അദ്ദേഹം
മാർക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന വിലയാണ്. 20% ഹയറിനാണ് അദ്ദേഹം വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫൈനലി ഹി സോൾഡ് ദി ഗുഡ്സ് അറ്റ് 30% ഡിസ്കൗണ്ട്. പക്ഷെ അവസാനം അദ്ദേഹം വിറ്റത് 30% ഡിസ്കൗണ്ടിലാണ്. ഡിഡ് ഹി ഏൺ എ പ്രോഫിറ്റ് ഓർ ഇൻകർ ലോസ്? ലോസ് ആണെങ്കിൽ എത്ര ശതമാനമാണ്, പ്രോഫിറ്റ് ആണെങ്കിൽ എത്ര ശതമാനം? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ ചെയ്യും? സോ കോസ്റ്റ് പ്രൈസ് നമ്മുടെ കയ്യിൽ തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് നമ്മൾ അസ്യൂം ചെയ്യുക. അസംഷൻ എപ്പോഴും നല്ലത് 100 ആണ്, ബിക്കോസ് പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴും 100 ആയിരിക്കും എപ്പോഴും എളുപ്പം. സോ കോസ്റ്റ് പ്രൈസ് നമ്മൾ 100 ആയിട്ട് അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 20% ഹയർ ദാൻ കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണ്, 20% ഹയർ എന്ന് പറയുമ്പോൾ 120. ഓക്കെ, ഫൈനലി ഹി സോൾഡ് ദി ഗുഡ്സ് അറ്റ് 30% ഡിസ്കൗണ്ട്. അദ്ദേഹം വിറ്റത് 30% ഡിസ്കൗണ്ടിലാണ്. സോ 120യുടെ 30% ഡിസ്കൗണ്ട്. One second. ഓക്കെ, സോ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 120 ആണ്. 120യുടെ 30%, ദാറ്റ് വിൽ ബി 120 into 30% എന്ന് പറയുമ്പോൾ 36 ആണ് ഡിസ്കൗണ്ട് വരുന്നത്. സോ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ എറർ ഉണ്ട് ആൻസറിനകത്ത്, അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ചത്. ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, സെല്ലിംഗ് പ്രൈസ് 120 ആയിരുന്നു, 36 കുറയ്ക്കുക, 120 മൈനസ് 36, ദാറ്റ് വിൽ ബി 84. 84 റുപ്പീസിനാണ് അദ്ദേഹം ആ പറഞ്ഞ പ്രൊഡക്റ്റ് അദ്ദേഹം വിറ്റത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രോഫിറ്റ് അല്ല വരുന്നത്, ലോസ് ആണ്. ഓപ്ഷൻസിൽ ഒരു എറർ ഉണ്ട് അതിനകത്ത്, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുള്ള എറർ ആണ്. എനിവേ, ചില ക്വസ്റ്റ്യൻസിൽ അങ്ങനെ വരാം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോഴും ചില മിസ്റ്റേക്സ് ഉണ്ടാവും. അത്തരത്തിൽ വന്നിരിക്കുന്ന ഒരു എറർ ആണിത്. ബിക്കോസ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആയിരുന്നു, 84 റുപ്പീസിന് വെക്കുന്നു, ലോസ് 16. 100 ആയതുകൊണ്ട് ഡയറക്ട്ലി 16% എന്ന് തന്നെ നമുക്ക് പറയാം. 16% ആണ് ലോസ്. ഓക്കെ, പ്രോഫിറ്റ് അല്ല, ലോസ് ആയിരുന്നു. ക്ലിയർ അല്ലേ? Got it right? Okay. So let's move on. Another question. An umbrella was sold at a profit of 20%. What is the selling price of the umbrella if the shopkeeper procured it at a cost of 180? Direct question ആണ്. പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊന്ന് പറഞ്ഞ്. അദ്ദേഹം അത് മേടിച്ചത് 180 റുപ്പീസിനാണ്, അതായത് കോസ്റ്റ് പ്രൈസ് 180 ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് അദ്ദേഹം ചാർജ് ചെയ്യുന്നത് 20% ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും സെല്ലിംഗ് പ്രൈസ്? 180 പ്ലസ് 20% ഓഫ് 180. ഇവിടെയൊക്കെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് പോയാൽ മതി. 180ന്റെ 10% എന്ന് പറഞ്ഞാൽ 18 ആണ്, 20% 36 ആണ്. സോ 180 പ്ലസ് 36, ദാറ്റ് വിൽ ബി 216. റൈറ്റിംഗ് എനിത്തിങ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. An article was sold for rupees 2,400 at a profit of 25%. What would have been the actual profit or loss?
if it was sold at 1800. Okay, അദ്ദേഹം ഈ പ്രൊഡക്റ്റ് ഈ ആർട്ടിക്കിൾ സെല്ല് ചെയ്തത് 2400-നാണ്. 2400 സെല്ല് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് 25% പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും 1800-ന് സെല്ല് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പ്രോഫിറ്റോ ലോസോ ആയിട്ട് കിട്ടേണ്ടിയിരുന്നത്? ഓക്കെ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് ആലോചിച്ച്. Okay, so first question is that നമുക്കിവിടെ തന്നിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്, റൈറ്റ്? ഈ തന്നിരിക്കുന്നത് 2400 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. 2400 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള 100ന്റെ ഒപ്പം 25% കൂടി ആഡ് ചെയ്തതാണ് ഈ പറയുന്ന 2400. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഈ 100 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് 2400 എന്ന് പറയുന്നത് 100 പ്ലസ് 25 ആണ്, 125 ആണ്. അങ്ങനെയാണെങ്കിൽ 100 എത്രയാണ് എന്ന് കണ്ടുപിടിക്കാം. 2400 എന്ന് പറയുന്നത് 125 ആണ്. ഞാൻ ഇതേ രീതി തന്നെയാണ് മുമ്പുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം പറഞ്ഞത്. ഈ ഒരു വേയിൽ തന്നെ ചിന്തിക്കുക. 2400 എന്ന് പറയുന്നത് 125% ആണ്. ദാറ്റ് മീൻസ് 2400 ഡിവൈഡ് ബൈ 125 ഇൻറ്റു 100. അതേപോലെ നമുക്കൊരു വാല്യൂ ഇത്ര പെർസെൻറ്റേജ് ആണെന്ന് അറിയാമെങ്കിൽ ആ പെർസെൻറ്റേജ് കൊണ്ട് ആ വാല്യൂവിനെ ഡിവൈഡ് ചെയ്യുക, ദെൻ നമുക്ക് റിക്വയർഡ് പെർസെൻറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ആൻസറിലേക്ക് എത്താൻ പറ്റും. അത് തന്നെയാണ് ഇവിടെയും ചെയ്തത്. 2400 എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം ഇത് 125% ആണ്. അങ്ങനെയാണെങ്കിൽ 2400 ഡിവൈഡ് ബൈ 125 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 100% എത്രയാണെന്ന് അറിയാൻ പറ്റും. 60% ആണ് അറിയണമെങ്കിൽ 100ന് പകരം 60 ചെയ്യുക. 10% അറിയണമെങ്കിൽ 100ന് പകരം 10 ചെയ്യുക. ഓക്കെ, ആ വേയിൽ നമുക്ക് കണ്ടുപിടിക്കാം. എത്ര കിട്ടും? കാൽക്കുലേറ്റ് ചെയ്യൂ. യു വിൽ ഗെറ്റ് 19, I think 20. 19. This will be 1920, right? 1920. 1920 ആണ് കോസ്റ്റ് പ്രൈസ്. ആക്ച്വലി ഇത് സെല്ല് ചെയ്ത് എത്ര രൂപയ്ക്കാണ്? 1800-നാണ്. അങ്ങനെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് വുഡ് ഹാവ് ബീൻ ദി ആക്ച്വൽ പ്രോഫിറ്റ് ഓർ ലോസ്. എത്രയാണ്? പ്രോഫിറ്റ് ആണോ? കോസ്റ്റ് പ്രൈസ് 1920 ആണ്, സെല്ലിംഗ് പ്രൈസ് 1800 ആണ്. സോ ലോസ് 1920 minus 1800, that will be 120. 120 rupeesന്റെ ലോസ് ആണ് ഇൻകർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നാണ്. ഡയറക്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അവിടെ കോസ്റ്റ് പ്രൈസ് ടു സെല്ലിംഗ് പ്രൈസ് കൺവേർഷനും സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനും മാത്രം അറിഞ്ഞിരിക്കുക. അതറിയാമെങ്കിൽ നമുക്ക് ഇത് പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്ലാനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന അവസാനത്തെ ഏരിയയാണ് ഇൻട്രസ്റ്റ്. പിന്നീട് ഇത്രയും നമ്മളിപ്പോൾ 6 ഏരിയ മാത്തമാറ്റിക്കൽ റീസണിങ്ങുമായി മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ റീസണിങ്ങിൽ ഇതിനു മുമ്പ് അതിൽ കൂടുതൽ ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ 6ാമത്തെ ഏരിയ ഇൻട്രസ്റ്റ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏരിയയും ഇൻട്രസ്റ്റ് ആണ്. ബിക്കോസ് ഇൻട്രസ്റ്റിന് സ്ഥിരം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇൻട്രസ്റ്റിന്റെ ബേസിക്, ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് ബേസിക് ഐഡിയ ഉണ്ടാകാൻ വേണ്ടി ആദ്യം ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് തിങ് ഈസ് പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ദി മണി ബോറോഡ് ഓർ ലെൻഡ്. നമ്മൾ കൊടുത്തിരിക്കുന്ന മണി അല്ലെങ്കിൽ നമ്മൾ കടമായിട്ട് മേടിച്ചിരിക്കുന്ന ആ എമൗണ്ടിനെയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതെ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും സെയിം ഇൻട്രസ്റ്റ് തന്നെയായിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഇൻട്രസ്റ്റിന്മേലും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യപ്പെടും. അതായത് ഫസ്റ്റ് ഇയറിൽ 100 rupees ആണെന്ന് വിചാരിക്കും. 100 rupeesന്റെ 10% ആണ് ഇൻട്രസ്റ്റ് എങ്കിൽ രണ്ടാമത്തെ വർഷം 110 ആയി. ഓക്കെ,
പിന്നെ വീണ്ടും 10% ഇൻട്രസ്റ്റ്. സോ ആ 10 റുപ്പീസ് ആണ്. ദെൻ ഇവിടെയും 10 റുപ്പീസ് ആണ്, ഇവിടെയും. സോ 120 ആയി. ഇങ്ങനെ ഓരോ വർഷവും സെയിം ഇൻട്രസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ, കോമ്പൗണ്ട് ചെയ്യാതെ സെയിം ഇൻട്രസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. വേറെ സെക്കൻഡ് സിറ്റുവേഷനിൽ ഓരോ വർഷവും 10%, ഇൻട്രസ്റ്റ് വന്നിരിക്കുന്ന എമൗണ്ടിന്റെയും 10%. ലൈക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ അർത്ഥം ആദ്യത്തെ വർഷം 100 ആയിരുന്നു, 10% ആഡ് ചെയ്തപ്പോൾ 110 ആയി. രണ്ടാമത്തെ വർഷം 110ന്റെ 10%, ദാറ്റ് ഈസ് 11 ആഡ് ചെയ്യുമ്പോൾ 121 ആയി. ഇവിടെ 11 ആണ് ഇൻട്രസ്റ്റ്. ദെൻ 121ന്റെ 10%, that will be 12.1 or something. അങ്ങനെ ഓരോ വർഷവും കോമ്പൗണ്ട് ചെയ്ത് ആഡ് ചെയ്ത് വരികയാണെങ്കിൽ, അതായത് ഓരോ വർഷവും പ്രിൻസിപ്പലിനും ഇൻട്രസ്റ്റിനും കൂടി വീണ്ടും ഇൻട്രസ്റ്റ് വരുവാണെങ്കിൽ അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. സോ ഇവിടെ രണ്ടിടത്തും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സം ബേസിക് ഇക്വേഷൻസ് ആണ്. ആ ബേസിക് ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇക്വേഷൻ സിമ്പിൾ ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ സിമ്പിൾ ആണ്. PRT, ദാറ്റ്സ് ഇറ്റ്. ഇൻട്രസ്റ്റ് കാൽക്കുലേഷന്റെ ഇക്വേഷൻ ആണ് പ്രിൻസിപ്പൽ, റേറ്റ് ആൻഡ് ടൈം. പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ് ഇൻറ്റു ടൈം ഡിവൈഡ് ബൈ 100. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ കഴിഞ്ഞു. ഓക്കെ, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഇതാണ് ഇക്വേഷൻ. ആ ഇക്വേഷനിൽ നിന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണെങ്കിൽ, പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി P is equal to 100 into simple interest divided by R into T. സെയിം ഇക്വേഷനെ തന്നെ നമ്മൾ P ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന ആലോചിക്കുക. P ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണെങ്കിൽ സെയിം രീതിയിലുള്ള P വന്നു കഴിഞ്ഞാൽ ആറും ടിയും താഴെയായിരിക്കും. ബിക്കോസ് P വരാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഡിവിഷനിലേക്ക് മാറും. സോ കാൽക്കുലേഷൻ ഈ ഇക്വേഷനിലേക്ക് മാറും. P is equal to 100 into simple interest divided by RT. Then അതേപോലെ T കണ്ടുപിടിക്കാനാണെങ്കിലും സെയിം വേയിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ P ആൻഡ് R. Then R കണ്ടുപിടിക്കാനാണെങ്കിൽ അതേ വേയിൽ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ P into T. Equations are simple in case of simple interest. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു അക്യുമുലേറ്റഡ് ഇൻട്രസ്റ്റ് ആണ്. ഓരോ വർഷവും ഇൻട്രസ്റ്റ് പ്രിൻസിപ്പലിന്റെ ഒപ്പം ആഡ് ചെയ്യുന്നു, അതുവഴി അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല compound interest is equal to amount minus principal. Okay, അതാണ് ബേസിക് ഫോർമുല വരുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് is equal to amount minus principal. എമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പൽ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റും. അവിടെ എമൗണ്ട് ഓർ എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. എ മനസ്സിലാക്കണമെങ്കിൽ അത് ഫൈനലി 4 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് നമുക്ക് റൈറ്റ് അവേ കാൽക്കുലേറ്റ് ചെയ്യാവുന്നത്. ആ എമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പൽ വാല്യൂ കുറച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത് മനസ്സിലാവും. സോ എ ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ ഇൻറ്റു 1 പ്ലസ് ആർ ഡിവൈഡ് ബൈ 100 ഓൾ റേസ് ടു n. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഓർ യു ക്യാൻ സേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഓൾ റേസ് ടു n മൈനസ് പി. ഓക്കെ, ഈ ഇക്വേഷൻ തന്നെയാണ്. അതായത് എ മൈനസ് പി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് ഇതാണ്, ഇത്രയുമാണ് എ മൈനസ് പി. ഓക്കെ, ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, അറിയണം. ബിക്കോസ് എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. ഈ രണ്ട് ഇക്വേഷൻസും ഓർക്കുക. ലെറ്റ്സ് സ്റ്റാർട്ട് ഡൂയിങ് സം പ്രോബ്ലംസ്. ഫസ്റ്റ് വൺ, ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ആൻ എമൗണ്ട് ഓഫ് rupees 900 to yield rupees 81 as interest at 4.5% per annum on simple interest. അതായത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇപ്പോ 900 റുപ്പീസ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള 900 റുപ്പീസ് കൊടുക്കുകയാണെങ്കിൽ 81 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. അത് 4.5% പലിശ നിരക്കിൽ എത്ര നാൾ കൊണ്ട് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും? ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് ടി ആണ്. ടൈം കണ്ടുപിടിക്കണം. ബാക്കി ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാമല്ലോ. ചെയ്ത് നോക്കൂ. ടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഓക്കെ, ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ടി ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു സിമ്പിൾ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ പി ഇൻറ്റു ആർ. ഒന്ന് ചെയ്ത് നോക്കൂ.
ഇവിടെ പ്രിൻസിപ്പൽ 900 തന്നിട്ടുണ്ട്. Then simple interest തന്നിട്ടുണ്ട്, ഡയറക്ട്ലി തന്നിട്ടുണ്ട് 81. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4.5 ആണ്. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? ടി കണ്ടുപിടിക്കണം. സോ ടി ഇസ് ഈക്വൽ ടു നമ്മളുടെ ഇക്വേഷൻ 100 into simple interest divided by P into R. 100 into simple interest divided by P into R. So 100 into simple interest നമുക്ക് തന്നിട്ടുണ്ട് 81 ആണ്. P എന്ന് പറയുന്നത് 900 ആണ്. R എന്ന് പറയുന്നത് 4.5 ആണ്. സോ ചെയ്ത് നോക്കാം. 0 പോയി. 9 into 9 4.5 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 9 ആകും. സോ 2 years ആണ് ആൻസർ. Okay, so hope this one is clear, right? 2 years നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. 2 years ആണ് ആൻസർ. ജസ്റ്റ് ആ ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ആൻസർ കണ്ടെത്താൻ പറ്റി. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഫൈൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ 6250 at 14% per annum for 146 days. കണ്ടുപിടിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ആ ഇയർ വൈസ് അവർ വൈസുകളൊക്കെ പ്രോബ്ലം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനെ തരുവാണെങ്കിൽ നമ്മൾ ആ ടോട്ടൽ നമ്പർ കൊണ്ട്, ഒരു വർഷത്തേക്കുള്ള ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് ഫിഗറിലേക്ക് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. ഡിവിസിബിൾ ആണോ നോക്കൂ. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താലും മതി. അതർവൈസ് ഇക്വേഷൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു PRT divided by 100. Okay, principal is given 6250. R is 14%. Then term in a round off ചെയ്യാൻ വേണ്ടി 146 divided by 365. ഇതൊന്ന് ഷോർട്ടൺ ചെയ്യുവാണെങ്കിൽ ഓക്കെ, അതായത് 73 കൊണ്ട് ഡിവിസിബിൾ ആണ്. 73 into 2 146. Then 73 into 5 you get 365. Or else ഓരോ ചെറിയ ഫിഗേഴ്സ് വെച്ച് നിങ്ങൾ ചെറുതാക്കി കൊണ്ടുവരിക. You will get 2.2/5. So 2/5 ആണ് years. Okay, 2/5 years. ഇനി അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെറുതാക്കും, മൾട്ടിപ്ലൈ ചെയ്ത് ചെറുതാക്കും. 2/5 divided by 100 ചെയ്യൂ. എത്ര കിട്ടുന്നു എന്ന് പറയാമോ? Okay, substitute ചെയ്യുമ്പോൾ you will get 350. Right answer. Very good. Let me move on. Next question. A certain sum of money amounts to rupees 1008 in 2 years and to rupees
1164 in 3.5 years. Find the sum of money and rate of interest. ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തന്നിട്ടില്ല, സം ഓഫ് മണി ഇങ്ങനെ തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കണം. സോ എങ്ങനെ ചെയ്യും? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഡീറ്റെയിൽസ് ആണ്. 2 വർഷം കൊണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2 ഇയേഴ്സിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1000, ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ ഈസ് 1008. ദെൻ 3.5 ഇയേഴ്സ്, 3.5 വർഷം കൊണ്ട് ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 1164 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1.5 ഇയേഴ്സ് കൊണ്ടുള്ള ഇൻട്രസ്റ്റ് എത്രയാണ് കണ്ടുപിടിക്കാലോ. ഡിഫറൻസ് എടുത്താൽ മതി. 1.5 വർഷം കൊണ്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 156, റൈറ്റ്? ഡിഫറൻസ് 156 വരും. 156 ആണ്. അങ്ങനെയാണെങ്കിൽ 2 ഇയേഴ്സിനേക്ക്, ആദ്യത്തെ 2 വർഷത്തേക്കുള്ള ഡേറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് 1.5 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് 156. അതായത് 156 എന്ന് പറയുന്നത് 1.5 ആണ്, റൈറ്റ്? 1.5 വർഷത്തെയാണ്. അങ്ങനെയാണെങ്കിൽ 2 ഇയേഴ്സിലെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. നേരത്തെ ചെയ്ത അതേ ടെക്നിക്, 156 ഡിവൈഡ് ബൈ 1.5 ഇൻറ്റു 2. ഇത് ചെയ്തു കഴിഞ്ഞാൽ 2 വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. ചെയ്തു നോക്കി. വൺ ആൻഡ് ഹാഫ് എന്ന് പറയുന്നത് 1.5 എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ 2 into 1 2 plus 3 by 2 എന്ന് എഴുതിയാലും മതി. 3 by 2 എന്ന് എഴുതിയാലും സെയിം ആണ്. 1.5 എന്ന് പകരം ഇങ്ങനെ എഴുതുമ്പോൾ ഉള്ള ഗുണം കാൽക്കുലേഷൻ കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. സോ യു ക്യാൻ ഡു ദിസ്, റൈറ്റ്? 156 into 2 into 2 divided by 3. ഈ 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു പോകും. 2 മുകളിൽ വരും, 3 താഴെ വരും. ഓക്കെ, എത്ര കിട്ടും? 15 എന്ന് പറയുമ്പോൾ 5 times 6 2 times 52 into 4. that will be 52 into 4 208. 2 വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഫോർ 2 years 208 ആണ്. നമ്മളോട് ചോദിച്ചിരുന്നത് എന്താ? ഫൈൻഡ് ദി സം ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സം എത്രയാ? 2 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് 208 ആണ്. 2 വർഷം കഴിഞ്ഞപ്പോൾ ഉള്ള പ്രിൻസിപ്പിൾ മീൻസ് എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. 2 വർഷം കഴിഞ്ഞപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് 1008 ആണ്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്, ഇസ് ഈക്വൽ ടു 1008. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പിൾ എത്രയായിരിക്കും? 1008 മൈനസ് നമ്മൾ കണ്ടുപിടിച്ച ഇൻട്രസ്റ്റ് ചെയ്താൽ പോരെ. ഓക്കെ, ദാറ്റ് ഈസ് 800. പിന്നെ നമ്മളുടെ ഓപ്ഷൻസിനകത്ത് 800 ഡയറക്ട്ലി തന്നിട്ടുണ്ട്. എല്ലാത്തിലും 800 ആണ്. സോ റൈറ്റ് അവേ കാൽക്കുലേഷൻസ് ഇല്ലാതെയും ചെയ്യാം. 800 അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. 800 കിട്ടി. ദെൻ ഡിഫറൻസ് വരുന്നത് എത്രയാ? 208 ആണ്. ഈ 208 എന്ന് പറയുന്നത് 800ന്റെ പെർസെൻറ്റേജ് അറിയണം. നമുക്ക് പെർസെൻറ്റേജ് അറിയാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യും. എത്ര പെർസെൻറ്റേജ് ആണെന്ന് അറിയാനല്ലേ? സോ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക, പെർസെൻറ്റേജ് മനസ്സിലാവും. let me do. ഇതുവരെ ചെയ്തത് ക്ലിയർ ആണോ? എങ്ങനെയാണ് പി കണ്ടുപിടിച്ചതെന്ന് വരെയുള്ളത് ക്ലിയർ ആണോ? ആണെങ്കിൽ റേറ്റ് is equal to, റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷനിൽ തന്നെ നോക്കിക്കൊള്ളുക.
rate is equal to 100 into simple interest divided by P into T. So rate is equal to 100 into simple interest divided by PT. So rate ആണ് കണ്ടുപിടിക്കേണ്ടത് 100. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് അറിയാം, 208 ആണ്. P പ്രിൻസിപ്പൽ എമൗണ്ട് 800, ടേം എന്ന് പറയുന്നത് 2 years ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റേറ്റിലേക്ക് എത്താൻ സാധിക്കും. ഒന്ന് ചെയ്തിട്ട് പറയും. ഓക്കെ, ഡിവൈഡ് ചെയ്ത് നോക്കുക. 13% കിട്ടും. 813. ഇതാണ് നമ്മളുടെ ആൻസർ. സോ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ രീതിയിൽ പോവുക. നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണ്? ബി എല്ലാവർക്കും തന്നെ കിട്ടി. വെരി ഗുഡ്. സോ ലെറ്റ്സ് ഡു ദി നെക്സ്റ്റ് പ്രോബ്ലം. The simple interest on a certain sum of money for 2.5 years at 12% per annum is rupees 40 less than the simple interest on certain same sum of money for 3.5 years at 10% per annum. Find sum. നമുക്ക് രണ്ട് സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. രണ്ട് സിറ്റുവേഷനിലും സം സെയിം ആണ്. സം എമൗണ്ട് സെയിം ആണ്, പ്രിൻസിപ്പൽ എമൗണ്ട് സെയിം ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് എത്രയാന്ന് തന്നിട്ടില്ല, ഇൻട്രസ്റ്റിന്റെ ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇൻട്രസ്റ്റിലേക്ക് എത്താൻ പറ്റും? നമുക്കറിയാവുന്ന ഡേറ്റ എഴുതി നോക്കുക. എഴുതി നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ വേ. ആ വേ സോൾവ് ചെയ്തുകൊണ്ട് ഇൻട്രസ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് അറിയാവുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ സർട്ടൻ സം ഓഫ് മണി ഫോർ 2.5 years at 12% per annum is 40 less than. അതായത് ഫസ്റ്റ് ഡേറ്റ് നമ്മുടെ തന്നിട്ടുണ്ട്. അത് ഓരോന്നും എഴുതുക. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്താണ്? P into R into T ആണ്. സോ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്രയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് അറിയില്ല. സോ എക്സ് ഒന്ന് നമ്മൾ കൊടുക്കുന്നു. ഇൻറ്റു സെക്കൻഡ് സിറ്റുവേഷൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൻ സം ഓഫ് മണി ഫോർ 2.5 years at 12% per annum is 40 less than. സോ ഇതിനേക്കാൾ വലുതാണ് അടുത്തത് പറയാൻ പോകുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ദി സെയിം സം ഓഫ് മണി ഫോർ 3.5 years at 10% per annum. സോ രണ്ടാമത്തെയാണ് വലുത്. സോ വലുതായിട്ടുള്ളത് നമുക്ക് ആദ്യം എഴുതാം. റേറ്റ് എന്ന് പറയുന്നത് 10 ആണ്. then time period എന്ന് പറയുന്നത് 3.5 years ആണ്. ഓക്കെ, divided by 100. സെയിം ഇക്വേഷൻ എന്തായിരുന്നു? പി ആർ ടി ഡിവൈഡ് ബൈ 100 എന്നുള്ളതാണ്. ആ ഇക്വേഷൻ തന്നെ ഞാൻ ഇവിടെ എഴുതുന്നു. ദെൻ ഫസ്റ്റ് സിറ്റുവേഷൻ എഴുതി മൈനസ് സെക്കൻഡ് സിറ്റുവേഷൻ. പ്രിൻസിപ്പൽ വാല്യൂ സെയിം ആണ്, പെർസെൻറ്റേജിൽ ഡിഫറൻസ് വരുന്നുണ്ട് 12. ദെൻ ടൈം പീരീഡ് 2.5 years ആണ്, ഡിവൈഡഡ് ബൈ 100. ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 40 ആണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ഒരു ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് അങ്ങ് എഴുതുന്നു.
ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഒന്ന് ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ഇവിടെയും ചെയ്യാം. സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. ആൻസർ പറയണേ. ത്രീ ആൻഡ് ഹാഫ് കാൽക്കുലേഷൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് ഇൻറ്റു 10 ഇൻറ്റു 3.5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 ഇൻറ്റു 3 6 പ്ലസ് 7 ബൈ 2. ഓക്കെ, ഡിവൈഡ് ബൈ 100 എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതാം. സോ ബൈ 2 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാകും, 100 ഇൻറ്റു 2 എന്നുള്ള രീതിയിൽ തന്നെ വരും. ദെൻ അതേ വേയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെയും ചെയ്യാം. എക്സ് ഇൻറ്റു 12 into 2.5 എന്ന് പറയുമ്പോൾ 2 into 2 plus 1 is 5 divided by 2 എന്നുള്ള രീതിയിലാകും. കോമൺ ആക്കാൻ വേണ്ടി 100 into 2. ഇനി സോൾവ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എന്തൊക്കെ സ്ട്രൈക്ക് ചെയ്ത് കളയാമോ അതെല്ലാം കളയും. ബാക്കി എന്ത് വരും? ഓക്കെ, ആൻസർ കിട്ടി. വെരി ഗുഡ്. സോ സോൾവ് ചെയ്യുമ്പോൾ x into 7 is 7x divided by 10 into 2 20 minus ഇതും 6. Okay, same way you'll get 6x divided by 20 or reduce ചെയ്തിട്ട് നമുക്കത് വേണമെങ്കിൽ 3x divided by 10 എന്ന് എഴുതാം, is equal to 40 എന്നായി. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ആൻസർ എത്തും. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ you will get കോമൺ ആണ് 20 20. So 20 7x minus 6x is equal to 40. So 20 അപ്പുറത്തേക്ക് പോകുന്നു. സോൾവ് ചെയ്യൂ. You'll get 800. അതായത് 7x minus 1x എന്ന് പറയുമ്പോൾ x ആണ്, 6x എന്ന് പറയുമ്പോൾ x is equal to 40 into 20, that will be 800. Okay, സെയിം ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഗുഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The compound interest on rupees 30,000 at 7% per annum is 4,347. The period in years is, so നമുക്ക് അറിയില്ലാത്തത് പീരീഡ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷനിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്താണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ ഒന്നും തന്നെ മിസ് ആവില്ല. എ കണ്ടുപിടിച്ചതിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്യുന്നതിലും ബെറ്റർ ഡയറക്റ്റ്ലി നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, ചെയ്തു നോക്കാം.
compound interest is equal to P into 1 plus P into 1 plus നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ പെർസെൻറ്റേജ് എത്രയാണ്? One second. ഒരു സെക്കൻഡ്, വേറൊരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഒരു സെക്കൻഡ്. The compound interest of 30,000 at 7% per annum is 4,347. Okay, for the period. So നമുക്ക് എമൗണ്ട് എത്രയാണെന്ന് അറിയാം. ഇവിടെ എമൗണ്ട് റൈറ്റ് അവേ തന്നിട്ടുണ്ട്. എമൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു പീരീഡിന്റെ എൻഡിൽ കിട്ടാൻ പോകുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 30,000 പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. റൈറ്റ്. സോ റൈറ്റ് അവേ നമുക്ക് തന്നിട്ടുണ്ട്, എമൗണ്ട് തന്നിട്ടുണ്ട്, 30,000 പ്ലസ് ഇൻട്രസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. 30,000 പ്ലസ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 34,347. ഇതാണ് നമ്മളുടെ എമൗണ്ട്. സോ ഇയേഴ്സ് നമുക്കറിയില്ല. ലെറ്റ്സ് അസ്യൂം ഇയേഴ്സ് എന്ന് പറയുന്നത് n ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? മൈനസ് പി വേണ്ട, മൈനസ് പി ഇല്ലാത്ത ഇക്വേഷൻ പറയുമ്പോൾ പ്രിൻസിപ്പൽ ദാറ്റ് ഈസ് 30,000 ഇൻറ്റു 1 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 7 ആണ്, ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു n എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ആ എമൗണ്ട് ചെയ്ത് വന്നപ്പോൾ കിട്ടിയ ആൻസർ ആണ്, ടോട്ടൽ എമൗണ്ട് ആയിരുന്നു 34,347. ഇത് കിട്ടിയപ്പോഴാണ് 34,347 കിട്ടിയത്. ഓക്കെ, ഈ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇക്വേഷൻ എഴുതിയപ്പോൾ ആൻസർ കിട്ടുന്ന ഇതാണ്. അങ്ങനെയാണെങ്കിൽ സോൾവ് ചെയ്യാം. ഓക്കെ, സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത്രയും ഇക്വേഷൻ ഇത്രയും അവൈലബിൾ ആണ്. ഇത് നമ്മുടെ മുമ്പിലുള്ള ഇക്വേഷൻ ആണ്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് 3,000 ആദ്യം അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, 30,000 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ 34,347 ഡിവൈഡഡ് ബൈ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ബൈ 30,000 ഇസ് ഈക്വൽ ടു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഐ മീൻ ഇതിനെ ഷോർട്ട് ഫോമിലേക്ക് മാറ്റാം. 100 ഇൻറ്റു 1 ഈസ് 100 പ്ലസ് 7, 100 ഇൻറ്റു 1 ഈസ് 100 പ്ലസ് 7, 107. 107 ഡിവൈഡ് ബൈ 100 all raised to n. സോ നമുക്ക് മനസ്സിലാവും ഈ 107 all raised to n, ഐ മീൻ 107 ഡിവൈഡ് ബൈ 100 all raised to n എന്ന് പറയുന്നത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ ആണിത്. അതാണല്ലോ ഈക്വൽ ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 100 ഐ മീൻ ഇങ്ങനെ ഈ ഒരു ഡിവിഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടും ഈക്വൽ ആയിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ ഈക്വൽ ടു വച്ചിരിക്കുന്നത്. നമുക്കിത് എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്ത് കളയാൻ പറ്റുമെങ്കിൽ കളയാം. ഇവിടെ ഡിവിഷൻ പോസിബിൾ ആണോ നോക്കുക. 30,000 10 37. സോ ഒരു സെക്കൻഡ്, ആൻസർ കിട്ടിയോ ആർക്കെങ്കിലും? ഇല്ല.
ഓക്കെ, ഇതൊന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കി. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ it will be 1, 4 ൽ 1 time, 13 that will be 4, then 14 again 4, 27 9, right? 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 10,000. So that means 11,447 49 divided by 10,000 is equal to 107 divided by 100 all raised to n. ഓക്കെ, ഇങ്ങനെ ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താം. ഇവിടെ നിന്നും ഏതാണ് എന്നിന്റെ വാല്യൂ എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താ? ഓൾ റേസ്റ്റ് ടു n എന്ന് പറയുമ്പോൾ 107 ഓൾ റേസ്റ്റ് ടു n, അതേപോലെ 100 ഓൾ റേസ്റ്റ് ടു n എന്നാണ്. സോ 100 ഓൾ റേസ്റ്റ് ടു n is equal to 10,000 അല്ലേ? 100 ഓൾ റേസ്റ്റ് ടു n എന്ന് പറയുന്നത് 10,000 ആണ്. സോ 100ന്റെ സ്ക്വയർ ആണ് 10,000, റൈറ്റ്? എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അതേപോലെ 107ന്റെ സ്ക്വയർ ആണ് 11,449. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാച്ച് ചെയ്താൽ മതി. നമുക്കിവിടെ 100 ആയതുകൊണ്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. 100ന്റെ സ്ക്വയർ ആണ് 10,000. സോ n എന്ന് പറയുന്ന ഫിഗറിന്റെ വാല്യൂ n is equal to 2 ആണ്. സോ ഇയേഴ്സ് എന്ന് പറയുന്നത് 2 വർഷങ്ങളാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയുന്നു. നമ്മൾ ചെയ്ത മെത്തേഡ് ഒന്നുകൂടി ഞാൻ പറയുകയാണ്. നമ്മൾ ആദ്യം ചെയ്തത്, നമുക്കിവിടെ തന്നിരിക്കുന്ന ഡേറ്റയിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. അത് 4,347 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എമൗണ്ട് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 30,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പളും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തന്നിട്ടുണ്ടെങ്കിൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ എമൗണ്ടിന്റെ വാല്യൂ കിട്ടി. എമൗണ്ട് എന്ന് പറയുന്നത് 34,347 ആണ് എന്ന് മനസ്സിലായി. അതിനുശേഷം നമ്മൾ ചെയ്തത് A is equal to 34,347 എന്നറിയാം. അപ്പോൾ എയുടെ വാല്യൂയിലേക്ക് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതായിരുന്നു: പ്രിൻസിപ്പൽ ഇൻറ്റു 1 പ്ലസ് ആർ ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു n. ഓക്കെ, ഇത് റേറ്റ് ആണ്. റേറ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു n. സോ ആ ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത്, ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. അതിനുശേഷം ഈ 30,000 നമ്മൾ ഇസിക്കൽ ടുവിന് അപ്പുറത്ത് കൊണ്ടുപോകുന്നു. ഇസിക്കൽ ടുവിന് അപ്പുറത്ത് വരുമ്പോൾ 34,347 ഡിവൈഡഡ് ബൈ 30,000 എന്നായി. അതിനെ നമ്മൾ വീണ്ടും സ്ട്രൈക്ക് ചെയ്ത് ചെറുതാക്കിയപ്പോൾ 11,449 ഡിവൈഡ് ബൈ 10,000 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 107 ഡിവൈഡ് ബൈ 100 ഓൾ റേസ്റ്റ് ടു n എന്ന് പറ്റി. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് 100 ഇതുകൊണ്ട് മീൻ ചെയ്യുന്നതാണല്ലോ 107ന്റെ സ്ക്വയർ, അതേപോലെ 100ന്റെ സ്ക്വയർ. ഇതാണ് അതിന്റെ മീനിങ്. സോ 100ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 100ന്റെ n, ഓൾ റേസ്റ്റ് ടു n ആണ്, സ്ക്വയർ ആണ് നമുക്കറിയില്ല. n എന്നാണ് മീനിങ്. 100ന്റെ എത്ര പവർ വന്നാലാണ് 10,000 ആവുന്നത്? 100 ഇൻറ്റു 100, ദാറ്റ് ഈസ് 100 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 2 0 4 0. സോ ജസ്റ്റ് സ്ക്വയർ എടുത്താൽ മതി. സ്ക്വയർ എടുക്കുമ്പോൾ 10,000 ആയി. അതേ വേയിൽ തന്നെയായിരിക്കും 107ന്റെ സ്ക്വയർ ആണ് 11,449. 107 ഇൻറ്റു 107 ചെയ്ത് കഴിഞ്ഞാൽ 11,449 കിട്ടും. അതിൽ നിന്നും എന്നിന്റെ വാല്യൂ 2 ആണെന്ന് നമുക്ക് മനസ്സിലായി. ആൻസർ 2 years ആണ്. ഓക്കെ, ഒരു തവണ കൂടി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യണം. ക്ലിയർ ആണോ ഇപ്പോൾ? പിന്നെ മതി. മതി. അപ്ലൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ ടു, അതായത് ഇപ്പോ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഇവിടെ 2 ഇടുക. എന്നിന് പകരം നമ്മളുടെ ഓപ്ഷൻസിൽ 2 ഇടുക. റൈറ്റ് അവേ ആദ്യം ആയതുകൊണ്ട് നമുക്ക് 2 ഇട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി കിട്ടും, ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഈ 2.5 ആദ്യം ഏറ്റവും അവസാനമായിരുന്നെങ്കിൽ ചെയ്ത് നമ്മൾ മടുത്തേനെ. അങ്ങനെ ഒരു പ്രശ്നം കൂടി അതിനകത്തുണ്ട്. എനിവേ, കിട്ടുന്നില്ലെങ്കിൽ അതാണ് ബെറ്റർ. ആൻസർ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസിനകത്തെ ഓരോ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഏതിനകത്താണ് റൈറ്റ് ആൻസർ കിട്ടുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അതൊരു വഴി തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ദി സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൻ സം ഓഫ് മണി ഫോർ 3 years at 8% per annum is half the
compound interest on rupees 4,000 for 2 years at a 10% per annum. The sum placed on simple interest is. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് the simple interest on certain sum of money. എമൗണ്ട് എത്രയും തന്നിട്ടില്ല. For 3 years at 8% per annum. 3 വർഷത്തേക്ക് 8% വെച്ച് കിട്ടുന്നത് is half of the compound interest on 4,000 at 2 years at 10% per annum. അങ്ങനെയാണെങ്കിൽ ആ സിമ്പിൾ ഇൻട്രസ്റ്റിൽ വെച്ച എമൗണ്ട് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആദ്യത്തെ ഫിഗർ രണ്ടാമത്തെ ഫിഗറിന്റെ പകുതിയാണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും മാത്രമേ നമ്മുടെ ഒരു ക്ലൂ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? ഫോർ ദാറ്റ് നമുക്ക് ചെയ്യാവുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ നോക്കുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ എല്ലാ ഡേറ്റും തന്നിട്ടുണ്ട്. rupees 4,000 2 years 10%. 3 ഡേറ്റ് നമുക്ക് അവൈലബിൾ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 4,000 ആണ് ഇൻറ്റു 1 പ്ലസ് പെർസെൻറ്റേജ് 10 ആണ് 10/100 ഓൾ റൈസ് ടു 2. ഇതിനെ സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അത് നമ്മൾ ഒരു അഡീഷണൽ തിങ് കൂടി ഇവിടെ പറഞ്ഞായിരുന്നു. ഇത് ഓർക്കുന്നുണ്ടല്ലോ, പ്രിൻസിപ്പൽ ഇൻറ്റു 1 പ്ലസ് r/100 ഓൾ റൈസ് ടു n മൈനസ് p. ഇൻട്രസ്റ്റിലേക്ക് എത്താൻ വേണ്ടി ആ പ്രിൻസിപ്പൽ ഒന്നുകൂടി കുറയ്ക്കണം, മൈനസ് p. ഓക്കെ, സോ സോൾവ് ചെയ്ത് നോക്കാം. 4,000 ഇൻറ്റു that will be 100 and 110 divided by 100 all raised to 2 minus 400. 110 divided by 100 എന്ന് പറയുമ്പോൾ 11 divided by 10 all raised to 2 എന്ന് കൊടുത്താലും മതി. 4,000 ആണ്, 4,000 രണ്ട് സൈഡിലും. ഓക്കെ, ദെൻ സോൾവ് ചെയ്യാം. 4,000 ഇൻറ്റു 11/10. ഞാനിത് സ്ക്വയർ യൂസ് ചെയ്യാതെ 2 തവണ എഴുതുന്നു. സ്ക്വയർ എന്ന മീനിങ്ങിൽ വരാൻ വേണ്ടി 11/10 ഇൻറ്റു 11/10 മൈനസ് 4,000. ഓക്കെ, അത് സോൾവ് ചെയ്യാലോ. ഇനി സോൾവ് ചെയ്യും. സോൾവ് ചെയ്യുമ്പോൾ എത്ര വാല്യൂ കിട്ടുന്നു നോക്കുക. 11 ഇൻറ്റു 11 ഇൻറ്റു 40 ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് മൈനസ് 4,000. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 840 ആണ്. കാൽക്കുലേറ്റ് ചെയ്യുക, 840 കിട്ടും. ഓക്കെ, ദെൻ 840 ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ certain sum of money for 3 years at 8% per annum is half of the compound interest. അതായത് ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ടിന്റെ ഹാഫ് ആണ്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഹാഫ് ആണെന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതുവരെ ചെയ്തത് ക്ലിയർ ആണോ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചത്, is it fine? ഓക്കെ, ഇനി നമ്മൾ കോമ്പൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ ഏതായിരുന്നു? പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ r ഇൻറ്റു ടി ആണ്. ആ ഇക്വേഷൻ എടുക്കുന്നു. പ്രിൻസിപ്പൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 100 ഇൻറ്റു സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതിയാണെന്നാണ് പറഞ്ഞത്. ദാറ്റ് വിൽ ബി 420 ഡിവൈഡഡ് ബൈ r 8% ആണ് റേറ്റ്, 8 ഇൻറ്റു 3. ഓക്കെ, ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്തത്. ചെയ്ത് കഴിയുമ്പോൾ
എത്ര കിട്ടുമെന്ന് പറയൂ. ഇത് ചെയ്ത് കഴിയുമ്പോൾ you will get 1750. സോൾവ് ചെയ്യൂ, you will get 1750. അതാണ് നമ്മുടെ ആൻസർ. $1750 കിട്ടുന്നില്ലേ നോക്കുക. ഇത് ഡിവൈഡ് ചെയ്യാം. You will get 4. ഓക്കെ, സോൾവ് ചെയ്യൂ. 1750 നമുക്ക് കിട്ടും. ദെൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സി 1750. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The compound interest on a certain sum of money for 2 years at 10% per annum is rupees 525. The same simple interest on same sum of money for double the time and half the rate per annum is. So നമുക്ക് തന്നിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് എത്രയാണെന്ന്. അതേ രീതിയിൽ ആ എമൗണ്ടിൽ തന്നെയാണെങ്കിൽ, അതായത് സെയിം സം ഓഫ് മണി ഫോർ ഡബിൾ ദി ടൈം ആൻഡ് ഹാഫ് ദി റേറ്റ് എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോവാം. സം ഓഫ് മണി എത്രയാണെന്ന് അറിയില്ല, അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ നോക്കുക. നമ്മൾ ആ സമ്മിനെ ആദ്യം പി ആയിട്ട് തന്നെ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ പഠിച്ചേക്കണം. 1 plus r divided by 100 into time. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. സോ ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. മൈനസ് പിയും കൂടെ ചെയ്തേക്കാം എമൗണ്ടിലേക്ക് എത്താൻ വേണ്ടി, മൈനസ് പിയും. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ സർട്ടൻ സം ഓഫ് മണി ഫോർ 2 years at 10% per annum is 525. ഇത് ചെയ്തപ്പോൾ 525 കിട്ടി. പി നമുക്കറിയില്ല. 1 plus r എന്ന് പറയുന്നത് 10 ആണ്, ഡിവൈഡ് ബൈ 100. ടൈം എന്ന് പറയുന്നത് 2 ആണ്, മൈനസ് പി is equal to 525 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും പിയുടെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ചൂടെ? ചെയ്തു നോക്കൂ. ഞാൻ ആദ്യം ഇവിടെ ചെയ്യുന്നത്, ഇവിടെ 2 പി വന്നിട്ടുണ്ട്. ഇവിടെ 2 പി വന്നിട്ടുണ്ട്. പി എ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് പി എ കോമൺ ആക്കി എടുക്കുക. പി എ കോമൺ ആക്കി എടുത്താൽ 1 plus 10 by 100 all raised to 2 minus 1. ബിക്കോസ് പി ഓൾറെഡി പുറത്തേക്ക് പോയി. പി പോയി കഴിഞ്ഞാൽ 1 ആണുള്ളത്. is equal to 525 എന്ന് നമുക്ക് ഇക്വേഷനിൽ എഴുതാം. ഓക്കെ, എന്ന് ഇക്വേഷനിലേക്ക് മാറ്റാം. മനസ്സിലായില്ലേ? പി നമ്മൾ പുറത്തേക്കാക്കി. ബിക്കോസ് ഇവിടെ 2 പി റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിലൊരു പി ഞാൻ പുറത്തേക്ക് മാറ്റുന്നു, കോമൺ ആക്കി എടുക്കുന്നു. കോമൺ ആക്കി എടുത്തപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത്രയും നമ്മൾ ചെയ്തു മനസ്സിലാക്കി. സോ ഓരോ സ്റ്റേജിലേക്ക് അടുത്തത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓരോ ഐറ്റംസും സ്ക്വയർ ഒക്കെ സെപ്പറേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇക്വേഷനെ ഞാൻ വീണ്ടും ഷോർട്ട് ആക്കുന്നു. പി ഇൻറ്റു, ഇത് ചെയ്യുമ്പോൾ 0 സ്ട്രൈക്ക് ചെയ്യാലോ. സോറി, 0 അല്ല, 100 ഇൻറ്റു 1 പ്ലസ് 10, 110 ഡിവൈഡഡ് ബൈ 100 സ്ക്വയർ എന്നുള്ള രീതി കിട്ടും. മൈനസ് 1 ആണ്, is equal to 525. ഓക്കെ, സോ ഇവിടെ 110 by 100 എന്നുള്ളത് 11 by 10 എന്നുള്ള രീതിയിലേക്ക് മാറ്റാം. Then ഒന്ന് സോൾവ് ചെയ്ത് നോക്കി.
ഇവിടെ വരെ നമ്മൾ ചെയ്തില്ലേ, ഇനി ഒന്ന് സോൾവ് ചെയ്തേ. (11/10) മൈനസ് 1 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പി യെ പുറത്തേക്ക് കൊണ്ടുവരിക, കോമൺ ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇക്വേഷൻ സോൾവ് ചെയ്യും. ഓക്കെ, പി ഈസ് ഈക്വൽ ടു 2500 എന്ന് കിട്ടിയോ? പി ഈസ് ഈക്വൽ ടു 2500 എന്ന് കിട്ടും. ആ ഇക്വേഷൻ സോൾവ് ചെയ്യൂ. സോൾവ് ചെയ്യുമ്പോൾ പി ഈസ് ഈക്വൽ ടു 2500 എന്ന് കിട്ടും. പി 2500 ആണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ദി സെയിം സം ഓഫ് മണി ഫോർ ഡബിൾ ദി ടൈം. സെയിം സം ഓഫ് മണി പി എന്ന് പറയുന്നത് 2500 ആണ്. ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി, കിട്ടുവേ 2500. ദെൻ ഡബിൾ ദി ടൈം, ടൈം ഡബിൾ ആവുന്നു. 2 years എന്ന് പറയുന്നത് 4 years ആവുന്നു, ഇൻറ്റു 4. ദെൻ ഹാഫ് ദി റേറ്റ് 10% എന്ന് പറയുന്നത് 5% ആവും, ഡിവൈഡ് ബൈ 100. എത്ര കിട്ടും? 25 into 400, 500 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, 500 ആണ് ആൻസർ. Okay, fine. So moving on to the next question and last question. A certain sum of money amounts to rupees 2500 in a span of 5 years and further to 3000 in a span of 7 years at a simple interest. The sum is 5 വർഷം കൊണ്ട് 2500 ആയി, 7 വർഷം കൊണ്ട് 3000 ആവും. അങ്ങനെയാണെങ്കിൽ സം എമൗണ്ട് എത്രയാണ്? ഒന്ന് ചെയ്യൂ. നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസിനൊക്കെ അപേക്ഷിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനൊക്കെ കാൽക്കുലേഷൻ ഉണ്ട്, ഇവിടെ ഒരു കാൽക്കുലേഷന്റെ ആവശ്യമില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്ലൂവിൽ നിന്ന് തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സോ ഫസ്റ്റ് 5 yearsൽ 2500 ആയി, ദെൻ 7 years ആയപ്പോൾ അത് 3000 ആയി. അതായത് കഴിഞ്ഞ 2 വർഷം കൊണ്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2500 3000 ആയി. സോ 500 ആണ് 2 വർഷത്തെ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. 500 ആണ് 2 വർഷത്തെ ഇൻട്രസ്റ്റ് എങ്കിൽ 1 വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയാണ്? 250. 250 ആണ് 1 വർഷത്തെ ഇൻട്രസ്റ്റ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷം ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര കിട്ടിയിട്ടുണ്ടാവും? 250 into 5.
that is 1250. സോ 5 വർഷം കൊണ്ട് സം എമൗണ്ട് എന്ന് പറയുന്നത് 2500 ആണ്. അതിൽ 1250 ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്രിൻസിപ്പൽ എത്രയായിരിക്കും? സോ I will show you. See, ടോട്ടൽ സ്പാൻ, 2 സ്പാൻ നമുക്ക് തന്നിട്ടുണ്ട്. 7 വർഷം 3000 രൂപ, 5 വർഷം 2500. അതായത് ആ ഡിഫറൻസ് 2 ഇയേഴ്സിന്റെ ഇൻട്രസ്റ്റിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 500 ആണ്. സോ 2 വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 500 ആണ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ 1 ഇയർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 500 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് 250. ഒരു വർഷം ഇൻട്രസ്റ്റ് കിട്ടേണ്ടത് 250 ആണ്. അങ്ങനെയാണെങ്കിൽ 5 വർഷം എത്ര ഇൻട്രസ്റ്റ് കിട്ടും? 5 years interest will be 250 into 5, that is 1250. 5 ഇയേഴ്സിലെ എമൗണ്ട് എത്രയാണ്? നമുക്ക് തന്നിട്ടുണ്ട് 5 ഇയേഴ്സിലെ എമൗണ്ട് എന്ന് പറയുന്നത് 2500 ആണ്. ആ 2500 ഇൻട്രസ്റ്റ് 1250 ആണെങ്കിൽ പ്രിൻസിപ്പൽ will be 1250. ഓക്കെ, സിമ്പിൾ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏത് 5 ഇയേഴ്സിന് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ 7 വർഷത്തിൽ നോക്കൂ. 7 ഇയേഴ്സിലേക്ക് 250 into 7 ചെയ്ത് നോക്കുക. 250 into 7 ചെയ്യുമ്പോൾ that will be 1750. അതും 3000 തമ്മിലുള്ള ഡിഫറൻസ് എടുത്താലും 1250 തന്നെ കിട്ടും. ഓക്കെ, സോ സിമ്പിൾ ഇൻട്രസ്റ്റിലെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഏറ്റവും കൺഫ്യൂഷൻ കൂടുതൽ വന്നാൻ ചാൻസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഇക്വേഷൻസ് നോക്കുക, ഇക്വേഷൻസ് അനുസരിച്ച് അപ്ലൈ ചെയ്താൽ മതി. സിമ്പിൾ ഇൻട്രസ്റ്റിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെയും പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഏരിയയാണ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് കൂടാതെ കലണ്ടർ പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്നുകൂടി നോക്കുക. ദെൻ ഇനിയും നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം, ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഗ്രൂപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം, നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അതോടൊപ്പം തന്നെ ഐ ബി ഗിവിംഗ് യു എ മോക്ക് ടെസ്റ്റ്. പിന്നെ ഞാൻ ഒരു MCQ പറഞ്ഞിരുന്നു, ആ MCQ എനിക്ക് തരാൻ പറ്റിയിട്ടില്ല, അതും ഞാൻ തരാം താമസിയാതെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ മാരത്തോൺ സെഷൻസ് ഉൾപ്പെടുത്തിയിരുന്നത്. എല്ലാവർക്കും താങ്ക് യു. ദെൻ മാരത്തോണിൽ ഇൻ ബിറ്റ്വീൻ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഫേസ് ചെയ്തിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ടൈം ബൗണ്ട് ആയിട്ട് തീർക്കാൻ സാധിച്ചില്ല. ഇവൻ ദോ എല്ലാ ടോപ്പിക്സും ഡിസ്കസ് ചെയ്ത് തീർത്തു എന്നാണ് എൻ്റെ വിശ്വാസം. ക്ലിയർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇനിയും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, okay, thank you very much. Thank you for being here. Thanks a lot.